ഹലോ പഞ്ചാര മുഞ്ചാരകളെ മൊഞ്ചന്മാരെ മൊഞ്ചത്തുകളെ എല്ലാവരും ഇവിടെ ഉറങ്ങിപ്പോലെ. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. അരമണിക്കൂർ അത്രയുള്ള 5 ചാപ്റ്റർ. വേഗം 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 7:30 നിർത്തണമല്ലോ. ആ മൂപ്പരെ വിളിച്ചു. മൂപ്പര് ഉറങ്ങായിരിക്കും അല്ല എനിക്കൂലേ. ആയിക്കോട്ടെ മക്കളെ, പഞ്ചാര മുഞ്ചാരകളെ മൊഞ്ചന്മാരെ മൊഞ്ചത്തുകളെ എല്ലാവരും ഇവിടെ പാടാ ഉറങ്ങിപ്പോലെ. എന്നെ പോലെ രാവിലെ ഒക്കെ എഴുതിയിട്ടിരുന്ന് പഠിക്കട ചങ്ങായിമാരെ. ഈ എക്സാം ആയതുകൊണ്ട് ഞാൻ രാവിലെ എണ്ണിക്കും മക്കളെ. അതുകൊണ്ട് നമുക്ക് രാവിലെ 6 മണിക്ക് ഉഷാറായിട്ട് വേണേൽ ക്ലാസ് എടുക്കാം. എനിക്കൊരു പുത്തരിയല്ലല്ലോ. ഓക്കെ, ആയിക്കോട്ടെ മക്കൾ. എല്ലാവരും ഇവിടെ വേഗം ബാ. ഓക്കെ, ഇവിടെ ഇപ്പോൾ വെക്കുക. ഓക്കെ, വേഗം വാ. ഉഷാറായിട്ടിരിക്കാം. ഒരു ടൈമും കളയാനില്ല, ഒരു ടെൻഷനും അടിക്കണ്ട. ഇത്രയും നാൾ 2-3 ദിവസം ഗ്യാപ്പ് കിട്ടി പഠിച്ച് നമുക്കൊന്ന് വേഗം റിവൈസ് ചെയ്യാം. തീരെ ടൈം കളയാനില്ല. രഞ്ജു എല്ലാവർക്കും ഹായ്, ഗുഡ് മോർണിംഗ്. മതിയുടെ വേഗം പഠിക്കാം. ഫയർ ഒന്നും വേണ്ട, എനിക്ക് വേഗം തീർത്തു പോയാൽ മതി. നിങ്ങൾക്ക് വേഗം പോകണം, കാരണം ചിലർക്കൊക്കെ 7:30 സ്കൂളിൽ പോകണം, അതുകൊണ്ടാണ്. ഓക്കെ, വേഗം വാ. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. ആ മക്കളെ 4 മാർക്കിന്റെ ചാപ്റ്റർ ആടാ. വേഗം പോടാ. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ നോക്കണം. ഞാൻ കുറേ ടോപ്പിക്ക് പറയും. അപ്പൊ NCERT തുറന്ന് സൈഡിൽ വെച്ചേക്കണം. എന്നിട്ട് അതിലെല്ലാവരും പഠിക്കുന്നുണ്ടോ നോക്കണം. കൊടുത്തരം വേണ്ടട്ടാ, രാവിലെ കൊടുത്തരോ. അതിലെ ടോപ്പിക്കൊക്കെ പഠിച്ചതാണോ? ഇത് ഏതെങ്കിലും പഠിക്കാത്തുണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോരണം കേട്ടോ. ഓക്കെ മക്കളെ, എന്നാൽ വേഗം തുടങ്ങിക്കോ. സൈസ് ഓഫ് സെല്ലിന്റെ സൈസുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ. മൈക്കോപ്ലാസ്മ ചെറുത്, ഏറ്റവും വലുത് ഓസ്ട്രിച്ചിന്റെ എഗ്, ഏറ്റവും നീളം മുതൽ നേർവ് സെല്ല്, അതൊക്കെ ഓർത്ത് വെക്കണം. സെൽ തിയറി ചോദിക്കാൻ ചാൻസ് ഉണ്ടടാ. സെൽ തിയറി എന്താ? Cell theory എന്താ? All plants are made up of cell, all animals are made up of cell, new cells are formed from pre-existing cell. ഈ 3 പോയിന്റും എഴുതണം. സെൽ തിയറി കണ്ടുപിടിച്ചതാരാ? ഷ്വാനേഴ്സ്, ലീഡനെ, റുഡോൾഫ് വൃഷോ. അടുത്ത് പ്രോകാരിയോട്ടും യൂകാരിയോട്ടും നമ്മളെ വ്യത്യാസം ഓർക്കണേ, അത് ചോദിക്കാറുണ്ട്. പ്രോകാരിയോട്ടും യൂകാരിയോട്ടും നമ്മളെ വ്യത്യാസം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത മെമ്പറൈൻസ് ഓഫ് സെൽ ഓർഗണൽ. ഏതിനൊക്കെയാ ഡബിൾ മെമ്പറൈൻ ഉള്ളത്, ഏതിനൊക്കെയാ സിംഗിൾ മെമ്പറൈൻ ഉള്ളത്, ഏതിനാ സാറേ മെമ്പറൈൻ തന്നെ ഇല്ലാത്തത്? ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് എന്താ ഡബിൾ മെമ്പറൈൻ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാർട്ട്, സൈറ്റോസോം, വാക്യൂൾ എന്താ സിംഗിൾ മെമ്പറൈൻ? റൈബോസോമും സെൻട്രോസോമും ഒരു മെമ്പറൈനും ഇല്ല. സെൻട്രോസോം ആനിമൽസിൽ മാത്രമേ കാണൂ, അതോർത്ത് വെക്കണം. അടുത്ത ബാക്ടീരിയന്റെ സ്ട്രക്ചർ ഓർമ്മയുണ്ടല്ലോ. ബാക്ടീരിയന്റെ സ്ട്രക്ചറിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളത്? ബാക്ടീരിയ സെൽ എൻവലപ്പ് എന്താന്ന് ഓർക്കണം. പിന്നെന്താ ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് ബാക്ടീരിയകൾ എന്താന്ന് ഓർക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് മീസോസോം. സെൽ മെമ്പറിന്റെ തള്ളലാണെന്ത്? മീസോസോം. ഈ മീസോസോമിന്റെ പണികൾ 4 ഞാൻ പഠിപ്പിച്ചതാ ഇന്നലെ രാത്രി, മിഞ്ഞാന്ന് രാത്രി. അത് ഓർത്ത് വെക്കണം. മീസോസോമിന്റെ പണികൾ എന്താന്ന്. പിന്നെന്താടാ? ക്രൊമാറ്റോഫോഴ്സ്. എന്താ ക്രൊമാറ്റോഫോഴ്സ്? പിഗ്മെന്റുകളോട് കൂടിയ ഉന്തല്. എല്ലാ പിഗ്മെന്റുകളിലും, എല്ലാ ഉന്തലുകളിലും, എല്ലാ സെൽ മെമ്പറിന്റെ ഉന്തലുകളിലും പിഗ്മെന്റ് കാണില്ല. ചില ഉന്തലിൽ പിഗ്മെന്റ് ഉണ്ട്. പിഗ്മെന്റ് ഉള്ള ഉന്തലാണെന്ത്? ക്രൊമാറ്റോഫോഴ്സ്. ക്രൊമാറ്റോഫോഴ്സ് ഓർത്ത് വെക്കണം. പിന്നെന്താടാ? ബാക്ടീരിയ ചലിപ്പിക്കുന്ന ഫ്ലജല്ലയുണ്ട്, പിലയുണ്ട്, ഫിംബ്രിയയുണ്ട്. ഇത് ഓർത്ത് വെക്കണം. ഫ്ലജല്ലിന്റെ 3 ഭാഗങ്ങൾ ഏതൊക്കെ? ബേസൽ ബോഡി, ഉക്ക്, ഫിലമെന്റ്. പിലയും ഫിംബ്രിയും ചലിപ്പിക്കാനല്ല സഹായിക്കുക, ബാക്ടീരിയനെ പാറയുടെ ഒക്കെ മുകളിൽ ഒട്ടിപ്പിടിക്കാനാ സഹായിക്കുക. അടുത്ത ചോദിക്കുക ഇതില് പോളിറൈബോസോം എന്താ മക്കളെ പോളിറൈബോസോം? ഇന്നലെ ഞാൻ തോന്നുന്നു നമ്മൾ കുറെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോ പറഞ്ഞാണ് ഞാൻ. പോളിറൈബോസോം എന്താ പോളിറൈബോസോം എന്ന് പറഞ്ഞാൽ പറ. എന്താ മക്കളെ പോളിറൈബോസോം? അത് തന്നെ. എന്താ മക്കളെ? mRNA-യും റൈബോസോമും ചേർന്നിരിക്കുക. mRNA-യും റൈബോസോമും ചേർന്നിരിക്കുന്നതിനാ എന്ത് വിളിക്കുക? പോളിറൈബോസോം എന്ന് വിളിക്കുക. mRNA-യും റൈബോസോമും ചേർന്നിരിക്കുന്നതിനാ എന്ത് വിളിക്കുക? പോളിറൈബോസോം എന്ന് വിളിക്കുക. പോളിറൈബോസോമിന്റെ ഫംഗ്ഷൻ എന്താ ചോദിക്കും. എന്താ സാറേ പോളിറൈബോസോമിന്റെ ഫംഗ്ഷൻ? ഞാൻ ഇന്നലെ തന്നെ പഠിപ്പിച്ചതാ. എന്താ പോളിറൈബോസോമിന്റെ ഫംഗ്ഷൻ? പ്രോട്ടീൻ സിന്തസിസ്. ഓർത്ത് വെച്ചോ, പോളിറൈബോസോമിന്റെ പണി എന്താ? പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീനെ ഉണ്ടാക്കുക. അടുത്ത യൂകാരിയോട്ടിലെ പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും നമ്മളെ വ്യത്യാസം ചെറുതായിട്ട് NCERT ഒരു പോയിന്റ് ആക്കി കൊടുത്തിട്ടുണ്ട്, ആരും കാണാതെ പോകുന്നതാ. പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും നമ്മളെ വ്യത്യാസങ്ങൾ എന്തൊക്കെ? പ്ലാന്റിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, ആനിമൽസിൽ ഇല്ല. പ്ലാന്റിൽ സെൽ വോൾ ഉണ്ട്, ആനിമൽസിൽ ഇല്ല. പ്ലാന്റിൽ സെൻട്രോസോം ഇല്ല, ആനിമൽസിൽ സെൻട്രോസോം ഉണ്ട്. പ്ലാന്റിൽ വലിയ വാക്യൂള്, ആനിമൽസിൽ ചെറിയ വാക്യൂള്.
ഓർത്ത് വെക്കണം കേട്ടോ. അടുത്ത സെൽ മെമ്പറൈൻ അറിയാലോ, ലിപ്പിഡ്, പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ് വെച്ച് ഉണ്ടാക്കിയേക്കണേ. ബൈ ലെയറായി കാണുന്നത് ആരാ? ലിപ്പിഡ് ആണ് സാറേ. 2 ടൈപ്പ് പ്രോട്ടീൻ ഉണ്ട് സെൽ മെമ്പറൈൻ. ആരൊക്കെ? ഇന്റഗ്രലും പെരിഫറലും ആ സാറേ. സെൽ മെമ്പറൈനുമായി ബന്ധപ്പെട്ട് സിംഗറും നിക്കോൾസനും കൊണ്ടുവന്ന മോഡൽ ഏതാ? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. പറ, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാ. ഓർത്ത് വെക്കണം. സെൽ മെമ്പറൈന്റെ ഫംഗ്ഷൻ എന്താണ്? സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷന്, ഇന്റർ സെല്ലുലാർ ജംഗ്ഷൻ ഫോർമേഷന്, എൻഡോസൈറ്റോസിസ്, ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽ, ഏത് വേണമെങ്കിലും എഴുതാം. സെൽ വോൾ എന്താ? സെൽ വോൾ 2 ടൈപ്പ് ഉണ്ട്, പ്രൈമറി സെക്കൻഡറി. ആദ്യം ഉണ്ടാകുന്നത് പ്രൈമറി, പിന്നെ പ്ലാന്റ്സിൽ ഉണ്ടാകുന്നത് സെക്കൻഡറി സെൽ വോളാ. 2 സെൽ വോൾ തമ്മിൽ 2 സെല്ലുകളെ കണക്ട് ചെയ്യുന്നത് മിഡിൽ ലാമല്ല. മിഡിൽ ലാമൽ ഉണ്ടാക്കിയിരിക്കുന്ന എന്ത് വെച്ചാ? കാൽസ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം പെക്ടേറ്റ്. എന്ത് വെച്ചാ? കാൽസ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം പെക്ടേറ്റ് വെച്ചാണ് ഉണ്ടാക്കിയേക്കണേ. ആരെ? മിഡിൽ ലാമല്ലേനെ. എടാ, ആൽഗീന്റെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്ന 4 സാധനങ്ങളാണ്: സെല്ലുലോസ്, പെക്റ്റിന്, ഗാലക്ടൻസ്, മന്നിൻ. സെല്ലുലോസ്, ഗാലക്ടൻസ്, മന്നൻസ്, കാക്കോത്രി. ഇതാണ് ആൽഗേന്റെ സെൽ വോളിൽ കാണുക. വലിയ പ്ലാന്റ്സിന്റെ സെൽ വോളിൽ കാണുന്നത് സെല്ലുലോസ്, ഹെമിസെല്ലോസ്, പെക്റ്റിന്, പ്രോട്ടീൻ. ഇത് ഓർത്ത് വെക്കണം കേട്ടോ. അടുത്ത സെൽ വോളിന്റെ പണി എന്താ? ഷേപ്പ് തരിക, ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുക, ഡാമേജ് പ്രിവെന്റ് ചെയ്യുക. ഓർത്ത് വെച്ചാൽ മതി. പ്ലാസ്റ്റിക്സ് അറിയാലോ, ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ. കളറില്ലാത്ത പ്ലാസ്റ്റിഡ് ആരാ? ലൂക്കോപ്ലാസ. 3 ടൈപ്പ് ഉണ്ടടാ. ആരൊക്കെ? 3 ടൈപ്പ് ഏതൊക്കെയാ? ലൂക്കോപ്ലാസ്റ്റ്. പറ, ഏതൊക്കെയാ 3 ടൈപ്പ് ലൂക്കോപ്ലാസ്റ്റ്? അമൈലോപ്ലാസ്റ്റ്, അല്യൂറോപ്ലാസ്റ്റ്, എലയോപ്ലാസ്റ്റ്. ഇവർ സ്റ്റോർ ചെയ്യുന്നത് എന്താണെന്നും ഓർത്ത് വെക്കണം കേട്ടോ. അടുത്ത ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ഇവിടെ പഠിക്കേണ്ട, നമുക്ക് ഫോട്ടോസിന്തസിസിൽ പഠിക്കാം. റൈബോസോം അറിയാലോ, റൈബോസോം കണ്ടുപിടിച്ച പായസം നക്കിയാരാ? പറ. എടാ, ഗോൾഗി അപ്പാരറ്റസ് കണ്ടുപിടിച്ചത് കമീലോ ഗോൾഗി. റൈബോസോം കണ്ടുപിടിച്ചത് ആരാ? ജോർജ് പാലട. 1 മാർക്കിന് ചോദിക്കാം, ജോർജ് പാലട. 2 ടൈപ്പ് റൈബോസോം ഉണ്ട്, 70S, 80S. 70S പ്രോകാരിയോട്ടിൽ കാണും, 80S യൂകാരിയോട്ടിലും കാണും സാറേ. ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കേടാ മക്കളെ, അടുത്ത നോക്കടാ. സൈറ്റോസ്കെലിറ്റൻ. ആരും നോക്കാതെ പോകുന്ന ടോപ്പിക്കാ സൈറ്റോസ്കെലിറ്റൻ. എന്താ സൈറ്റോസ്കെലിറ്റൻ? സെല്ലിൽ കാണുന്ന നീളമുള്ള പ്രോട്ടീന്. പറ, എന്താ സൈറ്റോസ്കെലിറ്റൻ? സെല്ലിൽ കാണുന്ന നീളമുള്ള പ്രോട്ടീനുകളാ സൈറ്റോസ്കെലിറ്റൻ. ഇവർ ഒരുപാട് ടൈപ്പ് ഉണ്ട്. സൈറ്റോസ്കെലിറ്റൻ എന്താ? മൈക്രോ ഫിലമെന്റ്സ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് ഉണ്ട്, മൈക്രോ ട്യൂബ്യൂളുകൾ ഉണ്ട്. അങ്ങനെ കുറെ ടൈപ്പിലുണ്ട് സൈറ്റോസ്കെലിറ്റൻ. നമുക്ക് പഠിക്കാനുള്ള ടൈപ്പ് ഏതാ? മൈക്രോ ട്യൂബ്യൂള. ഈ മൈക്രോ ട്യൂബ്യൂളിൽ നിന്ന് മക്കളെ സീലിയ ഉണ്ടാകുക, ഫ്ലജല്ല ഉണ്ടാകുക, സെൻട്രിയോൾ ഉണ്ടാകുക, സ്പിൻഡിൽ ഫൈബേഴ്സ് ഉണ്ടാകുക. അപ്പൊ ചോദിക്കും, മൈക്രോ ട്യൂബ്യൂളിൽ നിന്നുണ്ടാകുന്ന സ്ട്രക്ചറുകൾ ഏതൊക്കെ? സീലിയ, ഫ്ലജല്ല, സെൻട്രിയോള്, സ്പിൻഡിൽ ഫൈബർ. സീലിയ, ഫ്ലജല്ല, സെൻട്രിയോൾ, സ്പിൻഡിൽ ഫൈബേഴ്സ്. സീലിയയിലും ഫ്ലജല്ലയിലും എന്താ കാണുക? 9+2 അറേഞ്ച്മെന്റ് കാണുക. എന്നാൽ സെൻട്രിയോളിലോ 9+0 അറേഞ്ച്മെന്റ് കാണുക. ചോദിക്കാം, സീലിയ, ഫ്ലജല്ല 9+2, സെൻട്രിയോളിൽ മാത്രം 9+0 അറേഞ്ച്മെന്റ് ആണ് കാണുക. ഓർത്ത് വെക്കണം. കടാ, എൻഡോ മെമ്പറേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട് സാറേ, ഗോൾഗി അപ്പാരറ്റസ് ഉണ്ട് സാറേ, ലൈസോസോം ഉണ്ട് സാറേ, വാക്യൂൾ ഉണ്ട് സാറേ. ഈ 4 പേരെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ത്? എൻഡോ മെമ്പറൈൻ സിസ്റ്റം. പറ മക്കളെ, പറ. അത് തന്നെ ഉത്തരം കറക്റ്റ് ആടാ, പറയടാ. അത് തന്നെ. ഗുഡ് മോർണിംഗോ? ഇനി എന്തിനാടാ ഗുഡ് മോർണിംഗ്? പറ. എൻഡോ മെമ്പറൈൻ സിസ്റ്റം കാണുന്ന 4 പേര് ആരൊക്കെ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോം, വാക്യൂള്. ഈ 4 പേരും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ത്? എൻഡോ മെമ്പറൈൻ സിസ്റ്റം. ന്യൂക്ലിയസ് ചോദിക്കാം. ന്യൂക്ലിയസിന്റെ ഓട്ടകളാണ് ന്യൂക്ലിയർ പോർ. പിന്നെ ന്യൂക്ലിയസ് കാണുന്ന ഒരു ടൈപ്പ് സ്പെരിക്കൽ ബോഡി ഉണ്ട്. ആ സ്പെരിക്കൽ ബോഡിന്റെ പേരാണെന്ത്? ന്യൂക്ലിയോളസ്. ഈ ന്യൂക്ലിയോളസിന്റെ പണി എന്താണെന്നറിയാമോ? സിന്തസിസ് RNA ഉണ്ടാക്കുക. ന്യൂക്ലിയസിന്റെ അകത്ത് കാണുന്ന ചില ആൾക്കാരാണ് ന്യൂക്ലിയോളസ്. അവരുടെ പണി എന്താ? RNAകളെ ഉണ്ടാക്കുക. സിന്തസിസ് RNA. ക്രോമസോമിന്റെ ടൈപ്പ് അറിയാലോ, മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, അക്രോടീലോ. ഈ ക്രോമസോം തരും. ഇതാണ് സെക്കൻഡറി കൺസ്ട്രക്ഷൻ. അതിന്റെ മുകളിലുള്ള ഇതാണ് മക്കളെ എന്ത്? സാറ്റലൈറ്റ് എന്നാ വിളിക്കുക. സാറ്റലൈറ്റ്. ഇതാണ് നമ്മുടെ സെൻട്രോമിയർ. അതിന്റെ 2 സൈഡിലും കാണുന്ന ഈ ഡിസ്കുകളെ വിളിക്കുന്ന പേരാണെന്ത്? കൈനറ്റോകോർ. സാറ്റലൈറ്റ് എന്താന്ന് ചോദിക്കാം. നോൺ സ്റ്റെയിനിങ് സ്മോൾ ഫ്രാഗ്മെന്റ് ഓഫ് ക്രോമസോം ഫോംഡ് ഡ്യൂ ടു സെക്കൻഡറി കൺസ്ട്രക്ഷൻ എന്ന് എഴുതി വെക്കണം. പറ, നോൺ സ്റ്റെയിനിങ്, കളറില്ലാത്ത സ്മോൾ ഫ്രാഗ്മെന്റ്, ചെറിയൊരു കഷ്ണമാണ് ഉണ്ടായത്. ആര് കാരണമാ? സെക്കൻഡറി കൺസ്ട്രക്ഷൻ കാരണമാ.
ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇത് NCERT-ലെ എല്ലാ ഫിഗറും ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാം ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ഇതൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇത് നോക്കടാ, യൂക്കാരിയോട്ടിക് സെല്ല് 10 to 20 മൈക്രോമീറ്ററാ. ഇതേതാ ബാക്ടീരിയ എത്ര 1 to 2 മൈക്രോമീറ്ററാ. PPLO പ്ലൂറോ ന്യൂമോണിയയിലേക്ക് ഓർഗാനിസം അത് മൈക്കോപ്ലാസ്മ തന്നെ 0.1 എന്ന് എഴുതിയാൽ മതി. വൈറസ് 0.02 to 0.2 മൈക്രോമീറ്റർ. ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക, എന്നിട്ട് ഓർമ്മ വരികയെങ്കിൽ എഴുതിയാൽ മതി മക്കളെ. ഇതൊക്കെ പുതിയതാണെങ്കിൽ ഇപ്പോൾ ഒന്ന് പറഞ്ഞ് നോക്കുക, ഇനി വീണ്ടും റിവേഴ്സ് ചെയ്യണ്ട. ഇതാണ് ഏത് സെല്ല്? ഇതാണ് നമ്മുടെ ഏത് സെല്ല്? പ്ലാന്റ് സെൽ. ഇതാണ് പ്ലാന്റ് സെൽ. ഇതാണ് ആനിമൽ സെൽ. തലയിൽ മുടി കാണും, തലയിൽ മുടി ഉണ്ടെങ്കിൽ ആനിമൽ സെൽ. ഇതാണ് സെൽ മെംബ്രെയിൻ, ഇന്റഗ്രൽ പ്രോട്ടീന്, പെരിഫറൽ പ്രോട്ടീന്, കൊളസ്ട്രോളുകൾ, കാർബോഹൈഡ്രേറ്റുകൾ, ലിപ്പിഡ് ബൈലെയറുകൾ അടയാളപ്പെടുത്താൻ ചോദിക്കുക കേട്ടോ. ഇതാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ആദ്യം അത് എഴുതണ്ടേ. ഇതെന്താന്ന് ചോദിച്ചാൽ സെൽ മെംബ്രെയിൻ ആണെന്ന് എഴുതല്ലേ. ഇങ്ങനെ എഴുതണം, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഓഫ് സെൽ മെംബ്രെയിൻ എഴുതണം. വെറും സെൽ മെംബ്രെയിൻ എഴുതിയാൽ മാർക്ക് വീരാൻ കുറച്ച് പാടാ. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിലെ സെൽ മെംബ്രെയിൻ ഇങ്ങനെ കാണാൻ എഴുതണം കേട്ടോ. അടുത്ത ഇതാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റൈബോസോം ഉള്ളവരാണ് എന്ത്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റൈബോസോം ഇല്ലെങ്കിൽ എന്താ? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫ് എന്താ ഉണ്ടാക്കുക? പ്രോട്ടീനാ. സ്മൂത്ത് എന്താ ഉണ്ടാക്കുക? ലിപ്പിഡും സീറോയിഡ് ഹോർമോൺസും ഉണ്ടാക്കുക. ഇതാണ് ഗോൾഗി അപ്പാരറ്റസ്. ഗോൾഗി അപ്പാരറ്റസിന്റെ പണി എന്താ ചോദിക്കും, എന്താ? പാക്കിങ്ങാ. ഇവരുടെ ചുളിവുകളുടെ പേരാണെന്ത്? സിസ്റ്റേർനെ. ഗോൾഗി അപ്പാരറ്റസിലെ ചുളിവുകളുടെ പേരെന്താ? സിസ്റ്റേർനെ എന്നാ വിളിക്കുക, സിസ്റ്റേർനെ. ഇതാണ് മൈറ്റോകോൺട്രിയ, അറിയാലോ. ഔട്ടർ ഉണ്ട്, ഇന്നർ ഉണ്ട്. ഉള്ളിലുള്ള സ്ഥലത്ത് എന്താ വിളിക്കുക? മാട്രിക്സ് എന്നാ വിളിക്കുക. ഈ മാട്രിക്സിന്റെ അകത്തേക്ക് സെൽ മെംബ്രെയിൻ ഉന്തി നിൽക്കും, ഇന്നർ മെംബ്രെയിൻ. ഈ ഉന്തലുകളുടെ പേരാണെന്ത്? ക്രിസ്റ്റ. മൈറ്റോകോൺട്രിയനെ വിളിക്കുന്ന വേറൊരു പേരറിയാലോ, പവർ ഹൗസ് എന്നാ വിളിക്കുക, പവർ ഹൗസ് എന്നാ വിളിക്കുക. ഈ ചിത്രം ചോദിക്കലടാ ഈ ചാപ്റ്ററിൽ നിന്ന്, വേറെ ചാപ്റ്ററിൽ നിന്നാ ചോദിക്കുക. ഇതറിയാലോ, ഇത് ലാർജ് സബ് യൂണിറ്റ്, സ്മോൾ സബ് യൂണിറ്റ്. നമ്മുടെ റൈബോസോമിന്റെ 2 ഭാഗങ്ങളാണ്. ഇതും ചോദിക്കാം മക്കളെ, ഇതും ചോദിക്കാം കേട്ടോ. ഇത് ചോദിക്കാം. ഇത് കണ്ടാൽ എഴുതിക്കോണം. സീലിയ അല്ലെങ്കിൽ ഫ്ലജല്ലേന്റെ ചിത്രമാണിത്. ഇത് സെൻട്രൽ ഷീറ്റ്, ഇത് 2 സെൻട്രൽ മൈക്രോട്യൂബ്യൂൾ, ഇത് പെരിഫറൽ, ഇത് റേഡിയൽ സ്പോക്കുകളായി കാണുക. റേഡിയൽ സ്പോക്ക്, ഇന്റർ ഡബ്ലറ്റ് ബ്രിഡ്ജ്, പ്ലാസ്മ മെംബ്രെയിൻ. 9+2 അറേഞ്ച്മെന്റ് ആണ് സീലിയയിലും ഫ്ലജല്ലയിലും കാണുക. ഇതാണ് ഞാൻ ഈ വട്ടം പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ. എഴുതി വെച്ചോ, ഇത് അടയാളപ്പെടുത്താൻ ചോദിക്കുവാടാ. 4 ടൈപ്പ് ക്രോമസോം അറിയാലോ, ഏതൊക്കെ? ഇതാണ് മെറ്റാസെൻട്രിക്, ഇത് സബ് മെറ്റാസെൻട്രിക്, ഇത് അക്രോസെൻട്രിക്, ടീലോസെൻട്രിക്. ഇത് 4 അടയാളപ്പെടുത്താൻ ചോദിക്കും. ഇത് സെക്കൻഡറി കൺസ്ട്രക്ഷൻ, ഇതാണ് എന്ത്? സാറ്റലൈറ്റ്. ഇത് തെറ്റടയാളപ്പെടുത്തുന്നത്. ഇതാണ് സെക്കൻഡറി കൺസ്ട്രക്ഷൻ, ഇതാണ് സാറ്റലൈറ്റ് കേട്ടോ. സാറ്റലൈറ്റ് അടയാളപ്പെടുത്താൻ ചോദിക്കും. ഈ കാണുന്ന ഡിസ്കുകളാണ് കൈനറ്റോകോർ. ഇത്ര ഉള്ളടാ ആ ചാപ്റ്റർ. ഇത്ര ഉള്ളു മക്കളെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. എന്തെങ്കിലും മനസ്സിലായില്ലേ? 10 മിനിറ്റ് കൊണ്ട് നമ്മൾ റിവൈസ് ചെയ്തതാ. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ റിവൈസ് ചെയ്തു. വേഗം 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 എല്ലാ ചാപ്റ്ററും നോക്കി, എല്ലാ ടോപ്പിക്കുകളും നോക്കിയടാ. സെറ്റായില്ലേ മക്കളെ? പറയടാ മുഞ്ചാരകളെ പറയടാ. മനസ്സിലായില്ലടാ സാറേ? മനസ്സിലായില്ലേ? മസിലുകാരന് ഇരിക്കാനും പറ്റുന്നില്ലല്ലോടാ. മക്കളെ മനസ്സിലായോടാ? ഒന്ന് പറ മക്കളെ, മനസ്സിലായോ? പറ മക്കളെ, മനസ്സിലായോ? പിന്നെ അല്ല സാറേ മനസ്സിലായി. എനിക്ക് ഒട്ടും സമയം കളയാനില്ല. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ഇതാ അതിലെ ഡയഗ്രാം ഓർക്കണം. സെൽ സൈക്കിളിന്റെ ഒരു ഡയഗ്രാം ഉണ്ടല്ലോ, അതൊന്ന് ഓർത്ത് വെക്കണം. രണ്ടാമത്തെ, ഈസിന് എത്ര ടൈം വേണം ഡിവൈഡ് ചെയ്യാൻ? 90 മിനിറ്റ് വേണം. ഹ്യൂമൻ സെല്ലിനോ 24 മണിക്കൂർ വേണം ഡിവൈഡ് ചെയ്യാൻ. അതിൽ 23 മണിക്കൂറും ഇന്റർഫേസിനുള്ളതാ. ബാക്കി ഒരു മണിക്കൂറെ എന്തിനുള്ളൂ? ഡിവൈഡ് ചെയ്യാനുള്ളതാ. ഓർക്കണം, ഹീസിനെ ഡിവൈഡ് ചെയ്യാൻ 90 മിനിറ്റ്, മനുഷ്യന്മാർക്ക് ഡിവൈഡ് ചെയ്യാൻ 24 മണിക്കൂർ. കാരിയോഗെനിസിസിലെ സ്റ്റെപ്പ് ഏതൊക്കെ? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. പ്രൈമേറ്റ, ആനക്ക് തീറ്റ. മൈറ്റോസിസും മിയോസിസും നമ്മളെ വ്യത്യാസങ്ങൾ അറിയാലോ. മൈറ്റോസിസിൽ ഒരു സെല്ല് 2 ആകും, മിയോസിസിൽ ഒരു സെല്ല് 4 ആകും. മൈറ്റോസിസിൽ ക്രോമസോം നമ്പർ പകുതിയാകും. ഈക്വൽ ആണ്. മൈറ്റോസിസിൽ ഈക്വൽ ആണ്, ഇക്വേഷണൽ ഡിവിഷൻ. മറ്റിടത്ത് പകുതിയാകും, റിഡക്ഷണൽ ഡിവിഷൻ. മൈറ്റോസിസ് സൊമാറ്റിക് സെല്ലിലാണ് നടക്കുക, മിയോസിസ് റീപ്രൊഡക്റ്റീവ് സെല്ലിലാണ് നടക്കുക. അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ മക്കളെ. മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, ഇവരൊക്കെ ഡയഗ്രാം തന്നിട്ട് ചോദിക്കും. അപ്പൊ അത് ഓർത്ത് വെക്കണം. ഇന്റർകൈനസിസ് എന്താ? മിയോസിസ് 1ന്റെയും 2ന്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പാ. ഇന്റർഫേസ് അല്ല. മിയോസിസ് 1ന്റെയും 2ന്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്താ? ഇന്റർകൈനസിസാ. എന്താ? ഇന്റർകൈനസിസാ. ഓർത്ത് വെക്കണം. മൈറ്റോസിസിന്റെ സിഗ്നിഫിക്കൻസ് അറിയാലോ, എന്താ? സെൽ റിപ്പയർ, സെൽ ഗ്രോത്ത്, അതൊക്കെയാ. മിയോസിസിന്റെ സിഗ്നിഫിക്കൻസ് അറിയാലോ, എവല്യൂഷന് സഹായിക്കും, ക്രോമസോം നമ്പർ പകുതിയാക്കാൻ സഹായിക്കും, ഗമേറ്റുകളെ ഉണ്ടാക്കാൻ സഹായിക്കും. അത് ഓർത്ത് വെക്കണം. പ്രോഫേസ് 1ലെ സബ്സ്റ്റേജുകൾ ഏതാന്ന് ചോദിക്കും. ഏതൊക്കെ? ലെപ്റ്റോട്ടീൻ, സൈഗോട്ട്,
സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. പറ ഏതൊക്കെയാ? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. ഇതാണ് മക്കളെ ഇന്ന് വരുന്ന ചോദ്യം. ബോക്സ് ആയിരിക്കും, മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും. ഓരോ സ്റ്റേജും തരും, അവരിൽ നടക്കുന്ന മാറ്റങ്ങളും തരും. ഏതാന്ന് എഴുതാൻ മക്കളെ? സിനാപ്സിസ് കണ്ടാൽ, ബൈവാലന്റ് കണ്ടാൽ, സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് കണ്ടാൽ, ടെട്രാഡ് കണ്ടാൽ, ഏത് കണ്ടാലും എന്താ? സൈഗോട്ടീന. എന്ത് കണ്ടാലും പാക്കറ്റീന. റീകോമ്പിനേഷൻ പാക്കറ്റീന, റീകോമ്പിനേഷൻ എൻസൈം കാണുന്നത് പാക്കറ്റീനില്ല, റീകോമ്പിനേഷൻ നൊഡ്യൂൾ കാണുന്ന പാക്കറ്റീനില്ല, ക്രോസിംഗ് ഓവർ കാണുന്നതും പാക്കറ്റീനില്ല. ഈ 5 സ്റ്റേജിലും ഏറ്റവും വലിയ കുറെ നേരം എടുത്ത് ചെയ്യണ ഫേസ് ഏതാ? പാക്കറ്റീന. ഷോർട്ട് ലിവറല്ല, ലോങ് ഡ്യൂറേഷനിൽ നടക്കുന്ന ഫേസ് ഏതാ? ഒരുപാട് ടൈം എടുക്കും ഏത് ഫേസ് നടക്കാൻ? പാക്കറ്റീൻ. അടുത്ത ഡിപ്ലോട്ടീനിലാണ് കയാസ്മേറ്റ ഉണ്ടാകുക. എക്സ് ഷേപ്പ്ഡ് ക്രോമസോം സ്ട്രക്ചർ ആണ് ഏത്? കയാസ്മേറ്റ. ഈ കയാസ്മേറ്റ ടെർമിനൽ ആകുന്നത്, ഇല്ലാതാകുന്നത് എവിടാ? ഡയാകൈനസിസില. ഓർത്ത് വെക്കണം കേട്ടോ, ഓർത്ത് വെക്കണം ഡിഫറൻസുകൾ. ഇനി ചിത്രമാടാ. ഇതാണ് ഞാൻ പറഞ്ഞത് ഏത്? ഇതാണ് ഞാൻ പറഞ്ഞത് ഏത് ചിത്രം? ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ രാവിലെ എണീറ്റപ്പോഴേ ഇത് വേഗം തീർക്കാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാം ഒന്ന് എഴുതി വെക്കുന്നതിനിടയ്ക്ക് ഈ ചിത്രം കൂടെ ഒന്ന് എഴുതി വെച്ചാലോ എന്ന് കരുതിയായിരുന്നു. പിന്നെ വിചാരിച്ച വേണ്ട, ചിത്രം എഴുതി വെക്കണ്ട, അതിൻ്റെ ഒപ്പം തന്നെ അങ്ങ് പറഞ്ഞാൽ മതിയെന്ന്. നോക്കടാ, ശ്രദ്ധിച്ചോ. ഇതേതാ മക്കളെ? ഇതേതാ വരിക? ഇതേതാടെ വരിക? ഇതേതാ വരിക? ഇതേതാ വരിക? പഠിച്ചോനെ തൊണ്ടൊക്കെ വേനെടുക്കുന്ന ചെങ്ങായിമാരെ വേഗം പറ. ഇതേതാ? G1, ഇത് S, ഇത് G2. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, സൈറ്റോകൈനസിസ്. ചിലപ്പം ചില സെല്ല് മാറിയിരിക്കാറുണ്ട് വേറൊരു ഫേസിൽ. അതിന്റെ പേരാണെന്ത്? G0 ഫേസ്, ക്യൂസെന്റ് സ്റ്റേജ് എന്നൊക്കെയാ വിളിക്കുക. മക്കളെ ഇതാണടാ മെറ്റാഫേസ്. ക്രോമസോം നടുക്ക് നിൽക്കുന്ന ഒരു ഫേസ് തന്നാൽ അതേതാടാ? മെറ്റാഫേസ്. നടുക്ക് നിൽക്കുന്നതിനെ വിളിക്കുന്ന പേര് മെറ്റാഫേസ് പ്ലേറ്റ് എന്നാ വിളിക്കുക കേട്ടോ. മെറ്റാഫേസ് പ്ലേറ്റ് എന്നാ വിളിക്കുക. ക്രോമസോം പൊട്ടി 2 സൈഡിലേക്ക് പോകും. 2 സൈഡിലേക്ക് പോകുന്നത് ഏതാ? അനാഫേസ് ആണ്. ഏത്? ക്രോമസോം ക്രോമാറ്റിഡുകൾ പൊട്ടി 2 സൈഡിലേക്ക് പോകും. അനാഫേസ. ഈ ക്രോമസോമുകൾ ഈ സൈഡിലെത്തും, വീണ്ടും ക്രോമാറ്റിനായി മാറും. ഈ ക്രോമസോമുകൾ ഈ സൈഡിലെത്തും, വീണ്ടും ക്രോമാറ്റിനായി മാറും. ഇതാണെന്ത്? ടീലോഫേസ്. ഓർത്തോണം, ഇതാണെന്ത്? ടീലോഫേസ്. ഈ 3 ഫേസ് ആണ് ചോദിക്കുക. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് ഒന്ന് നോക്കണം കേട്ടോ. ആയിക്കോട്ടെ, ഇതൊന്നും അധികം ചോദിക്കാറില്ല, മിയോസിസും ചോദിക്കാറില്ല. ഇതാണ് മിയോസിസ് 1, മെറ്റാഫേസ് 1. 2 പ്ലേറ്റുകൾ കാണും. ഇതും ഒരു പ്ലേറ്റ്, ഇതും ഒരു പ്ലേറ്റ്. ഡബിൾ മെറ്റാഫേസ് പ്ലേറ്റ് കാണും. മിയോസിസ് 1 നടന്നിട്ടുണ്ടാകുന്ന ഈ 2 കുട്ടികളെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡയാഡ് എന്ന് വിളിക്കുക. മിയോസിസ് 1 നടന്നു കഴിയുമ്പം 2 കുട്ടികളെ ഉണ്ടാകുക. ഈ 2 കുട്ടികളെ എന്താ വിളിക്കുക? ഡയാഡുകൾ എന്നാ വിളിക്കുക. മിയോസിസ് 2 കഴിഞ്ഞാലോ? മിയോസിസ് 2 കഴിഞ്ഞാൽ 4 കുട്ടികൾ ഉണ്ടാകും. ഈ 4 കുട്ടികളെ നമ്മൾ എന്ത് വിളിക്കുക? ടെട്രാഡ് എന്ന് വിളിക്കുക. ടെട്രാഡ്. മിയോസിസ് 1 കഴിഞ്ഞാല് ഡയാഡ് ഉണ്ടാകും. മിയോസിസ് 2 കഴിഞ്ഞാല് ടെട്രാഡ് ഉണ്ടാകും. ഓർത്ത് വെക്കണം. ഡയാഡും ഉണ്ടാകും, ടെട്രാഡും ഉണ്ടാകും. ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. അത്രോടാ ചാപ്റ്റർ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് ആ ചാപ്റ്റർ റിവൈസ് ചെയ്തടാ. സെറ്റല്ലേ മക്കളെ? കുറച്ച് സ്പീഡില്ല ഞാൻ പറയണമെന്ന് എനിക്കറിയാം. കാരണം എന്താ അറിയോടാ? നമ്മുടെ ബോട്ടണിയിൽ 5 ചാപ്റ്റർ, എൻ്റെ ദിവപ്രൈ മാമിൻ്റെ 4, 9 ചാപ്റ്റർ, സുവോളജിയിൽ 10 ചാപ്റ്റർ എന്തില്ലേ? അത്രയും ഡിവൈസ് ചെയ്യേണ്ടടാ 1.5 മണിക്കൂറിനുള്ളിൽ. അതുകൊണ്ടാട്ടോ വേഗം ഒന്ന് അറിയാത്തവർക്കൊന്നും ബാക്കിലേക്ക് പോയിട്ട് വേഗം നോക്കട്ടോ. എന്നോട് വിരോധമൊന്നും ഇല്ലല്ലോ അല്ലെ സ്പീഡിൽ പോകുന്നതിൽ? രാവിലെ റിവൈസിങ് അല്ലേ, ഒന്നും പറഞ്ഞു തരാൻ ടൈമില്ല, വീണ്ടും ഓർമ്മിപ്പിച്ചെടുക്കാനേ ടൈമുള്ളൂ. അതുകൊണ്ടാ. ഓക്കേടാ. പിന്നല്ല, എന്ത് വിരോധമല്ലേ സാറേ? പിന്നല്ല, അടിച്ചു പൊളിച്ചു പഠിച്ചോ. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റ് വായിക്കാതെ എനിക്ക് ഇരിക്കാനേ പറ്റില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഇപ്പം കമൻറ്റ് വായിക്കാൻ പോലും നേരെയില്ല. അതുകൊണ്ടാട്ടോ. വേഗം പഠിച്ചോ. രാവിലെ ഇന്നലെ മിഞ്ഞാന്നൊന്ന് എഴുന്നേറ്റ് കുറേ നേരം ഇരിക്കുന്ന കാരണം തലവേദന എടുക്കുന്നുണ്ട്. +1 കഴിഞ്ഞു, +2 കഴിഞ്ഞു, ദൗത്യം കഴിഞ്ഞു. ഇനി ഒന്ന് പോയി കിടന്നുറങ്ങണം. എന്നിട്ട് എൻ്റെ പരീക്ഷ ഒന്ന് നല്ല പോലെ എഴുതണം. നിങ്ങളോട് നല്ല പോലെ പഠിക്കാൻ പറയുന്ന സമയം കൊണ്ട് ഞാൻ നല്ല പോലെ പഠിച്ചോന്ന് നോക്കുന്ന എക്സാം എനിക്ക് വരുന്നുണ്ടടാ. എനിക്ക് നല്ല പോലെ പഠിക്കണം നിങ്ങളെപ്പോലെ. ഓക്കെ. ഫോട്ടോസിന്തസിസ് മക്കളെ ഈ ചാപ്റ്റർ നോക്കിയിരുന്നു. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഇവിടെ നിന്നാ വരിക. ഫോട്ടോസിന്തസിസ് എന്താ സാറേ? ഫോട്ടോസിന്തസിസിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? ഫോട്ടോസിന്തസിസ് ലിവിങ് ഓർഗാനിസത്തിന് ഫുഡ് കൊടുക്കും. ഫോട്ടോസിന്തസിസ് ലിവിങ് ഓർഗാനിസത്തിന് ഓക്സിജനും കൊടുക്കും.
സൗണ്ട് ഇട്ടിട്ട് സൗണ്ടും പോയി മക്കളെ. പ്രൊവൈഡ് ഫുഡ്, പ്രൊവൈഡ് ഓക്സിജൻ, പ്രൊവൈഡ് ഫുഡ്, പ്രൊവൈഡ് ഓക്സിജൻ. പറയടാ എക്സ്പെരിമെന്റ്സ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ബെൽജാർ എക്സ്പെരിമെന്റ് ജോസഫ് പ്രീറ്റ്സ്ലിയ നടത്തിയേ. കോർണീലിയസ് വാൻ എന്താ നടത്തിയേ? കോർണീലിയസ് വാൻ പറഞ്ഞത് വാട്ടർ പൊട്ടിയിട്ടാണ് എന്ത് പുറത്തു വരിക? ഓക്സിജൻ പുറത്തു വരിക. കാർബൺ ഡൈ ഓക്സൈഡ് പൊട്ടിയിട്ടല്ല ഓക്സിജൻ പുറത്തു വരിക. എന്ത് പൊട്ടിയിട്ടാ ഓക്സിജൻ പുറത്തു വരിക? വാട്ടർ പൊട്ടിയിട്ടാ മക്കളെ. അടുത്ത ചോദ്യം വരും, ഓക്സിജൻ കണ്ടുപിടിച്ചതാരാ? ഒരു മാർക്കിന് ചോദിക്കാം. ഹൂ ഡിസ്കവേർഡ് ഓക്സിജൻ? വേഗം പറയടാ, വേഗം പറ. ഹൂ ഡിസ്കവേർഡ് ഓക്സിജൻ? വേഗം പറ മക്കളെ, വേഗം പറ. ടൈമില്ല. ഹൂ ഡിസ്കവേർഡ് ഓക്സിജൻ? ഹൂ ഡിസ്കവേർഡ് ഓക്സിജൻ? ഓ 6:20 6:20 ഓക്കെ, വേഗം. ഹൂ ഡിസ്കവേർഡ് ഓക്സിജൻ? വേഗം പറ. ഹൂ ഡിസ്കവേർഡ് ഓക്സിജൻ? അത് തന്നെ ജോസഫ് പ്രീറ്റ്സ്ലി. പിന്നെ അല്ല മക്കളെ, ഏഞ്ചൽ മാന മക്കളെ എന്ത് കണ്ടുപിടിച്ചേ? ആക്ഷൻ സ്പെക്ട്രവും അബ്സോർപ്ഷൻ സ്പെക്ട്രവും. മൂപ്പർ എന്താ പറഞ്ഞേ? ബ്ലൂവിലും റെഡിലും ആ കൂടുതൽ ഫോട്ടോസിന്തസിസ് നടക്കുക. ബ്ലൂ ആൻഡ് റെഡ് ലൈറ്റ് ഷോസ് മോർ ഫോട്ടോസിന്തസിസ്. ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ഓർമ്മയുണ്ടല്ലോ. ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ഓർമ്മ വേണം കേട്ടോ. കേട്ടോ മക്കളെ, ഇതാണ് സാറേ ഗ്രാന. ഇതിലേതെങ്കിലും ഒരാളെ വിളിക്കുന്ന പേര് തൈലക്കോയിഡ്. രണ്ട് ഗ്രാനകളെ കണക്ട് ചെയ്യുന്ന ഈ ട്യൂബിന്റെ പേരെന്താ? സ്ട്രോമ ലാമല്ല. എന്താ വിളിക്കുക? സ്ട്രോമ ലാമല്ല. ഇത് സ്റ്റാർച്ച് അടങ്ങിയ സ്റ്റാർച്ച് ഗ്രാനുൾ. ഇത് ലിപ്പിഡ് ഡ്രോപ്ലെറ്റ്. ഈ കാണുന്നത് റൈബോസോം. ഈ കാണുന്ന സ്ഥലം സ്ട്രോമ. സ്ട്രോമയിലാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുക, ഗ്രാനയിലാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുക. ഓർക്കണം. ആയിക്കോട്ടെ. അടുത്ത ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ. നമ്മളെ വ്യത്യാസം അറിയാലോ. ലൈറ്റ് റിയാക്ഷൻ എവിടെ നടക്കുക? ഗ്രാനയ. ഡാർക്ക് റിയാക്ഷൻ എവിടെ നടക്കുക? സ്റ്റോമേല നടക്കുക. ലൈറ്റ് റിയാക്ഷനിൽ സൺലൈറ്റ് ATPയും NADPHും ആകും. ഡാർക്ക് റിയാക്ഷനിലോ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്ലൂക്കോസ് ആകും. അതാണ് ഡാർക്ക് റിയാക്ഷൻ. സൈക്ലിക്കും നോൺ സൈക്ലിക്കും നമ്മളെ വ്യത്യാസം എന്തൊക്കെയാ? ഒന്ന് പറഞ്ഞതാടാ. സൈക്ലിക്കും നോൺ സൈക്ലിക്കും നമ്മളെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാ? പറ. സൈക്ലിക്കിൽ PS1 മാത്രം മതി, നോൺ സൈക്ലിക്കിൽ PS1ഉം PS2ഉം വേണം. സൈക്ലിക്ക് സ്റ്റോമ ലാമലയില നടക്കുക, നോൺ സൈക്ലിക് തൈലക്കോടില നടക്കുക. സൈക്ലിക്കിൽ ATP മാത്രമേ ഉണ്ടാകൂ, നോൺ സൈക്ലിക്കിൽ ATPയും NADPHും ഉണ്ടാകും. സൈക്ലിക്കിൽ വാട്ടർ സ്പ്ലിറ്റ് ആകില്ല, നോൺ സൈക്ലിക്കിലെ വാട്ടർ സ്പ്ലിറ്റ് ആകൂ. ഓർത്ത് വെക്കണം. അതേപോലെയാണ് PS1ഉം PS2ഉം തമ്മിലുള്ള വ്യത്യാസവും ഓർത്ത് വെക്കണം. PS1ഉം PS2ഉം തമ്മിലുള്ള വ്യത്യാസവും ഓർത്ത് വെക്കണം. C3 C4 തമ്മിലുള്ള വ്യത്യാസം അറിയാലോ. C3 എന്താ? നല്ല ടെമ്പറേച്ചർ ഇഷ്ടപ്പെടുന്നവരല്ല. C4ന് നല്ല ടെമ്പറേച്ചർ ഇഷ്ടമാണ്. C3യിൽ നോർമൽ അനാട്ടമി, C4 ക്രാൻസ് അനാട്ടമി. C3യിൽ ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല, C4ൽ ഫോട്ടോ റെസ്പിറേഷൻ ഉണ്ട്, C3യിൽ ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല. C3യിൽ കാൽവിൻ സൈക്കിൾ മാത്രമേ ഉള്ളൂ, എന്നാൽ C4ൽ കാൽവിൻ സൈക്കിളും ഉണ്ട്, സ്ലാക്ക് പാത്വേയും ഉണ്ട്. ഓർത്ത് വെക്കണം. പിന്നെന്താ? C3യിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആദ്യമായി വാങ്ങിക്കുന്നത് ആരാ? RUBP. C4ൽ ആദ്യമായി വാങ്ങിക്കുന്നത് ആരാ? PEP. ആദ്യത്തെ പ്രൊഡക്റ്റ് എന്താ? C3യിലെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്താടാ? ആദ്യത്തെ പ്രൊഡക്റ്റ് 3-phosphoglyceric ആസിഡാ. C4ലെ ആദ്യത്തെ പ്രൊഡക്റ്റ് ഏതാ? ഓക്സാലോ അസറ്റിക് ആസിഡാ. C3 ആസിഡ് അല്ലെങ്കിൽ 3 കാർബൺ ആസിഡ് ആണ് 3-phosphoglyceric ആസിഡ്. 4 കാർബൺ ആസിഡ് ആണ് ഓക്സാലോ അസറ്റിക് ആസിഡ്. കേട്ടോ. അടുത്ത ചോദിക്കും, C4ന് എക്സാമ്പിൾ ഏതൊക്കെയാന്ന് ചോദിക്കും. അപ്പം എഴുതിക്കോണം. മെയ്സ്, സ്വർഗം, പിന്നെന്താ? ഷുഗർ കെയിന്. ഈ മൂന്ന് ചെടികളും ഏതാ? C4 ചെടികളാ. ആരൊക്കെ? മെയ്സ്, സ്വർഗം, ഷുഗർ കെയിൻ. ഇവര് 3 പേരും എന്താ? C4 ചെടികളാ കേട്ടോ. അടുത്ത കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് ചോദിക്കോടാ. കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്താ ചോദിക്കുക? എങ്ങനെയാണ് തൈലക്കോടിന്റെ ഉള്ളിൽ H+ അടിഞ്ഞുകൂടുക? ഒന്നാമത്തെ കാരണം എന്താ? വാട്ടർ സ്പ്ലിറ്റ് ആയിട്ടാ. രണ്ടാമത്തെ കാരണം എന്താ? പ്ലാസ്റ്റോക്വിനോൺ കൊണ്ടിരുന്ന കാരണമാ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ അവിടെ വരുള്ളൂ. കെമി ഓസ്മോട്ടിക്കിന്റെ ചിത്രം തരും. എന്താ ചോദിക്കുക? ഏതാണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്? 2, തൈലക്കോടിന്റെ ഉള്ളിൽ എങ്ങനെയാണ് H+ അടിഞ്ഞുകൂടുക? എങ്ങനെയാ പ്രോട്ടോണുകൾ അടിഞ്ഞുകൂടുക? 1 വാട്ടർ മുറിഞ്ഞിട്ടുണ്ടാകുന്ന പ്രോട്ടോണാണ്, 2 പ്ലാസ്റ്റോക്വിനോൺ കൊണ്ടിരുന്ന പ്രോട്ടോൺ ആണ്. അടുത്ത കാൽവിൻ സൈക്കിളിലെ സ്റ്റെപ്പുകൾ അറിയാലോ. കാൽവിൻ സൈക്കിളിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെ? കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. ഒരു കാൽവിൻ സൈക്കിൾ നടക്കാൻ 3 ATP വേണമടാ, 2 NADPH വേണം. ഓർത്തോണം. ഈ കണക്ക് വെച്ച് ക്വസ്റ്റ്യൻ വരും. ഒരു കാൽവിൻ സൈക്കിൾ നടക്കാൻ 3 ATP വേണം, 2 NADPH വേണം. ഫോട്ടോ റെസ്പിറേഷൻ വേസ്റ്റ് എന്ന് വിളിക്കാൻ കാരണം എന്താ? എനർജിയും ഇല്ല, ATPയും ഇല്ല, ഗ്ലൂക്കോസും ഇല്ല. ATPയും ഗ്ലൂക്കോസും ഒന്നും ഉണ്ടാക്കാത്ത കാരണമാ റെസ്പിറേഷനെ വേസ്റ്റ് എന്ന് വിളിക്കണത്.
ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേ എവിടെ മാത്രമേ കാണൂ? C4ൽ മാത്രമേ കാണൂ. അതിൽ 5 സ്റ്റെപ്പുകളുണ്ട്. C3 കാൽവിൻ സൈക്കിളിൽ 3 സ്റ്റെപ്പേ ഉള്ളൂ. ഹാച്ച് ആൻഡ് സ്ലാക്കിൽ 5 സ്റ്റെപ്പ് ഉണ്ട്. ഏതൊക്കെ? ഫിക്സേഷൻ, ട്രാൻസ്പോർട്ട്, ഡീകാർബോക്സിലേഷൻ, ട്രാൻസ്പോർട്ട്, റീജനറേഷൻ. ഫിക്സേഷൻ, ട്രാൻസ്പോർട്ട്, ഡീകാർബോക്സിലേഷൻ, ട്രാൻസ്പോർട്ട്, റീജനറേഷൻ. ഈ 5 സ്റ്റെപ്പും ഡയഗ്രവും ഓർത്ത് വെക്കണം. ഫാക്ടറുകൾ അറിയാലോ. ഫോട്ടോസിന്തസിസിന്റെ ഏതൊക്കെയാ? ഇന്റേണൽ, എക്സ്റ്റേണൽ, സൺലൈറ്റ്, ടെമ്പറേച്ചർ, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ. മേജർ ലിമിറ്റിംഗ് ഫാക്ടർ ആരാ? അതും ചോദിക്കും 1 മാർക്കിന്. കാർബൺ ഡയോക്സൈഡാ. എപ്പോഴും കുറവ് കാണുന്ന ഫാക്ടർ ആരാ? കാർബൺ ഡയോക്സൈഡാ മക്കളെ. ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. ഏത് ഫാക്ടർ ആണോ ലോ അതിന്റെ പേരാ. ഏത് ഫാക്ടർ ആണോ മിനിമം അതാണ് ലിമിറ്റിംഗ് ഫാക്ടർ. ലിമിറ്റിംഗ് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് നടക്കുക. അപ്പൊ പറ മക്കളെ, എന്താടാ? റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഡിപ്പെൻഡ് ഓൺ ലിമിറ്റിംഗ് ഫാക്ടർ. റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഡിപ്പെൻഡ് ഓൺ ലിമിറ്റിംഗ് ഫാക്ടർ. ഇത് കണ്ടുപിടിച്ചവൻ കറുമ്പൻ, ബ്ലാക്ക് മാൻ. ഓക്കെ മക്കളെ, ചിത്രം ഒന്ന് ഓർത്ത് വെച്ചോടാ. ഇതാണ് ഏത്? 3 മലകളുള്ള ഗ്രാഫ്. ഇതാണ് ഏത്? അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഇതേത് സ്പെക്ട്രമാ? അബ്സോർപ്ഷൻ. ഒരു മലയുള്ളോ? അതേത് സ്പെക്ട്രമാ? ആക്ഷൻ സ്പെക്ട്രം. ഈ 2 ഗ്രാഫും തരാം. എന്നിട്ട് ചോദിക്കും ഇതേതാ? ക്ലോറോഫിൽ എയാ? ഇതേതാ? ഈ നീല ഏതാ? ക്ലോറോഫിൽ എ ആണ്. ഇത് ഈ കാണുന്ന പച്ച ഏതാടാ? ഈ കാണുന്ന പച്ച ക്ലോറോഫിൽ ബി, ഈ കാണുന്ന നീല ക്ലോറോഫിൽ എ, ഈ കാണുന്ന മഞ്ഞ കരോട്ടിനോയിഡ്സ്. ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതറിയാലോ. ഇതാണ് പിഗ്മെന്റ്. റിയാക്ഷൻ സെന്റർ. സൈഡിൽ ഇരിക്കുന്നത് അക്സസറി മോളിക്യൂളാ. പ്രൈമറി അക്സെപ്റ്റർ മതി. ഇതാണ് സെറ്റ് സ്കീം. സെറ്റ് സ്കീം എന്ന് പറഞ്ഞാൽ ആര് തന്നെ? നോൺ സൈക്ലിക് തന്നെ. നോൺ സൈക്ലിക്കിനെ വിളിക്കുന്ന പേരാ സെറ്റ് സ്കീം. അതിൽ PS2 കാണും, PS1 കാണും. അത് അടയാളപ്പെടുത്താൻ ചോദിക്കും. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ATP, NADPH, ഇലക്ട്രോൺ അക്സെപ്റ്റർ, ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. ഇതാണ്. ഇതെന്ത്? ഒറ്റൊരാളേ ഉള്ളൂ. PS1 മാത്രമേ ഉള്ളൂ. PS1 മാത്രമുള്ളെങ്കിൽ ഇത് ഏതായിരിക്കും? സൈക്ലിക് ആയിരിക്കും. സൈക്ലിക് ആയിരിക്കണം. ATP, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, P700. ഇത് ചോദിക്കും മക്കളെ. ഞാൻ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യനാ ഈ വട്ടം ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനാ. വന്ന് കമന്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യനാ. നിങ്ങൾ പറയടാ. ഇതാണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്നാ വിളിക്കുക. H+ അടിഞ്ഞുകൂടും. ഇത് PS2, ഇത് PS1, ഇത് സൈറ്റോക്രോം B6F, ഇത് പ്ലാസ്റ്റോക്വിനോൺ, ഇത് പ്ലാസ്റ്റോസയാനിൻ. ഓക്കെ അല്ലേ? ഈ അടിഞ്ഞുകൂടിയ H+ പുറത്തേക്ക് പോകും. അപ്പോഴാണ് ATP ഉണ്ടാകുക. ATP ഉണ്ടാക്കുന്ന എൻസൈമാണ് ATP സിന്തേസ്. അതിന് 2 ഭാഗങ്ങൾ, CF0, CF1. 2 ഭാഗങ്ങളുണ്ട് ATP സിന്തേസിന്. CF0, CF1 ഓർത്ത് വെക്കണം. ഇതാണടാ നമ്മുടെ കാൽവിൻ സൈക്കിൾ. കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. 3 സ്റ്റെപ്പുകളുണ്ട്. ഒരു കാൽവിൻ സൈക്കിൾ നടക്കാൻ 3 ATPയും വേണം, 2 NADPH വേണം. ഓർത്ത് വെച്ചോ. ഒരു കാൽവിൻ സൈക്കിൾ നടക്കാൻ 3 ATP വേണം, 2 NADPH വേണം. കാൽവിൻ സൈക്കിൾ സ്റ്റെപ്പ് ഏതൊക്കെ? കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. ഇതാണ് മക്കളെ എന്ത്? ഹാച്ച് ആൻഡ് സ്ലാഗ് പാത്വേ. അതിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഫിക്സേഷൻ. 2 ട്രാൻസ്പോർട്ട്, 3 ഡീകാർബോക്സിലേഷൻ, 4 ട്രാൻസ്പോർട്ട്, 5 റീജനറേഷൻ. ഈ സ്റ്റെപ്പുകൾ അടയാളപ്പെടുത്താൻ ചോദിക്കും. ഫിക്സേഷൻ, ട്രാൻസ്പോർട്ട്, ഡീകാർബോക്സിലേഷൻ, ട്രാൻസ്പോർട്ട്, റീജനറേഷൻ. ഇതാ മക്കളെ സൺലൈറ്റും ഫോട്ടോസിന്തസിസും തമ്മിലുള്ള റിലേഷനാണിത്. ആദ്യമൊക്കെ സൺലൈറ്റ് കൂട്ടുമ്പം ഫോട്ടോസിന്തസിസും കൂടും. പിന്നെ സൺലൈറ്റ് കൂട്ടിയാൽ ഫോട്ടോസിന്തസിസ് കൂടും. പിന്നെ സൺലൈറ്റ് കൂട്ടിയാൽ ഫോട്ടോസിന്തസിസ് കൂടും. ഒരു പരിധി കഴിഞ്ഞപ്പം സൺലൈറ്റ് എത്ര കൂട്ടിയിട്ടും കാര്യമില്ല, നമ്മുടെ ഫോട്ടോസിന്തസിസ് കൂടില്ല. ഫോട്ടോസിന്തസിസ് ഒരു പരിധി കഴിയുമ്പോൾ എന്താകും? കോൺസ്റ്റന്റ് ആകും. ആദ്യമൊക്കെ സൺലൈറ്റ് കൂട്ടിയപ്പം ഫോട്ടോസിന്തസിസും കൂടിയായിരുന്നു. പിന്നീട് സൺലൈറ്റ് എത്ര കൂട്ടിയിട്ടും ഫോട്ടോസിന്തസിസ് കൂടില്ല. ഫോട്ടോസിന്തസിസ് എന്തായി? കോൺസ്റ്റന്റ് ആയി. ഓർത്തോണം. ആദ്യമൊക്കെ ഫസ്റ്റ് ലൈറ്റ് ഇൻക്രീസസ്, then photosynthesis increases. After some time, if light increases, there is no change in photosynthesis. Photosynthesis remain constant. നല്ല സൺലൈറ്റ് കൊടുത്താൽ ഫോട്ടോസിന്തസിസ് കൂടില്ല മക്കളെ. ഫോട്ടോസിന്തസിസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓർത്തോണം. നല്ല ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴേ നല്ല സൺലൈറ്റ് കൊടുത്താൽ ഗ്രാഫ് ഇങ്ങനെ കയറി പോകില്ല. ഗ്രാഫ് കുറച്ച് കഴിയുമ്പോൾ എന്തായി മാറും? കോൺസ്റ്റന്റ് ആയിട്ടാ പോവുക. കുറച്ച് ലൈറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഫോട്ടോസിന്തസിസ് കോൺസ്റ്റന്റ് ആവും കേട്ടോ. ഓർത്ത് വെക്കണം. ഇത്രയുള്ളടാ എന്ത്? നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അടുത്ത് എന്താ? റെസ്പിരേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാ. എത്രയായി പഠിച്ചോനെ? 28 6:28 ഇത്ര നേരമായിട്ട് പറ. റെസ്പിരേഷൻ പറ.
റെസ്പിറേഷന്റെ പറ മക്കളെ. റെസ്പിറേഷൻ മാറുമാർഗിന ചോദിക്കുക. ആദ്യം എന്താ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്നാ ചോദിക്കുക. റെസ്പിറേഷന്റെ സമയത്ത് ഓക്സിഡേഷൻ നടക്കുന്നവരാണ് ആര്? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. എക്സാമ്പിൾ ആരൊക്കെ? ഗ്ലൂക്കോസ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്. ഇതൊക്കെ എന്താ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആണ്. ആർക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? കാർബൺ ഡൈ ഓക്സൈഡ് ബൈ ഓക്സിജൻ. ആർക്ക് ഒരു മാർക്കിന് ചോദിക്കും കേട്ടോ. കാർബോഹൈഡ്രേറ്റിന്റെ 1, പ്രോട്ടീന്റെ 0.9, ഫാറ്റിന്റെ <1. ട്രൈപാൽമിറ്റിന്റെ മറക്കല്ലേ, ട്രൈപാൽമിറ്റിന്റെ ആർക്ക് എത്ര? 0.7. ഓർത്ത് വെക്കണം. പ്ലാന്റ്സിന് എന്തുകൊണ്ടാണ് നമ്മളെ പോലെ റെസ്പിറേറ്ററി ഓർഗൻ ഇല്ലാത്തത്? കാരണം അവർക്ക് ലെസ് ഓക്സിജൻ മതി വലിച്ചെടുക്കാൻ. അവർക്ക് ലൂസ് അറേഞ്ച്മെന്റ് ഓഫ് പാരങ്കൈമ. ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഓക്സിജൻ വേണമെങ്കിൽ ആ ഭാഗം തന്നെ വാങ്ങിച്ചെടുത്തോളും. അടുത്ത ഗ്ലൈക്കോളൈസിസിലെ സ്റ്റെപ്പുകൾ അറിയാലോ. ഏതൊക്കെ? ഗ്ലൂക്കോസിക് ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ്. അത് മുറിഞ്ഞിട്ട് 2 പേരാകും. ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റും ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും. ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് നേരെ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡായി, 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡായി, 2-ഫോസ്ഫോഗ്ലിസറിക് ആസിഡായി, ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റായി, ലാസ്റ്റ് പൈറുവിക് ആസിഡായി. ഇതേപോലെ നമ്മുടെ ഡൈഹൈഡ്രോക്സി അസറ്റോണും നേരെ ചെന്നിട്ട് എന്താകും? അടുത്ത പൈറുവിക് ആസിഡ് ആകും. ഇവിടെയാണ് ATP ഉപയോഗിക്കുന്ന 2 സ്റ്റെപ്പുകൾ. എവിടുന്നൊക്കെ ATP കിട്ടുന്നത്? ഇവിടുന്നും ATP കിട്ടും, ഇവിടുന്നും ATP കിട്ടും. എവിടുന്ന NADH കിട്ടുക? ഈ സ്റ്റെപ്പിനാണ് NADH കിട്ടുക. ഓർക്കണം, ഏത് സ്റ്റെപ്പിലാ ATP അങ്ങോട്ട് കൊടുക്കുക, ഏത് സ്റ്റെപ്പിലാ ATP ഇങ്ങോട്ട് കിട്ടുക? ചോദിക്കൂട്ടോ, ഏത് സ്റ്റെപ്പിലാണ്? ഫസ്റ്റ് സ്റ്റെപ്പിൽ ഉപയോഗിക്കുന്ന ഒരു എൻസൈം ഉണ്ട്, അതിൻ്റെ പേരാണ് എക്സോകൈനേസ്. രണ്ടാമത്തെ സ്റ്റെപ്പിലെ എൻസൈമിന്റെ പേരാണ് ഐസോമറൈസ്. നോക്കി വെച്ചോ. ഫസ്റ്റ് സ്റ്റെപ്പിലെ എൻസൈം ആരാ? എക്സോകൈനേസ. രണ്ടാമത്തെ സ്റ്റെപ്പിലെ എൻസൈം ആരാ? ഐസോമറൈസ. ഓർത്ത് വെച്ചോ മക്കളെ. പിന്നത്തെ ഇമ്പോർട്ടൻ്റ് എന്താ? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. എന്താ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ? പൈറുവിക് ആസിഡിനെ അസറ്റൈൽ കോഎൻസൈം A ആക്കുക. അതാണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. ഇതും മൈറ്റോകോൺട്രിയന്റെ ഉള്ളിലാണ് നടക്കുക. ഇതിന് സഹായിക്കുന്ന എൻസൈമിന്റെ പേരെന്താണ്? പറയാൻ പറ്റുമോ? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനിലെ എൻസൈമിന്റെ പേര് പറയാൻ പറ്റുമോ? സക്കീർ ബായിക്ക് എൻസൈമിന്റെ പേരെന്താ? അത് തന്നെ എന്താ വരിക? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എൻസൈമിന്റെ പേരെന്താ? പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ്. എന്താണ്? പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ്. അടുത്ത ക്രബ് സൈക്കിളാ ചോദിക്കുക. ക്രബ് സൈക്കിൾ ഇതാരാ? അസറ്റൈൽ കോഎൻസൈം A, 2 കാർബണേ ഉള്ളൂ. ഇതാരാ? ഓക്സാലോ അസിറ്റിക് ആസിഡ്, 4 കാർബൺ ഉണ്ട്. ഇത് സിട്രിക് ആസിഡ്, 6 കാർബൺ ഉണ്ട്. ഇത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ്, 5 കാർബൺ. ഇത് സക്സിനിക് ആസിഡ്, 4 കാർബൺ. ഇത് മാലിക് ആസിഡ്, 4 കാർബൺ. ഓക്കെ അല്ലേ? ഈ സ്റ്റെപ്പിനെയാ ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനിക് ആസിഡ് ആകുന്ന ഈ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സബ്സ്ട്രേറ്റ് ഫോസ്ഫോറൈലേഷൻ. ഓർത്തോണം കേട്ടോ. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനിക് ആസിഡ് ആകും. സക്സിനിക് ആസിഡ് ആകുന്ന ഈ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണെന്ത്? സബ്സ്ട്രേറ്റ് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. ആ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? സബ്സ്ട്രേറ്റ് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. നോർത്ത് വെക്കണം കേട്ടോ. നോർത്ത് വെക്കണം കേട്ടോ മക്കളെ. ബാക്കിലേക്കായി പോയടാ. ഇത് ബാക്കിലേക്കായണ്ട റിൻഷാദേ. ബാക്കിലേക്കാകുന്നില്ല. ഓക്കേടാ, ശ്രദ്ധിച്ചോ. അപ്പൊ പറയണ എന്താണ്? ഓക്സാലോ അസിറ്റിക് ആസിഡ്, ഓക്സാലോ അസിറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്. വണ്ടി കേറ്റല്ലേ ചേട്ടാ ടാറാണ്. വണ്ടി കേറ്റിയ സൂസിക കലിയാണ്. ആ കോഡ് നോർത്ത് വെക്കണം. വണ്ടി കേറ്റല്ലേ ചേട്ടാ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. സൂസി ആരാ? സക്സിനിക് ആസിഡ്. കലി എന്താ? മാലിക് ആസിഡ്. ഓർക്കണം ഓരോന്നും. ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനിക് ആസിഡ് ആകുന്ന ഈ സ്റ്റെപ്പാണ് എന്ത്? ഈ സ്റ്റെപ്പാണ് സബ്സ്ട്രേറ്റ് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. പൈറുവിക് ആസിഡ് ഒന്നെങ്കിൽ ലാക്റ്റിക് ആസിഡ് ആകും, അല്ലെങ്കിൽ എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും ആകും. ലാക്റ്റിക് ആസിഡ് എവിടെ ആകുക? മസിൽ സെല്ലുകളാകുക. എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും എവിടെ ആകുക? ഈസ്റ്റ് സെല്ലിലാകുക. ഓക്കെ അല്ലേ? ഒരു ഈസ്റ്റിലെ നമ്മുടെ ഈ മദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മദ്യത്തിലൊക്കെ ഈസ്റ്റ് കാണും കേട്ടോ. ഈ ഈസ്റ്റ് മദ്യത്തിൽ കാണും. കാരണം ഈ മദ്യം ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ ഈസ്റ്റ് ഫെർമെന്റേഷൻ നടത്തിയിട്ടാണ്. എപ്പോഴാണോ ഈ ആൽക്കഹോളില് ഈ വൈന്, ബിസ്കി, ബിയറൊക്കെ ഉണ്ടല്ലോ, അതിൽ ആൽക്കഹോള് കണ്ടന്റ് 13% കൂടുതലാകുക. 13% കൂടുതൽ ആൽക്കഹോൾ ആയാൽ
ആ ആൽക്കഹോൾ ചെന്നിട്ട് ആരെ കൊല്ലും മക്കളെ? ഈസ്റ്റിനെ കൊല്ലൂ ട്ടോ. ഓർത്തോണം. സത്യം പറഞ്ഞാൽ മദ്യം ഉണ്ടാകാൻ ഈസ്റ്റ് വേണം, സമ്മതിച്ചു. മദ്യം ഉണ്ടാകാൻ ഈസ്റ്റ് വേണം. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന മദ്യത്തില് ഒരുപാട് അളവിൽ മദ്യമായാൽ, ഒരുപാട് ആൽക്കഹോളിക് കണ്ടന്റ് ആയാൽ, 13% കൂടുതൽ ആൽക്കഹോളിക് കണ്ടന്റ് ആയാൽ, ഈ കൂടിയ ആൽക്കഹോൾ തന്നെ ഈ ആൽക്കഹോളിനെ ഉണ്ടാക്കുന്ന ഈസ്റ്റിനെ കൊന്നോളും. അത് ഓർത്ത് വെക്കണം. ആൽക്കഹോളിനെ ഉണ്ടാക്കുന്നത് ഈസ്റ്റ് തന്നെ. പക്ഷെ ആൽക്കഹോളിന്റെ അളവ് 13 കൂടുതലായാൽ ഈ ആൽക്കഹോൾ തന്നെ ആരെ കൊല്ലും? ഈസ്റ്റിനെ കൊന്നോളൂ ട്ടോ. ഓർത്ത് വെക്കണം ട്ടോ. ഇതാണ് മക്കളെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അറിയാലോ. കോംപ്ലക്സ് 1 NADH ഡിഹൈഡ്രോജനേസ്, കോംപ്ലക്സ് 2 എന്താ? സക്സിനേറ്റ് ഡിഹൈഡ്രോജനേസ്, കോംപ്ലക്സ് 3 സൈറ്റോക്രോം BC1, കോംപ്ലക്സ് 4 സൈറ്റോക്രോം C ഓക്സിഡേസ്, ലാസ്റ്റത്തെ ATP ഉണ്ടാക്കുന്ന ATP സിന്തൈസ്. ഇലക്ട്രോൺ ഫ്ലോ ഉണ്ട് ഇതിന്റെ, അതൊന്ന് ഓർത്ത് വെക്കണം. ഇലക്ട്രോൺ ഫ്ലോ FMN FES, FMN എന്താ? FMN FAD, യുബിക്വിനോണ്, സൈറ്റോക്രോം BA, സൈറ്റോക്രോം C1S, സൈറ്റോക്രോം CA, സൈറ്റോക്രോം A, സൈറ്റോക്രോം A3, പിന്നെ ലാസ്റ്റ് എന്താ? ഓക്സിജൻ ആണ്. ഇതാണ് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് നേരെ ഗ്ലൈക്കോളൈസിസും ക്രബ് സൈക്കിളൊക്കെ പോയിട്ട് എനർജി ആയിട്ട് മാറും. പക്ഷെ നമ്മൾ ഫാറ്റ് കഴിച്ചെന്നിരിക്കട്ടെ, ഫാറ്റ് നേരെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ടാണ് മാറുക. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആകും. ഗ്ലിസറോൾ നേരെ ഡൈഹൈഡ്രോക്സി അസെറ്റോൺ ഫോസ്ഫേറ്റ് ആകും. ഈ സൈക്കിളിൽ കയറിക്കോളും. നേരെ ഫാറ്റി ആസിഡ് എന്താകും? അസറ്റൈൽ കോഎൻസൈം A ആകും. ഇതിലേക്ക് കയറും. നമ്മൾ കഴിച്ചത് പ്രോട്ടീൻ ആണെന്നിരിക്കട്ടെ, പ്രോട്ടീൻ നേരെ അമിനോ ആസിഡ് ആകും. അമിനോ ആസിഡ് പൈറുവിക് ആസിഡ് ആയിട്ട് കയറും. ബാക്കി പരിപാടികൾ നടക്കും. നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഗ്ലൈക്കോളൈസിസ് ക്രബ് സൈക്കിൾ അങ്ങനെ പറഞ്ഞു പോകും. നമ്മൾ കാർബോഹൈഡ്രേറ്റ് മാത്രമാണോ കഴിക്കുക? അല്ല. നമ്മൾ പ്രോട്ടീൻ കഴിച്ചാൽ പ്രോട്ടീനെ അമിനോ ആസിഡ് ആക്കും. അത് ഈ സൈക്കിളിൽ കയറും. എങ്ങനെങ്കിലും എവിടെങ്കിലും വെച്ച് പൈറുവിക് ആസിഡ് ആയിട്ട് കയറും. നമ്മൾ ഫാറ്റ് കഴിച്ചാൽ ഫാറ്റിന് നേരെ ബോഡി ഫാറ്റി ആസിഡ് ഗ്ലിസറോളും ആക്കും. ഗ്ലിസറോൾ നേരെ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആകും. ഈ സൈക്കിളിൽ കയറും. ഫാറ്റി ആസിഡ് നേരെ അസറ്റൈൽ കോഎൻസൈം A ആകും. ഈ സൈക്കിളിൽ കയറും. അപ്പൊ ചോദിക്കാൻ വേണമെങ്കിൽ ഫാറ്റി ആസിഡ് എങ്ങനെയാണ് സൈക്കിളിൽ കയറുക? അസറ്റൈൽ കോഎൻസൈം A ആയിട്ടാ. ഗ്ലിസറോൾ എങ്ങനെയാ സൈക്കിളിൽ കയറുക? ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആയിട്ടാ. അമിനോ ആസിഡ് എങ്ങനെയാ സൈക്കിളിൽ കയറുക? സാറുമാരെ പറ. അമിനോ ആസിഡ് എങ്ങനെയാ കയറുക? പൈറുവിക് ആസിഡ് ആയിട്ടാ കയറുക. ഓക്കെ അല്ലേ മക്കളെ? 3:35 ഒരു 5 മിനിറ്റുള്ളിൽ ഞാൻ ഈ ചാപ്റ്റർ തീർക്കാം. 40 മിനിറ്റ് ഞാൻ എടുക്കുള്ളൂ കേട്ടോ. പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇപ്പം തീർത്തരാടാ. പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് വേഗം പോകാൻ എനിക്ക് കമന്റ് ഒന്നും ശ്രദ്ധിക്കാൻ ടൈമില്ല. നിങ്ങൾ ഉത്തരം ഇടുന്നുണ്ട്, അത് തന്നെ വലിയ സന്തോഷം. കഷ്ടപ്പെടുന്നതിനെ പഠിച്ചോൻ എന്നും കാക്കോടെ. 4 മാർക്കിന്റെ ആടാ. ഈ ചാപ്റ്ററിൽ ഓർക്കേണ്ട ഏതാ? പ്ലാന്റ് ഗ്രോത്തിന്റെ പ്രോപ്പർട്ടികൾ എന്തൊക്കെയാ? എന്താ? ഓപ്പൺ ആണ്, ലോക്കലൈസ്ഡ് ആണ്, ഇൻഡിറ്റർമിനേറ്റ് ആണ്, എന്താ മെഷറബിൾ ആണ്. അടുത്ത് ഫേസ് ഏത്? മെരിസ്റ്റമാറ്റിക്, ഇലോങ്ങേഷൻ, മെച്ചുറേഷൻ ഫേസ്. ടൈപ്പ് ഏതൊക്കെ? നീളം കൂടുന്നത് പ്രൈമറി ഗ്രോത്ത്, വണ്ണം കൂടുന്നത് സെക്കൻഡറി ഗ്രോത്ത്. പ്ലാസ്റ്റിസിറ്റി അറിയാലോ. കാലാവസ്ഥ മാറുമ്പം പ്ലാന്റിന്റെ സ്ട്രക്ചറിലുള്ള വ്യത്യാസമാണെന്ത്? പ്ലാസ്റ്റിസിറ്റി. എന്ത്? പ്ലാസ്റ്റിസിറ്റി എക്സാമ്പിൾ എന്താ? എക്ട്രോഫൈലിക്ക് എക്സാമ്പിൾ ഏതൊക്കെ? ലാക്സ്പർ കോറിയാന്ത്രൊക്കെയാ. നോക്കടാ, ഡിഫറൻഷിയേഷൻ നോക്കടാ. മെരിസ്റ്റമാറ്റിക് സെൽ, പെർമനന്റ് സെൽ, മെരിസ്റ്റമാറ്റിക് സെൽ, പെർമനന്റ് സെൽ എന്നിടുക. എന്നിട്ട് ഇവർക്കിടയിൽ ഒരു ആരോ മാർക്ക് താഴേക്ക് കൊടുക്കുക. എന്താ സാറേ? മെരിസ്റ്റമാറ്റിക് സെല്ല് പെർമനന്റ് ആകുന്നതിനാ എന്ത് വിളിക്കുക? ഡിഫറൻഷിയേഷൻ എന്ന് വിളിക്കുക. ഈ പെർമനന്റ് വീണ്ടും മെരിസ്റ്റമാറ്റിക് ആകുന്നതിനെ എന്ത് വിളിക്കുക? ഡിഫറൻഷിയേഷൻ എന്ന് വിളിക്കുക. ഈ മെരിസ്റ്റമാറ്റിക് ഒന്നുകൂടെ പെർമനന്റ് ആയാൽ എന്താ വിളിക്കുക? റീഡിഫറൻഷിയേഷൻ എന്ന് വിളിക്കുക. മെരിസ്റ്റമാറ്റിക് പെർമനന്റ് ആയാൽ എന്താ സാറേ? ഡിഫറൻഷിയേഷനാ. ഈ പെർമനന്റ് വീണ്ടും മെരിസ്റ്റമാറ്റിക് ആയാലോ? ഡിഫറൻഷിയേഷനാ. ഈ മെരിസ്റ്റമാറ്റിക് ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടി പെർമനന്റ് ആകും. അത് റീഡിഫറൻഷിയേഷനാ. ഓർത്ത് വെക്കണം കേട്ടോ മക്കളെ. ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ ഗ്രോത്ത് മൈനസ് ഇനീഷ്യൽ ഗ്രോത്ത്. എത്ര ഗ്രോത്ത് ഇപ്പം ഉണ്ടായി മൈനസ് ആദ്യത്തെ ഗ്രോത്ത് എത്ര? ഈ വ്യത്യാസമാണ് ഇത്. അവസാനത്തെ ഗ്രോത്തും ആദ്യത്തെ ഗ്രോത്തും തമ്മിലുള്ള വ്യത്യാസത്തെ എന്ത് വിളിക്കുക? ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എന്ന് വിളിക്കുക. AGR എന്നാ വിളിക്കുക. ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എന്താ മക്കളെ? ഫൈനൽ ഗ്രോത്ത് ബൈ മൈനസ് ഇനീഷ്യൽ ഗ്രോത്ത്. പറ, ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എന്താ? ഫൈനൽ ഗ്രോത്ത് റേറ്റ് മൈനസ് ഇനീഷ്യൽ ഗ്രോത്ത് റേറ്റ്. എന്താടാ? റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് RGR എന്താ? റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് ഇങ്ങനെ കണ്ടുപിടിക്കുക. ഫൈനൽ ഗ്രോത്ത് മൈനസ് ഇനീഷ്യൽ ഗ്രോത്ത്, അത്രയും ചെയ്യുക, ഡിവൈഡഡ് ബൈ ആദ്യത്തെ ഗ്രോത്ത്, ഇനീഷ്യൽ ഗ്രോത്ത്. ഇതാണ് RGR. AGR എങ്ങനെ കണ്ടുപിടിക്കുക? ഫൈനൽ ഗ്രോത്ത് മൈനസ് ഇനീഷ്യൽ ഗ്രോത്ത്. ഇതാണ് AGR. RGR എങ്ങനെ കണ്ടുപിടിക്കുക? ഫൈനൽ ഗ്രോത്ത് മൈനസ് ഇനീഷ്യൽ ഗ്രോത്ത്. തീർന്നോ? അല്ല, ഡിവൈഡ് ബൈ ഇനീഷ്യൽ ഗ്രോത്ത്. ഇനീഷ്യൽ ഗ്രോത്തിനെ ഒന്നുകൊണ്ട് ഹരിക്കുക, ഒന്നുകൂടെ വെച്ച് ഹരിക്കണം. അതാണ് റിലേറ്റീവ് ഗ്രോത്ത്. റിലേറ്റ് ചെയ്യണം, ഇനീഷ്യൽ ഗ്രോത്തുമായിട്ട് റിലേറ്റ് ചെയ്യണം. അതാണ് റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ്. ഫൈനൽ മൈനസ് ഇനീഷ്യൽ ഡിവൈഡ് ബൈ ഇനീഷ്യൽ. ഫൈനൽ മൈനസ് ഇനീഷ്യൽ ഡിവൈഡ് ബൈ ഇനീഷ്യൽ.
ഓക്കെ അല്ലേ? ഹോർമോണുകളുടെ ചാപ്റ്ററാണ്. ഹോർമോണിന്റെ ഫംഗ്ഷൻ ഓർക്കണം. വോൾട്ടിങ്, മാട്ടിങ്, ഗിബർലിങ്, അപ്പോമിക്സിസ് കൂട്ടുന്നത് എപ്പിക്കൽ ഡൊമൈൻസ് കൂട്ടുന്നത് ഓക്സിജൻ, കുറയ്ക്കുന്നത് സൈറ്റോകൈനിൻ. ഫ്രൂട്ടിനെ പഴിപ്പിക്കുന്നത് ആരാ? എഥിലീന മക്കളെ, എഥിലീൻ. ഓക്സി 2 ടൈപ്പ്, നാച്ചുറൽ, സിന്തറ്റിക്. നാച്ചുറൽ ആരെ? IAA-IBA. സിന്തറ്റിക്കോ NAA-240 ആണ് വീഡിസൈഡ്. മുറിച്ച് വെച്ച സെമ്മിൽ നിന്ന് റൂട്ടിനെ വരുത്തുന്ന ഹോർമോൺ ആരാ? ചോദിക്കും. മുറിച്ച് വെച്ച സെമ്മിൽ നിന്ന് റൂട്ടിനെ വരുത്തുന്നത് ആരാടാ? ഓക്സിജനാ മക്കളെ. ഈ ചിത്രം ഒന്ന് ഓർത്ത് വെച്ചോ. ക്യാമ്പിയമാണ്. ഇത് ഷൂട്ട് എപ്പിക്കൽ മെരിസം, ഇത് റൂട്ട് എപ്പിക്കൽ മെരിസം. ഇത് അരിത്തമെറ്റിക് ഗ്രോത്ത് റേറ്റ് ആണ്, ഇത് ജോമെട്രിക് ഗ്രോത്ത് റേറ്റ് ആണ്. അറിയാലോ അരിത്തമെറ്റിക്കും ജോമെട്രിക്കും. ഈ ഗ്രാഫാണ് മക്കളെ ചോദിക്കുക. ഇതാണ് ജോമെട്രിക്കിന്റെ ഗ്രാഫ്. സിഗ്മോയിഡ് കർവ് എന്നാ വിളിക്കുക, അല്ലെങ്കിൽ എസ് കർവ് എന്നൊക്കെ വിളിക്കാറുണ്ട്. 3 ഫേസ് ഉണ്ടടാ. ഏത്? ഇതാണ് ലാഗ്, ഇതാണ് എക്സ്പോണൻഷ്യൽ, ഇതാണ് സ്റ്റേഷനറി. ലാഗ്, എക്സ്പോണൻഷ്യൽ, സ്റ്റേഷനറി. ലെസ് സോപ്പ് എന്ന് ഓർത്താൽ മതി. ലാഗ്, എക്സ്പോണൻഷ്യൽ, സ്റ്റേഷനറി. പറ, ലാഗ്, എക്സ്പോണൻഷ്യൽ, സ്റ്റേഷനറി. ലാഗ് ഇപ്പൊ നിർത്താം സാറേ, ഇപ്പൊ നിർത്താം. പഠിച്ചവനെ ബിലാച്ചാറോ നിൽക്കുകയാണ്. ലാഗ്, എക്സ്പോണൻഷ്യൽ, സ്റ്റേഷനറി. ഇപ്പൊ ലാഗ്, എക്സ്പോണൻഷ്യൽ, സ്റ്റേഷനറി ഓർത്തോണ. ഗ്രാഫിന്റെ ഘട്ടങ്ങള് ലാഗ്, എക്സ്പോണൻഷ്യൽ, സ്റ്റേഷനറി ഓർത്തോണം കേട്ടോ. ഇതാണ് AGR കണ്ടുപിടിക്കാനുള്ളത്. കണ്ടോ, ഫൈനൽ ഗ്രോത്ത് 10 ആണ്, ഇനീഷ്യൽ ഗ്രോത്ത് 5 ആണ്. അപ്പൊ എന്താ 10 - 5 എന്താ വരിക? AGR 5. ഇവിടെ നോക്കടാ, ഫൈനൽ ഗ്രോത്ത് 55, ഇനീഷ്യൽ ഗ്രോത്ത് 50, ഡിവൈഡ് ബൈ ഇനീഷ്യൽ എത്ര തന്നെ? 50 തന്നെ. അപ്പൊ എന്താ വരിക? 55 - 50, 5/50. 1/10 ആണ് എന്ത് വരിക? RGR വരിക. അത്രേ ഉള്ളൂ. കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇതറിയാലോ. ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്നത് മെരിസ്റ്റമാറ്റിക് സെല്ല്, അത് വളർന്ന് ഡിഫറൻഷിയേഷൻ നടന്ന് മെച്ചുവർ സെല്ലാകും. മെച്ചുവർ സെല്ല് ഏറ്റവും അവസാനം എന്താകും? ഡെത്തായി പോകും പണിയെടുത്തിട്ട്. അത് ഓർത്തോണം. മെരിസ്റ്റമാറ്റിക് ഡിഫറൻഷിയേഷൻ നടന്ന് മെച്ചുവറായി ഏറ്റവും അവസാനം പണിയെടുത്ത് ചത്തും പോയി. ഓർക്കണം മക്കളെ. ഇതാണ് എന്ത്? എറ്ററോഫൈലി. ഇതാണ് ലാക്സ്പറിന്റെ എറ്ററോഫൈലി, ഇതാണ് ബട്ടർ കപ്പിന്റെ എറ്ററോഫൈലി. കണ്ടോ, ഒരു ലൈറ്റ് ഉള്ളിടത്തേക്ക് പ്ലാന്റ് വളരുന്നുണ്ട്. അത് ഇത് കാണിക്കുന്ന ഏതാ? ലൈറ്റ് ഉള്ളിടത്തേക്ക് പ്ലാന്റിനെ വളർത്തുന്ന ഹോർമോണാണ് ആര്? ഓക്സിന്. ലൈറ്റ് എവിടെ നിന്നാണോ വരിക അങ്ങോട്ടേക്ക് പ്ലാന്റിനെ വളർത്തും. ഓക്സിനാണ്. ഓക്സിന് ആന്റഗോണിസ്റ്റ് ആണ് ആര്? ഓക്സിന് ഓപ്പോസിറ്റ് ചെയ്യുന്നവരാണ് സൈറ്റോകൈനിൻ. ഓർത്ത് വെക്കണം കേട്ടോ. ഇത് ഡീകാപ്പിറ്റേഷൻ. കണ്ടോ, ഈ പ്ലാന്റിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്യലാണ്. പ്ലാന്റിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കും. ഈ സ്റ്റെപ്പിനെ നമ്മൾ എന്ത് വിളിക്കുക? ഡീകാപ്പിറ്റേഷൻ എന്ന് വിളിക്കുക. എപ്പിക്കൽ ബഡ് റിമൂവ് ചെയ്യുക, അതാണ് എന്ത്? ഡീകാപ്പിറ്റേഷൻ. ഇതെവിടൊക്കെയാ നടക്കുക? ഇതെവിടെ മക്കളെ നടക്കുക? ടീ പ്ലാന്റേഷനിലും പിന്നെന്താ പിന്നെ അവിടെ നടക്കുക നമ്മുടെ വേലികളൊക്കെ ഉണ്ടാക്കാൻ. ടീ പ്ലാന്റേഷനിലും വേലികളൊക്കെ ഉണ്ടാക്കാനാണ് ഇത് നടത്തുക കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക് ഓൾ. എന്നെങ്കിലും എവിടെങ്കിലൊക്കെ വെച്ച് കാണാം, എവിടെങ്കിലൊക്കെ വന്ന് കണ്ടാൽ മിണ്ടുക. +2 നമ്മൾ കൂടെ കാണോടെ എപ്പോഴും. എല്ലാം ഒരു ഫയർ ഇട്ടോ. എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, കമൻറ്റ് ചെയ്യാം. സാറ് തീർന്നു. ഓക്കെ. ആ എടാ, ബിലാൽ സാറിൻ്റെ PPT ആഡ് ചെയ്യാൻ പോവാണ്. അപ്പം ചിലപ്പോൾ ഒന്ന് ബ്ലാങ്ക് ആവും കേട്ടോ. സൗണ്ട് കാണും, ചിലപ്പോൾ ഒന്ന് കാണാതാകും. ഈ ഭാഗം ഒന്ന് കറുത്ത് പോകും, അത്രേ ഉള്ളൂ. ഓക്കെ എടാ, എന്നാ ഉഷാറായിട്ട് ഇരിക്കട്ടെ. എന്നാ ആയിക്കോട്ടെ. ബൈ. അടിച്ചു പൊളിച്ചോ. ബിലാൽ സാർ വരുന്നുണ്ട്. അല്ല ദേപ്രിയമ്മ ആരാ വരുന്നത് അറിയില്ല. ആരംഭിച്ചാതെ ദേപ്രിയമ്മ. ആയിക്കോട്ടെ, ശരി, ആയിക്കോട്ടെ. ശരിടാ, ശരി. ഓക്കെ, അടിച്ചു പൊളിച്ചോ. ഒന്നുമില്ല. എടാ, ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ട് പറഞ്ഞേക്ക് വന്ന് പറയണം കേട്ടോ. കമൻറ്റ് ചെയ്യണം കേട്ടോ. ബൈ. ഹലോ റെഡി ആണോടാ? ഓക്കെ, റെഡിയാ? എക്സാമിന് കുറച്ച് മണിക്കൂർ മാത്രം അല്ലേ? സോ കമ്മിങ്, നിങ്ങൾ ഏറ്റവും പ്രഷ്യസ് ടൈം ആയത് ഒട്ടും കളയുന്നില്ല. നമ്മളെ ചാപ്റ്റേഴ്സ്. ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ക്വസ്റ്റ്യൻ നോക്കിയോ. സ്പീഡ് റോക്കറ്റാ. Which among the following is an example of flagellated protozoan? ഈ തന്നിരിക്കുന്നതിൽ ഒരു ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോൺ ആരാ? അമീബ വരില്ല. പാരമീസിയം സീലിയേറ്റഡ് ആണ്. പ്ലാസ്മോഡിയം സ്പോറോസോൺ ആണ്. ട്രൈപ്പനോസോമ. വെരി ഗുഡ്. ട്രൈപ്പനോസോമയാണ് ഒരു ഫ്ലാജെല്ലേറ്റഡ് പ്രോട്ടോസോൺ. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ ഓർഗാനിസംസ് A and B. ഓർഗാനിസം A ഇതാരാ? നമ്മുടെ റെഡ് ഡൈനോഫ്ലാജെല്ലേറ്റ് ആയ ഗോനുവാലാക്സിനെയാണ് തന്നിട്ടുള്ളത്. ഇതാരാ? ഇതാണ് നമ്മളുടെ സ്ലൈം മൗൾഡിന്റെ പടമാണ് ഈ തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5 kingdom arrangement of organism was given by R.H. Whittaker. State the criteria followed by Whittaker. R.H. Whittakerന്റെ 5 kingdom ക്ലാസിഫിക്കേഷന്റെ ക്രൈറ്റീരിയ. 1, അവരുടെ സെല്ലിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്നുള്ളത്. 2, അവരുടെ ബോഡി
ഓർഗനൈസേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. മൂന്നാമത്തത് അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. സ്പീഡിൽ പറയുന്നുണ്ട്. മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്തായിരുന്നു എന്നുള്ളത്. ലാസ്റ്റ് വൺ ആണ് അവരുടെ റീപ്രൊഡക്ഷൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് കൂടി എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. മൊണീറ എന്ന് പറയുന്നത് ഒരു പ്രോകാരിയോട്ട് ആണെങ്കിൽ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത് എന്താ? അതൊരു യൂകാരിയോട്ട് ആണടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കരോളസ് ലിനേയസ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനുമായിട്ട് റിലേറ്റഡ്. അങ്ങനെയാണെങ്കിൽ RH വിറ്റാക്കർ എന്ത് കിങ്ഡം ക്ലാസിഫിക്കേഷൻ? നമ്മളുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് കണ്ടുപിടിച്ചത്. തെർമോ ആസ്ട്രോഫൈൽസ് എക്സ്ട്രീം ഹീറ്റിൽ കാണുന്നതാണെങ്കിൽ ഹാലോഫൈൽസ് എക്സ്ട്രീം സോൾട്ടി ഏരിയാസിൽ കാണുന്നവരാണ്. എക്സ്ട്രീം സോൾട്ടി ഏരിയാസ്. നെക്സ്റ്റ്. ആർക്കി ബാക്ടീരിയ വിച്ച് ക്യാൻ സർവൈവ് ഇൻ ഹോട്ട് സ്പ്രിങ്സ്. ഹോട്ട് സ്പ്രിങ്സിൽ കാണുന്ന ആർക്കി ബാക്ടീരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമോ ആസിഡോഫൈൽസ്. തെർമോ ആസിഡോഫൈൽസ് എന്നാ വിളിക്കാം അല്ലെ, തെർമോ ആസിഡോഫൈൽസ്. നെക്സ്റ്റ്. fill in the blanks. അല്ല, massive following. Protozoan is അതിൽ പ്രോട്ടോസോവൻ എന്താണ്ട് ഒരു സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ആണ് പാരമീസിയം. യൂഗ്ലിനോയിഡ്സ് എക്സാമ്പിൾ യൂഗ്ലീന. ഡൈനോഫ്ലാജെല്ലേറ്റ് എക്സാമ്പിൾ ഗോനുവാലാക്സ്. ക്രൈസോഫൈറ്റ് എക്സാമ്പിൾ ഡയാറ്റംസ്. ഓക്കെ. നെക്സ്റ്റ്. An organism that completely lacks cell wall. It is the smallest known organism and it can survive without oxygen. Oxygen വേണ്ട, സെൽ വോൾ ഇല്ല, ഏറ്റവും ചെറിയ ആൾക്കാർ. അയാളെ വിളിക്കുന്ന പേരാണ് മൈക്കോപ്ലാസ്മ. ആണോ? ആണ്. The algal component in lichen. ലൈക്കലിനെ ആൽഗൽ കമ്പോണന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈക്കോബയോണ്ട്. അപ്പം നമ്മളുടെ ഫംഗൽ കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് മൈക്കോബയോണ്ട്. മറന്നു പോകരുത്. ക്ലിയർ? ഡൺ. ഇത്രയാണ് ബേസിക്കലി ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. പ്ലാന്റ് കിങ്ഡം നോക്കിയേ, ഓടി നോക്കാം. നോക്ക്. മാസിവ് ഫോളോയിങ്. പ്രോതാലസ് എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റിന്റെ ഗാമറ്റോഫൈറ്റ്. ദാണ്ടെ ഗാമറ്റോഫൈറ്റ് തന്നിട്ടുണ്ട്. കോർലോയിഡ് റൂട്ട് ജിംനോസ്പേമിൽ സൈക്കസിൽ കാണുന്നതാണ് കോർലോയിഡ് റൂട്ട്. സൈക്കസ് തന്നിട്ടുണ്ട്. ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് റെഡ് ആൽഗയുടെ സ്റ്റോർഡ് ഫുഡ്. റെഡ് ആൽഗയുടെ സ്റ്റോർഡ് ഫുഡ് ആണ്. പ്രോട്ടോണിമ മോസസിന്റെ ടെറിഡോഫൈറ്റ്. ദാണ്ടെ മോസസ് എന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹോൾഡ് ഫാസ്റ്റ്, സ്റ്റൈപ്പ് ആൻഡ് ഫ്രോണ്ട്. ഏത് ആൽഗയ്ക്കാണ് ഈ 3 പാർട്സ് വരിക? ബ്രൗൺ ആൽഗയ്ക്കാണ് ഹോൾഡ് ഫാസ്റ്റും സ്റ്റൈപ്പും ഫ്രോണ്ടും വരിക. ബ്രൗൺ ആൽഗയെ വിളിക്കുന്ന പേരാണ് ഫിയോഫൈസിയെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The fusion of 2 gametes which are dissimilar in size. അതായത് ഷേപ്പ് സെയിം ആണ്, പക്ഷേ സൈസ് മാത്രം ഡിഫറെന്റ് ആയിട്ടുള്ള ഈ 2 gametes ഫ്യൂസ് ചെയ്താൽ ഇറ്റ് ഇസ് കോൾഡ് anisogamy. ഇതാണ്ടേ anisogamy. നെക്സ്റ്റ്. The name of the free living gametophyte in pteridophyte. ചിലപ്പോൾ തിരിച്ചും ചോദിക്കാം. The thalloid gametophyte in pteridophyte. It is called prothallus എന്നാണ് അതിനെ വിളിക്കുക. എന്താ വിളിക്കുക? Prothallus. Next. Juvenile stage of Moses is called. മോസസിന്റെ ജുവനൈൽ സ്റ്റേജിനെ, തുടക്കത്തിലെ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഗാമറ്റോഫൈറ്റിന്റെ തുടക്കത്തിലെ സ്റ്റേജ്, അതിനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോണിമ. സോ ബേസിക്കലി പ്രോട്ടോണിമ എന്താണെന്നും പ്രോതാലസ് എന്താണെന്നും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ്. റിസർവ് ഫുഡ് ഇൻ റോഡോഫൈസിയ. റോഡോഫൈസിയ എന്ന് പറയുന്ന റെഡ് ആൽഗയുടെ സ്റ്റോർഡ് ഫുഡിന്റെ പേര് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്റ്റാർച്ച് ആണല്ലോ. എന്താ അത്? യെസ്, ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാസ്റ്റർ ഫോളോയിങ്. വോൾവോക്സ് എന്തിന് എക്സാമ്പിളാ? ആൽഗയ്ക്ക് എക്സാമ്പിളാ. പൈനസ് ഒരു ജിംനോസ്പേമിന് എക്സാമ്പിളാ. സാൽവീനിയ സെലാസിനില സാൽവീനിയ ഹെട്രോസ്പോറസ് ടെറിഡോഫൈറ്റ്. മാർക്കാൻഷ്യ ബ്രയോഫൈറ്റ്, അതായത് നമ്മളെ ലിവർ വേർഡ്സ് ബ്രയോഫൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The male and female reproductive organ of bryophyte. ബ്രയോഫൈറ്റിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്തറിഡിയം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർക്കിഗോണിയം. സോ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗന്റെ പേരെന്താ? ആന്തറിഡിയം ആൻഡ് ആർക്കിഗോണിയം. ഓക്കെ. നെക്സ്റ്റ്. അഗർ എന്ന് പറയുന്ന മെറ്റീരിയൽ എവിടെ നിന്നാ കിട്ടുക? ഗ്രാസിലേറിയ ജലീഡിയം. ദാണ്ടെ ജലീഡിയം ഉണ്ട്. ജെമ്മ കപ്പ് മാർക്കാൻഷ്യ ലിവർ വേർഡ്സ് ആണ്. ദാണ്ടെ മാർക്കാൻഷ്യ ലിവർ വേർഡ്സ്. ഫ്യൂക്കോസാന്തിൻ ഫിയോഫൈസിയയുടെ പിഗ്മെന്റ് ആണ്. സോ ഫ്യൂക്കോസാന്തിൻ ഫിയോഫൈസിയെ. സ്പാഗ്നം പീറ്റ് മോസ് ആണ്. സോ മോസസിൽ വരുന്നതാണ് ദമോസ്. ഫൈക്കോ എറിത്രിൻ റെഡ് ആൽഗയ്ക്ക് പിഗ്മെന്റ് നൽകുന്നത് റോഡോഫൈസിയയുടെ പിഗ്മെന്റ്. മൈക്കോറൈസ നമ്മളെ പൈനസിൽ കാണുന്നതാണ്. ഇതാ പൈനസ് ഉണ്ട് ഇവിടെ. ക്ലിയർ? ഓക്കെ, കഴിഞ്ഞു. ഇതായിരുന്നു നമ്മളുടെ
പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ. റോക്കറ്റ് പോലെ പോണില്ലേ? ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇതൊക്കെ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക്. ഓക്കെ, മറന്നു പോകരുത്. നെക്സ്റ്റ്, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. എടാ, 2 പടം തന്നിട്ട്, മോർഫോളജിയിൽ ബേസിക്കലി ടെക്സ്റ്റിലെ പടങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ആ പടം വെച്ചിട്ട് അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. 2 പടം തന്നിട്ടുണ്ട്. ഫില്ലോടാക്സി, 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫില്ലോടാക്സിയുടെ പടമാണ് തന്നിരിക്കുന്നത്. ഡിഫൈൻ ഫില്ലോടാക്സി. എന്താ ഫില്ലോടാക്സി? ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ ഒരു അറേഞ്ച്മെന്റ്. എന്താ? ഇറ്റ് ഈസ് ദി അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ്. സോ ഫില്ലോടാക്സി മീൻസ് ഇറ്റ് ഈസ് ദി അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ സ്റ്റെം ഓർ ബ്രാഞ്ച്. ഒന്നുകിൽ സ്റ്റെമ്മില് അല്ലെങ്കിൽ ബ്രാഞ്ചില് ലീവ്സിന്റെ അറേഞ്ച്മെന്റ് വിളിക്കുന്ന പേരാണ് ഫില്ലോടാക്സി. ഫസ്റ്റ് കഴിഞ്ഞു. റൈറ്റ് ദ നെയിം ഓഫ് ഫില്ലോടാക്സി എ ആൻഡ് ബി. എ നോക്കിയേ. എ എന്ന് പറയുമ്പോൾ അവിടെ ഒരു നോഡിൽ നിന്നും ഒരു ലീഫേ അറേസ് ചെയ്യുന്നുള്ളൂ. സോ എ എന്ന് പറയുന്നതാണ് ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി. ബിയില് ഒരു നോഡിൽ നിന്നും 2 ലീഫ് ഓപ്പോസിറ്റ് ആയിട്ട് അറൈസ് ചെയ്യുന്നു. സോ ബി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ അറേഞ്ച്മെന്റ് ഓഫ് ഒവ്യൂൾസ് ഇൻസൈഡ് ഓവറി. ഓവറിക്കകത്ത് ഒവ്യൂൾസിനെ അറേഞ്ച് ചെയ്യുന്ന അറേഞ്ച്മെന്റ് വിളിക്കുന്ന പേരാണ് പ്ലാസന്റേഷൻ. അല്ലേ? അതാണ് പ്ലാസന്റേഷൻ. നെക്സ്റ്റ്, ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഷൂട്ട് എന്ന് പറഞ്ഞാൽ പ്ലൂമ്യൂൾ, അതായത് പ്ലൂമ്യൂളിൽ നിന്നാ ഷൂട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ റൂട്ട് എവിടെ നിന്നാ വരുന്നത്? റാഡിക്കിളിൽ നിന്നാണ് റൂട്ട് വരുന്നത്. നെക്സ്റ്റ്, ഔട്ടർ ഇന്റഗ്മെന്റ് ടെസ്റ്റ് ആയി മാറും. അങ്ങനെയാണെങ്കിൽ ഇന്നർ ഇന്റഗ്മെന്റ് ആരായി മാറും? ടെഗ്മൻ ആയി മാറും. അല്ലേ? നെക്സ്റ്റ്, ദ അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദ ഫ്ലോറൽ ആക്സിസ്. ഫ്ലോറൽ ആക്സിസിൽ ഫ്ലവേഴ്സിന്റെ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഇൻഫ്ലോറസൻസ്. എന്താ വിളിക്കുക? ഇൻഫ്ലോറസൻസ് എന്നാ വിളിക്കുക. നെക്സ്റ്റ്, ഇഫ് a fruit is formed without fertilization of ovary. ഓവറിയില് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഒരു ഫ്രൂട്ട് ഉണ്ടായാൽ that fruit is called a parthenocarpic fruit. അതിനെ വിളിക്കുന്ന പേരാണ് parthenocarpic fruit. എക്സാമ്പിൾ പറഞ്ഞേ parthenocarpic ഫ്രൂട്ടിന്. ബനാന. ഗുഡ്, ബനാന. നെക്സ്റ്റ്, ഒബ്സർവ് ദ റിലേഷൻ. പ്ലൂമ്യൂൾ കൊളിയോപ്റ്റൈൽ, അതായത് പ്ലൂമ്യൂളിന്റെ കവറിംഗ് കൊളിയോപ്റ്റൈൽ ആണെങ്കിൽ റാഡിക്കിളിന്റെ കവറിങ്ങിനെ വിളിക്കുന്ന പേരാണ് കൊളിയോറൈസ. ഒവ്യൂൾ സീഡ്, അതായത് ഒവ്യൂൾ ഫെർട്ടിലൈസേഷന് ശേഷം സീഡായി മാറും. അങ്ങനെയാണെങ്കിൽ ഓവറി ഫെർട്ടിലൈസേഷന് ശേഷം ഫ്രൂട്ടായി മാറും. നെക്സ്റ്റ്, ദ കോട്ടിലെഡൻ ഓഫ് മോണോകോട്ട് സീഡ് ഇസ് നോൺ ആസ്. മോണോകോട്ട് സീഡിന് ഒരു ഒറ്റ കോട്ടിലെഡൻ മാത്രമേ ഉള്ളൂ. ആ സിംഗിൾ കോട്ടിലെഡൻ ഇൻ മോണോകോട്ട് സീഡ് ഇസ് നോൺ ആസ് സ്ക്യൂട്ടെല്ലം. അതിനെ വിളിക്കുന്ന പേരാണ് സ്ക്യൂട്ടെല്ലം. ഓക്കെ, നെക്സ്റ്റ്, the transverse section of 2 flowers are taken. 2 ഫ്ലവേഴ്സിന്റെ ട്രാൻസ്ഫർ സെക്ഷൻ എടുത്തു. ഒരാൾക്ക് സുപ്പീരിയർ ഓവറിയും ഒരാൾക്ക് ഇൻഫീരിയർ ഓവറിയും. What are these flowers? So superior ovary ഉള്ള ഫ്ലവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പോഗൈനസ് ഫ്ലവർ. ഇൻഫീരിയർ ഓവറി ഉള്ള ഫ്ലവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പിഗൈനസ് ഫ്ലവർ. മറന്നു പോകരുത്. സോ ഹാഫ് ഇൻഫീരിയർ ഹാഫ് സുപ്പീരിയർ ഓവറി ഉള്ള ആളെ പെരിഗൈനസ് ഫ്ലവർ. ഓക്കെ, നെക്സ്റ്റ്, ഈസ്റ്റുവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ. 3 ഡിഫറെന്റ് ടൈപ്പ് ഈസ്റ്റുവേഷൻ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് പറയണം. ഇവിടെ ആദ്യത്തതിൽ എങ്ങനെയാ? ജസ്റ്റ് ടച്ച് ഈച്ച് അതർ, അതാണ് വാൽവേറ്റ് ഈസ്റ്റുവേഷൻ. രണ്ടാമത്തേൽ നോക്കിയേ, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഓവർലാപ്പ് ചെയ്യുന്നു, ദാറ്റ് ഇസ് ട്വിസ്റ്റഡ് ഈസ്റ്റുവേഷൻ. മൂന്നാമത്തതാണെങ്കിലോ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഈസ്റ്റുവേഷൻ, അതിനെയാണ് നമ്മൾ വെക്സിലറി ഈസ്റ്റുവേഷൻ എന്ന് വിളിക്കുന്നത്. സോ എ പാർട്ട് കഴിഞ്ഞു. ബി പാർട്ടിൽ പറയുന്നത് പെക്യുലാരിറ്റീസ് ഓഫ് കൊറോള ഇൻ സി. സോ സിയിലുള്ള പെക്യുലാരിറ്റി എന്താ? ഇവിടെ 3 ടൈപ്പ് പെറ്റൽസ് ഉണ്ട്. ഫസ്റ്റ് ഒരു ലാർജ് പെറ്റൽ, അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് പെറ്റൽ. പിന്നീട് 2 ചെറിയ പെറ്റൽസ്, അതിനെ വിളിക്കുന്ന പേരാണ് വിങ് പെറ്റൽസ്. ഏറ്റവും ചെറിയ പെറ്റൽസ് താഴെ, അതിനെ വിളിക്കുന്ന പേരാണ് കീൽ പെറ്റൽസ്. സോ സ്റ്റാൻഡേർഡ് പെറ്റൽ എന്ന് പറയുന്നത് ഒരെണ്ണവും വിങ് പെറ്റൽസ് എന്ന് പറയുന്നത് 2 എണ്ണവും കീൽ പെറ്റൽസ് 2 എണ്ണം. ഇങ്ങനെയാണ് വെക്സിലറി ഈസ്റ്റുവേഷനിൽ വരിക. ഓക്കെ, നെക്സ്റ്റ്, നെയിം ദ പാർട്സ് ഓഫ് ദ മോണോകോട്ട് എംബ്രിയോ. ഈ മോണോകോട്ട് എംബ്രിയോയുടെ പാർട്സ് പറയണം. ഇത് നോക്കടാ, എംബ്രിയോ ഇങ്ങനെ ഇരിക്കുമ്പോൾ എംബ്രിയോയുടെ ടിപ്പ് അതാണ് 2, അതാണ് പ്ലൂമ്യൂൾ. ഈ പ്ലൂമ്യൂളിന്റെ കവറിംഗ് ആണ് 1, അതിന്റെ പേരാണ് കൊളിയോപ്റ്റൈൽ. ഇനി അതിന്റെ ആ താഴത്തെ എൻഡ് അതാണ് 3, അതെന്താ? റാഡിക്കൽ. റാഡിക്കലിന്റെ കവറിംഗ് ആണ് 4, അതിന്റെ പേരാണ് കൊളിയോറൈസ. ക്ലിയർ? ഓക്കെ ആണോ? പറയുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ,
ഇത്രയേ ഉള്ളൂ നമ്മളുടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. മോർഫോളജി ക്ലിയർ ആണോടാ? പക്ക മോർഫോളജി പക്ക? ഓക്കെ ഡൺ. ലാസ്റ്റ് ചാപ്റ്റർ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ക്വസ്റ്റ്യൻ നോക്കിയോ. റൂട്ടില് റേഡിയൽ വാസ്കുലർ ബണ്ടിൽസ് ആണെങ്കിൽ സ്റ്റെമ്മില് എന്ത് ടൈപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ആ? സ്റ്റെമ്മിൽ കൺജോയിന്റ് ആയിരിക്കും. സൈലോം ഫ്ലോയം സെയിം റേഡിയസിലുള്ള കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽസ്. അടുത്തത് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽസ് ഡൈക്കോട്ടിലാണ് കാണുന്നതെങ്കിൽ മോണോകോട്ടിൽ എന്ത് ടൈപ്പ് വാസ്കുലർ ബണ്ടിൽസ് ആ കാണുക? ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ അല്ലേ? ആണ്. കേമ്പിയം ഇല്ലാത്ത ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിൽ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് ആൻസർ. All tissues on the inner side of endodermis. എൻഡോഡെർമസിന്റെ ഉള്ളിലേക്ക് വരുന്ന എല്ലാ ടിഷ്യൂസിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന എന്താ? അതായത് പെരിസൈക്കിളും വാസ്കുലർ ബണ്ടിലും പിത്തും എല്ലാരെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റീൽ എന്നാ വിളിക്കുക അല്ലെ? സ്റ്റീൽ എന്നാ വിളിക്കുക. നെക്സ്റ്റ്, നെയിം ദ ടൈപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽ ഇൻ ദ ഫിഗർ. ഇവിടുത്തെ വാസ്കുലർ ബണ്ടിൽ ഏതാ? അറേഞ്ച്മെന്റ്. അതായത് സൈലം ദാ ഒരു റേഡിയസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു, ഫ്ലോയം ദാ വേറൊരു റേഡിയസിൽ പുറത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നു. സോ ദ സൈലം ആൻഡ് ഫ്ലോയം ആർ അറേഞ്ച്ഡ് ഇൻ ടു ഡിഫറെന്റ് റേഡിയായി. ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ഇസ് കോൾഡ് റേഡിയൽ വാസ്കുലർ ബണ്ടിൽ. ഓക്കെ, എവിടെയാ കാണുക? റൂട്ടിലാ കാണുക. നെക്സ്റ്റ്, ഫസ്റ്റ് ഫോംഡ് സൈലത്തെ പ്രോട്ടോസൈലം എന്ന് വിളിച്ചാൽ ലേറ്റർ ഫോംഡ് സൈലത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? പിന്നീട് ഫോം ചെയ്ത സൈലത്തെ മെറ്റാസൈലം എന്നാ വിളിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, കുറെ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും ലീഫിന്റെ ഒക്കെ മിക്സഡ് ആയിട്ട് കുറെ ഫീച്ചേഴ്സ് തന്നിരിക്കുക. ഓരോന്നും വായിച്ചിട്ട് നമ്മൾ സ്റ്റെം ആണോ ലീഫാണോ റൂട്ടാണോ എന്ന് പറയണം. സ്പോഞ്ചി പാരൻകൈമ. സ്പോഞ്ചിയും പാലിസൈഡും ഉള്ളത് ആർക്ക് മാത്രമാണ്? ലീഫിന് മാത്രമേ ഉള്ളൂ. സോ അത് ലീഫിനാണ്. ഹൈപ്പോഡെർമസ് പ്രസന്റ്. ഒരാൾക്കും ഹൈപ്പോഡെർമസ് ഇല്ല, സ്റ്റെമ്മിന് മാത്രമേ ഹൈപ്പോഡെർമസ് ഉള്ളൂ. സോ സ്റ്റെം. എക്സാർച്ച് സൈലം. സൈലം എക്സാർച്ച് ആയിട്ട് എപ്പോഴും കാണുന്ന റൂട്ടിലും എൻടാർച്ച് ആയിട്ട് കാണുന്നത് സ്റ്റെമ്മിലുമാണ്. കൺജോയിന്റ് ആൻഡ് ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ. ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ കൺജോയിന്റ് ആയിട്ട് കാണണമെങ്കിൽ അത് സ്റ്റെമ്മിൽ മാത്രമേ കാണാൻ പറ്റൂ. ലാർജ് എംറ്റി ബുള്ളിഫോം സെൽസ്. ബുള്ളിഫോം സെൽസ് എപ്പോഴും ഗ്രാസിന്റെ ലീഫിൽ കാണുന്നതാണ് ബുള്ളിഫോം സെൽസ്. ലാസ്റ്റ് വൺ, എൻഡോഡെർമസ് വിത്ത് കാസ്പേറിയൻ സ്ട്രിപ്സ്. എൻഡോഡെർമസ് എന്ന് പറയുകയാണെങ്കിൽ അത് സ്റ്റെമ്മിലും റൂട്ടിലും ഉണ്ട്. കാസ്പേറിയൻ സ്ട്രിപ്സ് ഉള്ള എൻഡോഡെർമസ് റൂട്ടിൽ മാത്രമേ ഉള്ളൂ. സോ നോക്കടാ. സോ റൂട്ടിന്റെ 2 എണ്ണം, സ്റ്റെമ്മിന്റെ 2 എണ്ണം, ലീഫിന്റെ 2 എണ്ണം കിട്ടി. അത് നിങ്ങൾ ടേബിളിലാക്കി അറേഞ്ച് ചെയ്ത് എഴുതണം. ഓക്കെ, നെക്സ്റ്റ്, നെയിം ദ മൈന്യൂട്ട് ഓപ്പണിംഗ്സ് സീൻ ഇൻ യങ്ങർ സ്റ്റെം ആൻഡ് ലീഫ്. യങ്ങർ സ്റ്റെമ്മിലും ലീഫിലും ഒക്കെ വേണ്ടി മൈന്യൂട്ട് ഓപ്പണിംഗ്സ് കാണും. ട്രാൻസ്പിറേഷനും ഗേഷ്യസ് എക്സ്ചേഞ്ചിനും വേണ്ടിയിട്ടുള്ള. വാട്ട് ഇസ് ദിസ് മൈന്യൂട്ട് ഓപ്പണിംഗ്സ് കോൾഡ്? സ്റ്റൊമാറ്റ. പക്ക, എന്റെ പേരാണ് സ്റ്റൊമാറ്റ. ഓക്കെ, നെക്സ്റ്റ്. 2 വാസ്കുലർ ബണ്ടിൽ തന്നിട്ടുണ്ട് അല്ലെ, 2 പടം തന്നിട്ടുണ്ട്. ആരുടെ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. നോക്കിയേ, ആദ്യത്തെ പടത്തിൽ വാസ്കുലർ ബണ്ടിൽ ഇതാ ഒരു റിംഗ് അറേഞ്ച്മെന്റ് അല്ലെ. വാസ്കുലർ ബണ്ടിൽ ഒരു റിംഗ് അറേഞ്ച്മെന്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതാരാണ്. ഇതാണ് നമ്മളുടെ ഡൈക്കോട്ട് സ്റ്റെം എന്ന് മനസ്സിലാവും. രണ്ടാമത്തത് ഇവിടെ നോക്കിയാ വാസ്കുലർ ബണ്ടിൽ എല്ലാം സ്കാറ്റേർഡ് ആയിട്ട് കാണാം. അതാരാ? അതാണ് നമ്മളുടെ മോണോകോട്ട് സ്റ്റെം. ഇവരെ തമ്മിൽ തിരിച്ചറിയാൻ ഒരു ഡൗട്ടും ഇല്ല, കാരണം വളരെ സിമ്പിളായി നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ആൾക്കാരാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. റൈറ്റ് എനി 2 ഡിഫറൻസസ് ഇൻ ദെയർ വാസ്കുലർ ബണ്ടിൽ. അവരെ വാസ്കുലർ ബണ്ടിലുള്ള വ്യത്യാസം പറയാം. ഇവിടുത്തെ വാസ്കുലർ ബണ്ടിൽ എങ്ങനത്തെ അറേഞ്ച്മെന്റ് ആടാ? റിംഗ് അറേഞ്ച്മെന്റിലാണ് അല്ലെ, ഒരു റിംഗ് അറേഞ്ച്മെന്റിലാ. ഇവിടെ ആണെങ്കിൽ വാസ്കുലർ ബണ്ടിൽ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? സ്കാറ്റേർഡ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാസ്കുലർ ബണ്ടിൽ എല്ലാം എങ്ങനെയാ? സെയിം സൈസിലുള്ള വാസ്കുലർ ബണ്ടിൽ അല്ലെ. എല്ലാ വാസ്കുലർ ബണ്ടിലും സെയിം സൈസ് ആണ്. ഇവിടെ ആണെങ്കിലോ, ഇവിടെ സെൻട്രൽ വാസ്കുലർ ബണ്ടിൽസ് ലാർജർ ആണ്, പെരിഫറൽ വൺസ് സ്മോളർ ആണ്. 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് എഴുതിയാൽ മതി. പിന്നെ വേണമെങ്കിൽ മോണോകോട്ടിനകത്ത് വാസ്കുലർ ബണ്ടിലിന് ബണ്ടിൽ ഷീത്ത് ഉണ്ട്, ഡൈക്കോട്ടിൽ ബണ്ടിൽ ഷീത്ത് ഇല്ല എന്നൊക്കെ എഴുതാം കേട്ടോ. നെക്സ്റ്റ്, suggest a method for the identification of stem and root in plants based on the arrangement of protoxylem. So protoxylത്തിന്റെ അറേഞ്ച്മെന്റ് വെച്ചിട്ട് സ്റ്റെമ്മിനെയും റൂട്ടിനെയും എങ്ങനെ തിരിച്ചറിയാം? ഒരിടത്ത് എൻഡാർച്ചും ഒരിടത്ത് എക്സാർച്ചുവാ. എവിടെ എൻഡാർച്ച്? സ്റ്റെമ്മില് എൻഡാർച്ച് പ്രോട്ടോസൈലം, അതായത് പ്രോട്ടോസൈലം സെന്ററിലായിരിക്കും. റൂട്ടില് എക്സാർച്ച് പ്രോട്ടോസൈലം, അതായത് പ്രോട്ടോസൈലം ടുവേർഡ്സ് ദി പെരിഫറി ആയിരിക്കും. ക്ലിയർ? കഴിഞ്ഞു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്.
സോ ബേസിക്കലി ഈ 4 ചാപ്റ്റേഴ്സ് പ്ലാന്റ് കിങ്ഡം, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, മോർഫോളജി, അനാട്ടമി 4 പക്കാണേ. നോക്കിക്കോ എഴുതാൻ പോകുന്നു. ഇപ്പോൾ രാവിലെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എൻ്റെ മക്കൾക്ക് ഇതിനകത്ത് കാണൂ. നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് എഴുതുകയും ചെയ്യും. ക്ലിയർ? സാർ വെയിറ്റിംഗ്, ബിലാലിക്ക് അഖിൽ സാറും വെയിറ്റിംഗ്. അത് രണ്ടുപേരും ഞാൻ വിളിക്കാം. ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് എഴുതിക്കോ, നന്നായിട്ട് പഠിച്ചോ. ഓക്കെ, ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ് ഡാ. പോടാ ആകെ തരാം. ഹായ് ഗൈസ്, ഹലോ. ഷിനി MP, ഫാത്തിമ തസ്നി, ഹായ് ഹായ് ഹായ്. മുഹമ്മദ് ഷഹിൻ ഷാ, ഹായ്. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് ഈവനിങ് ഒക്കെ പറയാൻ തോന്നുന്നു. എടാ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നലെ രാത്രി ഞാൻ എനിക്കൊരു റെക്കോർഡ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അത് റെക്കോർഡ് ചെയ്തു 1 hour നിങ്ങൾക്കുള്ള ക്ലാസ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ റെക്കോർഡ് ചെയ്ത് 1 hour കഴിഞ്ഞപ്പോഴാണ് സാധനം റെക്കോർഡ് ആയിട്ടില്ല എന്ന് മനസ്സിലായത്. 7:30 മുന്നേ തീർക്കോ സാർ തുടങ്ങി. 7:30 ആകുമ്പോൾ ഇയാൾ പോയിക്കോ, തീർക്കാടാ. ഓക്കെ ശരി. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. പെട്ടെന്ന് തന്നെ തീർക്കട്ടെ. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. കുറേ നമ്മൾ നോക്കിയാൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. പെട്ടെന്നൊന്ന് സ്പീഡപ്പ്. ഇയാൾ കുറേ നേരമായല്ലോ ക്യാപ്സ്യൂൾ നോട്ട് എന്ന് പറയുന്നത്. ഇതാണ് ക്യാപ്സ്യൂൾ നോട്ട് ഈ കിട്ടാൻ പോകുന്നത്. വാട്ട് ഈസ് ദിസ് ഓർഗാനിസം? ഈ ഓർഗാനിസം ഏതാ മക്കളെ? വേഗം ആൻസർ പറഞ്ഞോ. ഈ ഓർഗാനിസത്തിൻ്റെ പേരെന്താ? സ്കൂൾ പോകാൻ ലേറ്റ് ആവും, പെട്ടെന്ന് തീർക്കൂടാ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് പ്ലൂറോബ്രാക്കിയ ആണല്ലേ. പ്ലൂറോബ്രാക്കിയയാണ്. പ്ലൂറോബ്രാക്കിയ ഏത് ഫൈലത്തിലാണ് ഉൾപ്പെടുന്ന കുട്ടികളെ? ടീനോഫോറ ഫൈലത്തിൽ ഉൾപ്പെടുന്ന ജീവിയാണ് അല്ലേ. ഇനി റൈറ്റ് എനി 2 ക്യാരക്ടേഴ്സ് ഓഫ് ദിസ് ഫൈലം. ഈ ഫൈലത്തിൻ്റെ ഏതെങ്കിലും 2 ക്യാരക്ടറാണ് പറയാൻ പറഞ്ഞത്. ഒന്നെന്താ നമുക്ക് പറഞ്ഞൂടെ? കോംബ് പ്ലേറ്റ്. ഒന്നാമത്തെ ക്യാരക്ടറാണ് കോംബ് പ്ലേറ്റ്. രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറയുക കുട്ടികളെ ബയോലൂമിനസെൻസ് അല്ലേ. ബയോലൂമിനസെൻസ്. വാട്ട് ഈസ് ബയോലൂമിനസെൻസ്? എബിലിറ്റി ടു എമിറ്റ് ലൈറ്റ് അല്ലേ. 2 കാര്യം പറയാം. ഇനി ഇത് നോക്ക്, നമ്മുടെ കോർഡിനേറ്റയുടെ ഡയഗ്രമാണ്. അതിനകത്ത് ഈ മുകളിൽ കാണുന്ന എന്ന് മാർക്ക് ചെയ്താൽ എന്താ കുട്ടികളെ? ഡോർസലായിട്ടുള്ള ഹോളോ നെർവ് കോഡാണ് അല്ലേ. ഡോർസൽ ഹോളോ നെർവ് കോഡാണ്. ബി ഏതാ കുട്ടികളെ? ബി ഈസ് നോട്ടോ കോഡ് അല്ലേ. ബി നോട്ടോ കോഡാണ്. പെട്ടെന്ന് പറഞ്ഞു പോ. സി എന്താടാ? സി പോസ്റ്റ് എയ്നൽ ടെയിലാണല്ലേ. പോസ്റ്റ് എയ്നൽ ടെയിലാണ്. മക്കളെ എനിക്ക് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ എണീറ്റിരുന്നത്. കാരണം 2 മണി 3 മണി ആയിട്ടുണ്ട് കിടന്നപ്പോൾ. വേറൊരു വീഡിയോ ചെയ്യാണ്ടായിരുന്നു, ബട്ട് അങ്ങനെ പെട്ടുപോയി. എന്നിട്ട് ഇപ്പോൾ എണീറ്റതാ. ഓക്കെ. ആൻഡ് വാട്ട് ഈസ് ദിസ്? ഡി എന്ന സംഭവം കുട്ടികളെ? ഡി ഈസ് ഫാരിഞ്ചിയൽ ഗിൽസ്ലിറ്റ്സ് ആണല്ലേ. ഫാരിഞ്ചിയൽ. അപ്പോൾ ഞാനും വേഗം തീർക്കാനാണ് പറയുന്നത്. ഫാരിഞ്ചിയൽ ഗിൽസ്ലിറ്റ്സ് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ ഒരു സ്ട്രക്ചർ എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് നെയിം ദ ആനിമൽ. ഇതേതാടാ ആനിമൽ? ഹൂ ഈസ് ദിസ്? ദിസ് ഈസ് ഹിപ്പോ ക്യാമ്പസ് അല്ലേ. ഹിപ്പോ ക്യാമ്പസ് കടൽ കുതിരയാണ്. ഓക്കെ. നെയിം ദ ക്ലാസ്. ഏതാ ക്ലാസ്? ഇയാൾ വിടുന്ന ക്ലാസ് ഏതാ കുട്ടികളെ? ഒസ്റ്റീത്തൈസ് അല്ലേ. ഇറ്റ് ബിലോങ് ടു ഒസ്റ്റീത്തൈസ്. അതിൽ ഏതെങ്കിലും 2 ക്യാരക്ടർ നമുക്ക് എഴുതിക്കൂടെ? ഇയാൾക്ക് സൈക്ലോയിഡ് സ്കെയിലാണുള്ളത് എന്ന് എഴുതാം. ഒപ്പർകുലം അല്ലെങ്കിൽ ഗിൽ കവർ ഉണ്ട് എന്നുള്ളത് എഴുതാം അല്ലെ. മൗത്ത് ടെർമിനൽ ആണെന്നുള്ള കാര്യം എഴുതാം. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ഐഡൻറ്റിഫൈ ദ പിക്ചർ. ഈ പിക്ചറിൽ എന്താ കാണിക്കുന്നത് കുട്ടികളെ? നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റിനെയാണ് കാണിക്കുന്നത്. ഹൗ ഡസ് ദിസ് സ്ട്രക്ചർ ഹെൽപ്പ് ദ ഓർഗാനിസം? എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്? ഡിഫെൻസിന് സഹായിക്കുന്നു. ക്യാപ്ചർ ഓഫ് പ്രേ അല്ലേ, ഇര പിടിക്കാൻ വേണ്ടി. ക്യാപ്ചർ ഓഫ് പ്രേ, ഇര പിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ആങ്കറേജിന് സഹായിക്കുന്നു. ആങ്കറേജ് അല്ലേ, എവിടെയെങ്കിലും പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. വെരി ഗുഡ്. അടുത്തത് ഐഡൻറ്റിഫൈ ഓവിപാരസ് മാമൽ. ആരാടെ മക്കളെ? ഓർണിത്തോറിഞ്ചസ് ആണല്ലേ. അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കാറുണ്ട്? പ്ലാറ്റിപ്പസ് എന്ന് വിളിക്കാറുണ്ട്. വെരി ഗുഡ്. അടുത്തത് കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആക്കാനാണ്. നോക്കൂ മക്കളെ, വെർട്ടിബ്രേറ്റെ അഗ്നാത്ത എന്നും അടുത്ത ഡിവിഷൻ്റെ പേരെന്താ മക്കളെ? നാത്തോസ്റ്റൊമാറ്റ എന്നല്ലേ വിളിക്കുക. അഗ്നാത്ത ആൻഡ് നാത്തോസ്റ്റൊമാറ്റ. നാത്തോസ്റ്റൊമാറ്റനെ 2 സൂപ്പർ ക്ലാസ് ആക്കിയിട്ടുണ്ട്. ഏതൊക്കെ? പിസസ്,
ടെട്രാപോഡ. ടെട്രാപോഡ. പീസസിനകത്താണ് കോൺട്രിത്തൈസും ഒസ്റ്റീത്തൈസും. ശരിയല്ലേ? കോൺട്രിത്തൈസ്, ഒസ്റ്റീത്തൈസ്. ടെട്രാപോഡയിൽ ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ്, മാമൽസ് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് നമ്മൾ നേരെ ബയോമോളിക്യൂൾസിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ എൻസൈമിൽ പ്രോട്ടീൻ പാർട്ട് ഉണ്ട്, നോൺ പ്രോട്ടീൻ പാർട്ട് ഉണ്ട് അല്ലേ? പ്രോട്ടീൻ പാർട്ടിനെ നമ്മൾ എന്താ വിളിക്കുക? നോൺ പ്രോട്ടീൻ പാർട്ടുകളെ നമ്മൾ കോഫാക്ടറുകൾ എന്നാണ് വിളിക്കുക. പ്രോട്ടീൻ പാർട്ടിനെ നമ്മൾ എന്താ വിളിക്കുക? അപ്പോ എൻസൈം എന്നല്ലേ വിളിക്കുക? പ്രോട്ടീൻ പാർട്ട് ഈസ് കോൾഡ് അപ്പോ എൻസൈം അല്ലേ? അടുത്തത് കോഫാക്ടേഴ്സ് എത്ര ടൈപ്പാണ്? 3 ടൈപ്പാണ്. മെറ്റൽ അയോൺ, കോ എൻസൈം, പിന്നെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് അല്ലേ? ഇതെല്ലാത്തിൻ്റെ എക്സാമ്പിൾ പഠിക്കണേ. കോ എൻസൈമിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെ? NADയും NADPയും അല്ലേ? മെറ്റൽ അയോണിൻ്റെ എക്സാമ്പിൾ എന്താ? Zn2+ അല്ലേ? നോക്കൂ, കാർബോക്സി പെപ്റ്റിഡൈസ് എന്ന് പറയുന്ന എൻസൈമിൽ സിങ്ക് ആണ് മെറ്റൽ അയോണായിട്ട് ആക്ട് ചെയ്യുന്നത്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പിൻ്റെ എക്സാമ്പിൾ ആണ് ഹീം ഈസ് ദ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഇൻ 2 എൻസൈംസ്. ഏതൊക്കെ എൻസൈമാ? പെറോക്സിഡൈസ് എന്ന് പറയുന്ന എൻസൈം, കാറ്റാലൈസ് എന്ന് പറയുന്ന എൻസൈം. ഈ 2 എൻസൈമിലും ഹീമാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഈ പ്രോസ്തെറ്റിക് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, ഇറ്റ് സ്ട്രോങ്ലി ബൈൻഡ് ടു അപ്പോ എൻസൈം. അപ്പോ എൻസൈമിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്യും. അതേ സമയത്ത് കോ എൻസൈം വളരെ വീക്ക് ബൈൻഡിങ് ആണ്. ബൈൻഡിങ് വളരെ വീക്കാണ്. ഓക്കെ, വാട്ട് ഹാപ്പൻസ് വെൻ കോഫാക്ടർ ഈസ് റിമൂവ്ഡ്? നമ്മളൊരു എൻസൈമിൽ നിന്ന് കോഫാക്ടറിനെ റിമൂവ് ചെയ്ത് എന്താ? ദാറ്റ് ലീഡ് ടു ലോസ് ഓഫ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി അല്ലേ? എൻസൈമിന് അതിൻ്റെ കാറ്റാലിറ്റിക് ആക്ടിവിറ്റി നഷ്ടപ്പെടും. ദാറ്റ് ലീഡ് ടു ലോസ് ഓഫ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി. എൻസൈമിന് അതിൻ്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ലോസ് ഓഫ് ആക്ടിവിറ്റി, എൻസൈമിൻ്റെ ആക്ടിവിറ്റി നഷ്ടപ്പെടാൻ കാരണമാവും. അടുത്ത്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ന്യൂക്ലിയോസൈഡ്സ് ആൻഡ് ന്യൂക്ലിയോടൈഡ്സ്. എന്താ മക്കളെ ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ? ഒരു പെൻഡോസ് ഷുഗർ അല്ലേ? റൈബോസ് പോലത്തെ പെൻഡോസ് ഷുഗറും നൈട്രജൻ ബേസും കൂടെ അറ്റാച്ച് ചെയ്യുന്നതാണ് ന്യൂക്ലിയോസൈഡ്. ഇനി ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാലോ? പെൻഡോസ് ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ് പ്ലസ് ഫോസ്ഫേറ്റ്. നമ്മൾ രാത്രിയും ഡിസ്കസ് ചെയ്തതാണ്. സെറ്റ് അല്ലേ? പ്രൈമറി മെറ്റബോളൈറ്റ് ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്. നോക്കൂ, പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആർ ദോസ് ബയോമോളിക്യൂൾ വിച്ച് ആർ നീഡഡ് ഫോർ നോർമൽ ഗ്രോത്ത്. ഒരു ജീവിയുടെ നോർമൽ ഗ്രോത്ത്, നോർമൽ ഡെവലപ്മെൻറ്റ് ആൻഡ് റീപ്രൊഡക്ഷൻ. ഒരു ജീവിയുടെ നോർമൽ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും റീപ്രൊഡക്ഷനും അത്യന്താപേക്ഷിതമായിട്ടുള്ള ബയോമോളിക്യൂളുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു കുട്ടികളെ? പ്രൈമറി മെറ്റബോളൈറ്റ് എന്ന് വിളിക്കുന്നു. ദോസ് മെറ്റബോളൈറ്റ്സ് വിച്ച് ആർ നോട്ട് റിക്വയർഡ് ഫോർ ദ നോർമൽ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് റീപ്രൊഡക്ഷൻ, നോട്ട് നെസസറി ഫോർ നോർമൽ ഗ്രോത്ത്. നോർമൽ ഗ്രോത്തോ ഡെവലപ്മെൻറ്റോ റീപ്രൊഡക്ഷനോ നടക്കാൻ ആവശ്യമില്ലാത്തവരെയാണ് സെക്കൻഡറി എന്ന് വിളിക്കുന്നത്. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിഗേസസ് ആൻഡ് ലയാസസ്? ലിഗേസസിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് കാറ്റലൈസ് ജോയിനിങ് ഓഫ് മോളിക്യൂൾസ് അല്ലേ? മോളിക്യൂൾസ് ജോയിൻ ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ലയാസസോ ഇറ്റ് കാറ്റലൈസ് റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സ് അല്ലേ? ഗ്രൂപ്പ്സിനെ റിമൂവ് ചെയ്യുന്ന റിയാക്ഷനെയാണ് കാറ്റലൈസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇറ്റ് കാറ്റലൈസ് റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സ്. അടുത്തത്, വാട്ട് ഈസ് എ ആൻഡ് ബി? എ എന്താ കുട്ടികളെ? വാട്ട് ഈസ് ദിസ് ഗ്രാഫ്? ഈ ഗ്രാഫ് എന്താ കാണിക്കുന്നത് കുട്ടികളെ? ദിസ് ഈസ് ആക്ച്വലി ദ ഗ്രാഫ് ഷോയിങ് ഹൗ എൻസൈംസ് ഇൻക്രീസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. അതിൽ എ എന്താ കുട്ടികളെ? എ ഈസ് ആക്ടിവേഷൻ എനർജി അല്ലേ? ആക്ടിവേഷൻ എനർജി. ഓക്കെ, എ ഈസ് ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം. എൻസൈം ഇല്ലാത്തപ്പോഴുള്ള ആക്ടിവേഷൻ എനർജിയാണ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം. റെഡി ആണല്ലോ? മെൻഷൻ ദ റോൾ ഓഫ് എൻസൈം. എൻസൈമിൻ്റെ റോൾ എന്താ കുട്ടികളെ? എൻസൈം ഡിക്രീസ് ആക്ടിവേഷൻ എനർജി. ശരിയല്ലേ കുട്ടികളെ? റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജി കുറക്കുന്നു, അതുവഴി ഇറ്റ് ഇൻക്രീസ് ദ റേറ്റ്. അങ്ങനെയാണ് എൻസൈം റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുന്നത്. സെറ്റാണല്ലോ? നെയിം എ പ്രോട്ടീൻ ദാറ്റ് എനേബിൾ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ഇൻ ടു സെൽ. സെല്ലുകളിലേക്ക് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് നടക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഏതാ കുട്ടികളെ? GLUT4 അല്ലേ? GLUT4. ഗ്ലൂട്ട് എന്ന് എഴുതിയാൽ പോലും മാർക്ക് കിട്ടും കേട്ടോ. GLUT4 എന്നൊന്നും എഴുതണമെന്നില്ല, ഗ്ലൂട്ട് എന്ന് എഴുതിയാലും മതി. ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് നൈട്രജൻ ബേസസ്. നോക്കൂ, നമുക്ക് 2 ബേസുകളുടെ ചിത്രമല്ലേ NCERT തന്നിട്ടുള്ളൂ, അഡിനിൻ്റെയും യുറാസിലിൻ്റെയും. യുറാസിൽ ചെറുതാണ്, അഡിനിൻ വലുതാണ്. അപ്പോൾ എ ആരായിരിക്കും? എ വലിയ മോളിക്യൂൾ അല്ലേ? സോ അഡിനിൻ. യുറാസിൽ ഒരൊറ്റ റിങ്ങുള്ള ആളാണ്, അപ്പോൾ യുറാസിൽ ചെറിയ ആൾ, ഒരൊറ്റ റിങ്ങുള്ള ആൾ യുറാസിലാണ്. അടുത്തൊരു ചോദ്യമുണ്ട്, റൈറ്റ് ദ ന്യൂക്ലിയോസൈഡ്സ് ഓഫ് ദീസ്. അതായത് നിങ്ങൾ ഈ അഡിനിനടുത്ത് റൈബോസിലേക്ക് അറ്റാച്ച് ചെയ്ത ഒരു ന്യൂക്ലിയോസൈഡാണ് കിട്ടുക. അതിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചത്? ആ ന്യൂക്ലിയോസൈഡിനെ നമ്മൾ അഡിനോസിൻ എന്നാണ് വിളിക്കുക. യുറാസിലിന് റൈബോസിലേക്ക് അറ്റാച്ച് ചെയ്താൽ എഗെയിൻ യു വിൽ ഗെറ്റ് എ ന്യൂക്ലിയോസൈഡ്. അതിനെ നമ്മൾ എന്താ വിളിക്കുക? യുറിഡിൻ എന്നാണ് വിളിക്കുക. ഇത് രണ്ടും റെഡി ആണല്ലോ? സെറ്റാണല്ലോ? ഓക്കെ, വെരി ഗുഡ്. അടുത്തത്, എക്സാമ്പിൾസ് ഓഫ് 2 എൻസൈമാറ്റിക് റിയാക്ഷൻ എ ആൻഡ് ബി ആർ ഗിവൺ. ഐഡൻറ്റിഫൈ ദ റിയാക്ഷൻ. ഒന്നാമത്തെ, എസ് റെഡ്യൂസ്ഡ് എസ് ഡാഷ് ഓക്സിഡൈസ്ഡ് ഗീവ്സ് എസ് ഓക്സിഡൈസ്ഡ് പ്ലസ് എസ് ഡാഷ് റെഡ്യൂസ്ഡ്. ഇതെന്താ? ഓക്സിഡേഷൻ റിഡക്ഷൻ വന്നു. സോ ദിസ് ഈസ് ആക്ച്വലി ഓക്സിഡോ റിഡക്റ്റേസ് അല്ലേ മക്കളെ? ദിസ് ഈസ് ഓക്സിഡോ റിഡക്റ്റേസ് ആണ്. അടുത്തത് നോക്ക്, എസ് ജി പ്ലസ് എസ് ഡാഷ് ഗീവ്സ് എസ് പ്ലസ് എസ് ഡാഷ് ജി. ഇതെന്താ കുട്ടികളെ? ട്രാൻസ്ഫറേസ് അല്ലേ?
ട്രാൻസ്ഫറേസ് ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. ട്രാൻസ്ഫർ റിയാക്ഷൻ ആണ് നടക്കുന്നത്. നൗ ഐഡൻറ്റിഫൈ ദ പ്രോട്ടീൻ. അടുത്തത് വൈ ആർ പ്രോട്ടീൻസ് ഹെറ്റിറോ പോളിമേഴ്സ്. എന്തുകൊണ്ടാണ് പ്രോട്ടീൻ എപ്പോഴും ഹെറ്റിറോ പോളിമർ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ്. വാട്ട് ഈസ് ഹോമോ പോളിമർ? ഇപ്പോൾ നിങ്ങൾ ഗ്ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് മാത്രം ചേർത്ത് വെച്ചിട്ടൊരു പ്രോട്ടീൻ ഉണ്ടാക്കിയാൽ അതൊരു ഹോമോ പോളിമറാണ്. പക്ഷേ ഇൻ അവർ ബോഡി ഓൾ പ്രോട്ടീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ്. അപ്പോൾ വ്യത്യസ്ത ആളുകളെ ചേർത്ത് വെച്ചുണ്ടാക്കുന്ന പോളിമറുകളെയാണ് ഹെറ്റിറോ പോളിമേഴ്സ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ കോ പോളിമേഴ്സ് എന്ന് വിളിക്കുക. സോ പ്രോട്ടീൻസ് ആർ ഓൾവേസ് ഹെറ്റിറോ പോളിമേഴ്സ് ബിക്കോസ് ഇതൊരു 3 തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യം കേട്ടോ. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾവേസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ്. ക്ലിയർ അല്ലേ? നൗ ഐഡൻറ്റിഫൈ ദ പ്രോട്ടീൻസ് ഫ്രം ദ ഗിവൺ ലിസ്റ്റ് ഓഫ് മൈക്രോ മോളിക്യൂൾ ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. സെല്ലുലോസ് പ്രോട്ടീൻ ആണോ? അല്ല. സ്റ്റാർച്ച് പ്രോട്ടീൻ ആണോ? അല്ല. ഇനുലിൻ പ്രോട്ടീൻ ആണോ? അല്ല. ഇനുലിൻ ഒരു പോളിസാക്കറൈഡ്. ആൻറ്റിബോഡി മാത്രമാണ്. അയാളുടെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്. രോഗം ഉണ്ടാക്കുന്ന ആളുകൾക്കെതിരെ ഫൈറ്റ് ചെയ്യുക. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ ഇൻ എ ആൻഡ് ബി. ഏതാടാ? സെക്കൻഡറി സ്ട്രക്ചർ ആണല്ലേ. ശരിക്കും ഇതൊരു ആൽഫ ഹെലിക്സ് സെക്കൻഡറി സ്ട്രക്ചർ ആണ്. ആൻഡ് വാട്ട് ഈസ് ദിസ് ബി? ബി എന്താ മക്കളെ? ദാറ്റ് ഈസ് ടെർഷ്യറി സ്ട്രക്ചർ. ഒബ്സർവ് ദ ഗ്രാഫ്. വാട്ട് ഡസ് ദ ഗ്രാഫ് റെപ്രസെൻറ്റ്? എന്താ? ഓക്സിജൻ ഡിസോസിയേഷൻ കർവാണ് ഈ ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. റൈറ്റ് എനി 3 കണ്ടീഷൻസ് ഇൻ ദ ആൽവിയോളൈ ദറ്റ് ഫേവർ ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. ആക്ച്വലി ഈ ODC അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ എന്ന് പറഞ്ഞാൽ ഓക്സി ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷനെയോ ഡിസോസിയേഷനോ അഫക്റ്റ് ചെയ്യുന്ന ഏതൊരു ഫാക്ടറും ODCയെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ആൻഡ് ദോസ് ഫാക്ടേഴ്സ് ആർ PCO2, H+ കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ. ഓക്കെ, ഒരു കാര്യം പഠിച്ചോ. നോക്കൂ, നിങ്ങളുടെ ആൽവിയോളസിൽ PCO2 കുറവാണ്, H+ കുറവാണ്, ടെമ്പറേച്ചർ കുറവാണ്. സോ ദാറ്റ് ലീഡ് ടു ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. അത് ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷനെയാണ് ഫേവർ ചെയ്യുന്നത്. ഇനി ടിഷ്യൂവിൽ നേരെ ഓപ്പോസിറ്റ്, ഇതൊക്കെ കൂടുതലാണ്. PCO2, H+, ടെമ്പറേച്ചർ ഇതൊക്കെ കൂടുതലാണ്. സോ ഇറ്റ് ഫേവേഴ്സ് ഡിസോസിയേഷൻ. ക്ലിയർ ആണോ? ഇങ്ങനെ ഓർത്താൽ മതി കേട്ടോ. കുറഞ്ഞാൽ ഫോർമേഷൻ, PCO2, H+, ടെമ്പറേച്ചർ ഇതൊക്കെ കുറഞ്ഞാൽ ഫോർമേഷൻ, ഇതൊക്കെ കൂടിയാൽ ഡിസോസിയേഷൻ. അപ്പോൾ ടിഷ്യൂവിൽ ഡിസോസിയേഷനാണ്, ആൽവിയോളസിൽ ഫോർമേഷനാണ്. അപ്പോൾ ആ ഫോർമേഷൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ PCO2 എന്നൊന്നും എഴുതിയാൽ പോരാ. ഡിക്രീസ്ഡ് PCO2, ഡിക്രീസ്ഡ് H+, ഡിക്രീസ്ഡ് ടെമ്പറേച്ചർ, അങ്ങനെ തന്നെ എഴുതി കൊടുക്കണം. ഓക്കെ, നൗ ഡാഷ് ഈസ് എ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് കോസിങ് വീസിങ്. ഇതേതാ കണ്ടീഷൻ? വീസിങ് ഒക്കെയുള്ള കണ്ടീഷൻ. വെരി ഗുഡ്, ആസ്മയാണ് അല്ലേ വീസിങ് ഒക്കെയുള്ള കണ്ടീഷൻ. അടുത്തത് നെയിം ഡിഫറെൻറ്റ് റെസ്പിറേറ്ററി സെൻറ്റേഴ്സ് സിറ്റുവേറ്റഡ് ഇൻ ദ ബ്രെയിൻ, എക്സ്പ്ലെയിൻ ദെയർ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ആൻഡ് മോഡറേറ്റിംഗ് റിതം. നമ്മുടെ ബ്രെയിനിലെ വ്യത്യസ്ത റെസ്പിറേറ്ററി സെൻറ്റേഴ്സ് ഏതൊക്കെ കുട്ടികളെ? നമുക്ക് അറിയുന്ന കാര്യമല്ലേ. ഒന്നാമത്തെ എന്താ? റെസ്പിറേറ്ററി റിതം സെൻറ്റർ അല്ലേ, ഇൻ ദ മെഡുല ഒബ്ലോങ്ങേറ്റ. അടുത്തെന്താ? ന്യൂമോടാക്സിക് സെൻറ്റർ ഇൻ ദ പോൺസ്. പിന്നെ ഇതാ കീമോ സെൻസിറ്റീവ് ഏരിയ അല്ലേ. നോക്കൂ, ദിസ് ഈസ് ദ പ്രൈമറി സെൻറ്റർ. റെസ്പിറേറ്ററി റിതം സെൻറ്റർ ഈസ് ദ പ്രൈമറി സെൻറ്റർ. ന്യൂമോടാക്സിക് സെൻറ്റർ ഇറ്റ് ഡിക്രീസ് ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിരേഷൻ. കീമോ സെൻസിറ്റീവ് ഏരിയ സെൻസിറ്റീവ് ടു H+ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. നൗ റെസ്പിറേറ്ററി ഡിസോർഡർ ഇൻ വിച്ച് ആൽവിയോളാർ വാൾസ് ആർ ഡാമേജ്ഡ് അല്ലേ. ഏതാ കുട്ടികളെ? എംഫൈസിമയാണ് അല്ലേ. എംഫൈസിമയാണ് അല്ലേ. ദാറ്റ്സ് ഇറ്റ്, വെരി ഗുഡ്. അടുത്തത് വാട്ട് ഡസ് എ ഡിനോട്ട്? ഇതിലെ എ എന്തിനെയാണ് കുട്ടികളെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? കാർബോണിക് എൻഹൈഡ്രേസ്. ശരിയാണല്ലോ, കാർബോണിക് എൻഹൈഡ്രേസ്. ഒബ്സർവ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ECG. വാട്ട് ഈസ് എക്സ്പാൻഷൻ ഓഫ് ECG? നിങ്ങളോട് വെറുതെ ECGയുടെ എക്സ്പാൻഷൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടതെന്ന് അറിയോ? ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ് പറയേണ്ടത്, ഗ്രാഫ് എന്നല്ല. ആ മെഷീനിൻ്റെ പേരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. നിങ്ങൾ ഇങ്ങനെ കാണുന്ന ഈ ഒരു വേവിൻ്റെ പേര് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ്. വാട്ട് ഡു P ആൻഡ് QRS റെപ്രസെൻറ്റ്? P എന്താ? ഡീപോളറൈസേഷൻ ഓഫ് അട്രിയ, ദാറ്റ് ലീഡ് ടു അട്രിയൽ കൺട്രാക്ഷൻ ഓർ അട്രിയൽ സിസ്റ്റോൾ. QRS depolarization of ventricle lead to ventricular systole. T wave repolarization of ventricle lead to ventricular diastole അല്ലേ. റെഡി അല്ലേ? അടുത്തത് പ്ലാസ്മയിൽ നിന്ന് ക്ലോട്ടിംഗ് ഫാക്ടർ ഒഴിവാക്കിയ എന്താ കിട്ടുക? സീറം അല്ലേ. ഇനി ബ്ലഡ് ഗ്രൂപ്പ് നോൺ ആസ് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് ഏതാ? AB. അതിൻ്റെ കാരണം അറിയാലോ. ഡോണർ ഏതാ? യൂണിവേഴ്സൽ ഡോണർ O ഗ്രൂപ്പ്. പ്രൊട്ടക്റ്റീവ് ഡബിൾ വാൾഡ് മെംബ്രെയിൻ ഓഫ് ഹാർട്ട് ഏതാടാ? ദാറ്റ് ഈസ് പെരിക്കാർഡിയം അല്ലേ. പെരിക്കാർഡിയം. പേസ് മേക്കർ ഓഫ് ഹ്യൂമൻ ഹാർട്ട് ആരാ കുട്ടികളെ? ദാറ്റ് ഈസ് SA നോഡ് അല്ലേ. വൈ SA നോഡ് ഈസ് കോൾഡ് പേസ് മേക്കർ? ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസ് മാക്സിമം നമ്പർ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. മാക്സിമം ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്ന ആൾ SA നോഡാണ്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് പേസ് മേക്കർ അല്ലേ. ക്ലാസിഫൈ ദ ഫോളോയിങ് ടേംസ് അണ്ടർ 2 സ്യൂട്ടബിൾ ഹെഡിങ്സ്. കുറേ WBCകളുടെ പേരാ തന്നുള്ളത്. ന്യൂട്രോഫിൽ, ഇയോസ്നോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ് ഒക്കെ. ഇവരെ 2 ഗ്രൂപ്പാക്കാൻ പറഞ്ഞാൽ ദാറ്റ് ആക്ച്വലി മീൻസ് ഗ്രാനുലോസൈറ്റും അഗ്രാനുലോസൈറ്റും ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, WBCകൾ നമ്മൾ 2 ഗ്രൂപ്പാക്കിയിട്ടുണ്ട്. ഗ്രാനുലോസൈറ്റ്,
അഗ്രാനുലോസൈറ്റ് അല്ലേ. നോക്കൂ, അഗ്രാനുലോസൈറ്റ് ഗ്രൂപ്പിൽ രണ്ടാളാണ് വരുന്നത്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. അതേസമയത്ത് ഗ്രാനുലോസൈറ്റ് ഗ്രൂപ്പിൽ വരുന്നതോ ന്യൂട്രോഫിൽ, ഇയോസിനോഫിൽ, ബേസോഫിൽ. ക്ലിയർ ആണല്ലോ? ഇതാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, അടുത്തത് മേക്ക് എ ഡയഗ്രമാറ്റിക് സ്കെച്ച് ഓഫ് ഹ്യൂമൻ ഡബിൾ സർക്കുലേഷൻ ലേബൽ 3 അസോസിയേറ്റഡ് ഓർഗൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണത് അല്ലേ. നമുക്ക് റൈറ്റ് അട്രിയം, ലെഫ്റ്റ് അട്രിയം അല്ലേ. അടുത്ത ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടാണ്, അതുകൊണ്ടാണ് റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ നമ്മൾ പഠിച്ചതാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ബോഡി പാർട്സ്. നീല കളറിൽ ഞാൻ കാണിച്ചത് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ദാറ്റ് കം ടു റൈറ്റ് അട്രിയം. റൈറ്റ് അട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകടാ? ലങ്സിലോട്ട് പോകും. ലങ്സിൽ വെച്ച് ഓക്സിജനേഷൻ നടക്കും. ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് അട്രിയത്തിലോട്ട് വരും, ലെഫ്റ്റ് വെൻട്രിക്കിലോട്ട് വരും, അവിടെ നിന്ന് ബോഡി പാർട്സിലോട്ട് വീണ്ടും പോകും അല്ലേ. സോ ദിസ് സർക്കുലേഷൻ, നിങ്ങളുടെ ലങ്ങിലേക്ക് ബ്ലഡ് കൊടുക്കുന്ന ഈ സർക്കുലേഷനെയാണ് എന്ത് വിളിക്കുക? പൾമണറി സർക്കുലേഷൻ എന്ന് വിളിക്കുക. നിങ്ങളുടെ ബോഡി പാർട്സിലേക്ക് ബ്ലഡ് കൊടുക്കുന്ന സർക്കുലേഷനെയാണ് എന്ത് വിളിക്കുക? സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് വിളിക്കുക. പൾമണറി സർക്കുലേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? ഇറ്റ് ഹെൽപ്സ് ഇൻ ഓക്സിജനേഷൻ ഓഫ് ബ്ലഡ് അല്ലേ. നമ്മുടെ ബ്ലഡിൻ്റെ ഓക്സിജനേഷൻ നടക്കുന്നത്, ബ്ലഡിലേക്ക് ഓക്സിജൻ വരുന്നതും ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യപ്പെടുന്നതും ഈ ലങ്ങിലേക്ക് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ടല്ലേ. സോ ദാറ്റ് ഈസ് ദ സിഗ്നിഫിക്കൻസ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സിസ്റ്റമിക് സർക്കുലേഷൻ? ഇറ്റ് പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ടിഷ്യൂസ്. നമ്മുടെ ഓരോ ടിഷ്യൂകൾക്കും ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ കിട്ടുന്നത് അങ്ങോട്ട് സിസ്റ്റമിക് സർക്കുലേഷൻ നടക്കുന്നത് കൊണ്ടാണ്. നൗ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പൾമണറി സർക്കുലേഷൻ ഇൻ മാൻ? നമ്മൾ പറഞ്ഞു. നൗ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എറിത്രോസൈറ്റ്? ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ബ്ലഡ് അല്ലേ. നൗ പേസ് മേക്കർ ഓഫ് ഹ്യൂമൻ ഹാർട്ട് ആൻഡ് സിഗ്നിഫിക്കൻസ് നമ്മൾ പറഞ്ഞു. എസ്എനോടാണ് പേസ് മേക്കർ. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ? ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ നോർമൽ റിതം ഓഫ് ഹാർട്ട്. ഹാർട്ടിൻ്റെ നോർമൽ റിതം അല്ലെങ്കിൽ നോർമൽ ഹാർട്ട് റേറ്റ്, അതിൻ്റെ കാരണം എസ്എനോഡ് എന്ന് പറയുന്ന പേസ് മേക്കറാണ്. ഇപ്പോൾ പേസ് മേക്കർ അബ്നോർമൽ ആയാലോ, ദാറ്റ് ലീഡ് ടു അരിത്മിയ. പേസ് മേക്കർ അബ്നോർമൽ ആയാൽ അത് അരിത്മിയക്ക് കാരണമാകും. ദാറ്റ് ഈസ് ഹാർട്ട് റിതം ബിക്കം അബ്നോർമൽ. നോർമൽ പ്രഷർ ഓഫ് എ ഹ്യൂമൻ ബീങ് ആൻഡ് ഇറ്റ്സ് വേരിയേഷൻ. ബ്ലഡ് പ്രഷർ എത്രയാണ്? നോർമൽ എത്രയാണ് കുട്ടികളെ? 120/80 ആണ്. ഇൻ ഹൈപ്പർ ടെൻഷൻ ദാറ്റ് ഈസ് 140/90 ഓർ മോർ, അല്ലെങ്കിൽ അതിലും കൂടുക അല്ലേ. അപ്പോഴാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുക. നൗ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. വാട്ട് ഈസ് ഫംഗ്ഷൻ ഓഫ് ADH? ADH എന്താ കുട്ടികളെ? വാട്ടർ റീഅബ്സോർപ്ഷൻ ഫ്രം DCT ആൻഡ് കളക്ടിങ് ഡക്റ്റ്. ആൻജിയോടെൻസിൻ 2 എന്താ? ഇറ്റ് ഈസ് എ പവർഫുൾ വാസോ കൺസ്ട്രക്ടർ. വേറെയും ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് ഇതിലെടുക്കാൻ പറ്റിയത് അതാണ്. ANF എന്താ? ഡയലേറ്റ് ബ്ലഡ് വെസൽ ആൻഡ് ഡിക്രീസ് BP അല്ലെ. ആൽഡോസ്റ്റിറോൺ റീഅബ്സോർപ്ഷൻ ഓഫ് Na+ ആൻഡ് വാട്ടർ. റെഡി അല്ലേ കുട്ടികളെ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അടുത്തത് ഫൈൻഡ് ഔട്ട് ദ സ്യൂട്ടബിൾ ടേം ഫ്രം ദ ബോക്സ് ഓഫ് ദ ഡിസോർഡർ സ്റ്റേറ്റഡ്. അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്, അതിന് നമ്മൾ എന്താ പറയുക കുട്ടികളെ? യുറീമിയ എന്നാണല്ലോ പറയുക. ഇൻസോലിബിൾ ക്രിസ്റ്റലൈൻ മാസ് ഓഫ് സോൾട്ട് ഫോംഡ് ഇൻ ദ കിഡ്നി, ഏതാ കുട്ടികളെ? റീനൽ കാൽക്കുലൈ എന്നാണ് പറയുക. സർജിക്കൽ മെത്തേഡ് ഫോർ റീനൽ ഫെയിലിയർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലൈനെ നമ്മൾ എന്താ വിളിക്കുക? ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. റെഡി അല്ലേ? അടുത്തത് നോക്കൂ, നമ്മുടെ GFR കുറഞ്ഞാൽ JG സെൽ എന്തിനുണ്ടാക്കൂടാ? JGA എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഫുൾ ഫോം ചോദിച്ചേക്കാം. ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് അല്ലേ. ഇറ്റ് റിലീസ് റെനിൻ. അയാൾ ആൻജിയോടെൻസിനോജനെ എന്താക്കി മാറ്റും? ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റും. അത് പിന്നീട് ആൻജിയോടെൻസിൻ 2 ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും അല്ലേ. അയാൾ പിന്നീട് ആൻജിയോടെൻസിൻ 2 ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ആ ആൻജിയോടെൻസിൻ 2 പോയിട്ട് അഡ്രിനൽ കോർട്ടെക്സിൽ ആക്ട് ചെയ്യും. അപ്പോൾ അഡ്രിനൽ കോർട്ടെക്സിൽ നിന്ന് ആര് വരും? ആൽഡോസ്റ്റിറോൺ വരും. അയാൾ വാട്ടറിൻ്റെയും Na+ൻ്റെയും റീഅബ്സോർപ്ഷൻ ഉണ്ടാക്കും. ആൻജിയോടെൻസിൻ 2 ബ്ലഡ് വെസൽസിനെ കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ BP കൂടും. ദാറ്റ് ഫൈനലി ലീഡ് ടു ഇൻക്രീസ്ഡ് GFR കൂടാൻ കാരണമാകും. നൗ പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ എന്താ വിളിക്കുക? ഗ്ലൈക്കോസ്യൂറിയ. പ്രസൻസ് ഓഫ് കീറ്റോൺ ഇൻ യൂറിൻ ഈസ് കോൾഡ് കീറ്റോൺ യൂറിയ. ഇത് രണ്ടും ഏത് രോഗത്തിലാണ് കാണുക? ഇത് രണ്ടും കാണുന്നത് ഡയബറ്റീസ് മെല്ലിറ്റസ് അല്ലേ, പ്രമേഹ രോഗത്തിലാണ് ഇത് രണ്ടും കാണുക. നൗ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് സം ആർ ഗിവൺ ബിലോ. ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻസ് ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ്. നോക്കൂ, വെറുതെ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ആർത്രൈറ്റിസ് ആണ്. നിങ്ങളുടെ ജോയിൻറ്റിന് ഇൻഫ്ലമേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മീനിങ് ആർത്രൈറ്റിസ് എന്നാണ് പറയുക. ജോയിൻറ്റിൽ ഇൻഫ്ലമേഷൻ വരിക. ഇനി ആ ഇൻഫ്ലമേഷൻ യൂറിക് ആസിഡ് വന്നിട്ട് ജോയിൻറ്റിൽ ഇൻഫ്ലമേഷൻ വന്നാൽ അതിന് പ്രത്യേകമായിട്ട് പറയുന്ന പേരാണ് എന്ത്? ഗൗട്ട് അല്ലേ. റാപ്പിഡ് സ്പാസം ഓഫ് സ്കെലറ്റൽ മസിൽ ഡ്യൂ ടു ലോ കാൽഷ്യം ലെവൽ എന്താ? ദാറ്റ് ഈസ് ടെറ്റനി അല്ലേ മക്കളെ, ടെറ്റനി അല്ലേ. ദാറ്റ് ഈസ് കോൾഡ് ടെറ്റനി. ഏജ് റിലേറ്റഡ്, പ്രായമാകുമ്പോൾ ബോണിൻ്റെ ഡെൻസിറ്റി കുറയുക, എസ്പെഷ്യലി ഇൻ ഫീമെയിൽസ് ഡ്യൂ ടു ലോ ഈസ്ട്രോജൻ ലെവൽ. എന്താ പറയുക? ഓസ്റ്റിയോപോറോസിസ് അല്ലേ, ഓസ്റ്റിയോപോറോസിസ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മൈസ്തീനിയ ഗ്രേവിസ്, ഓർമ്മയുണ്ടല്ലോ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, നമ്മുടെ ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ നശിച്ചു പോകുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്
മയസ്തീനിയ ഗ്രേവിസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നെയിം ദ ടൈപ്പ് ഓഫ് സൈനോവിയൽ ജോയിൻറ്റ് പ്രസൻറ്റ് ഇൻ ദ ഫോളോയിങ് ബോഡി പാർട്സ്. നീ ജോയിൻറ്റ് ഏതാണ് മക്കളെ? ഹിഞ്ച് ജോയിൻ്റ് അല്ലേ? ഹിഞ്ച് ജോയിൻ്റ് ആണ്. അറ്റ്ലസിൻ്റെയും ആക്സിസിൻ്റെയും ഇടയിലോ പിവട്ട് ജോയിൻ്റ്, അതാണ് നിങ്ങളുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വെർട്ടിബ്രെ, അവിടെ പിവട്ട് ജോയിൻ്റ്. കാർപ്പൽസിൻ്റെ ഇടയിൽ എന്ത് ജോയിൻ്റാണ്? ഗ്ലൈഡിങ് ജോയിൻ്റ് ആണ്. കാർപ്പലിൻ്റെയും മെറ്റാകാർപ്പൽ ഓഫ് തമ്പ് ഇവിടെയുള്ള ജോയിൻ്റ് ഏതാ? ദാറ്റ് ഈസ് സാഡിൽ ജോയിൻ്റ്. എന്താണ്? സാഡിൽ ജോയിൻ്റ്. റെഡി ആണല്ലോ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ഹിഞ്ച്, പിവട്ട്, ഗ്ലൈഡിങ്, സാഡിൽ ജോയിൻ്റ്. ഇനി നോക്കൂ, നമ്മുടെ ഗ്ലിനോയിഡ് ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ സ്കാപ്പുല ഉണ്ടല്ലോ, ഈ സ്കാപ്പുലയിലെ ഗ്ലിനോയിഡ് ക്യാവിറ്റിയും ഹെഡ് ഓഫ് ഹ്യൂമറസും തമ്മിലുള്ള ജോയിൻ്റ് ഏതാ? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ തുടയിൽ ഫീമറും അസറ്റാബുലവും, ഒന്ന് പറഞ്ഞു നോക്കുക, ചോദിക്കും. ഫീമറും അസറ്റാബുലവും കൂടെയുള്ള നമ്മുടെ പെൽവിക് ഗർഡിലെ ജോയിൻ്റ്, അതും ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്, മറക്കണ്ട കേട്ടോ. ഓക്കെ, നൗ സെൽസ് ഓഫ് ഹ്യൂമൻ ബോഡി പെർഫോം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്. ഏതെങ്കിലും 2 ടൈപ്പ് മൂവ്മെൻറ്റാണ് ചോദിച്ചത്. ഒന്ന് അമീബോയിഡ് മൂവ്മെൻറ്റ് അല്ലേ? അമീബോയിഡ് മൂവ്മെൻറ്റ്, സീലിയറി മൂവ്മെൻറ്റ് പറയാം, ഫ്ലജല്ലാർ മൂവ്മെൻറ്റ് പറയാം, മസ്കുലാർ മൂവ്മെൻറ്റ് പറയാം. ഏതെങ്കിലും 2 പഠിച്ചോ. അമീബോയിഡ് കാണിക്കുന്ന ആരാ? WBC, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ മാക്രോഫേജുകൾ. സീലിയറി മൂവ്മെൻറ്റ് ഫീമെയിൽസിൻ്റെ ഫലോപ്പിയൻ ട്യൂബിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫീമെയിലിനായാലും മെയിലിനായാലും ബ്രോങ്കസ് ഉണ്ടല്ലോ, ബ്രോങ്കസിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ പറ്റും. ഫ്ലജല്ലാർ മൂവ്മെൻറ്റ് ബോയ്സിൻ്റെ സ്പേം, ഓക്കെ, മെയിൽ ഗാമീറ്റിൻ്റെ മൂവ്മെൻറ്റിനെയാണ് ഫ്ലജല്ലാർ മൂവ്മെൻറ്റ് എന്ന് പറയുക. മസ്കുലാർ മൂവ്മെൻറ്റ് മസിൽസിൻ്റെ മൂവ്മെൻറ്റ്. ഇനി നോക്കൂ, നമ്മുടെ മസിൽ കൺട്രാക്ഷനിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് വരുന്നത്, അയാൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഓർമ്മയുണ്ടോ? മോട്ടോർ ന്യൂറോണിലൂടെ സിഗ്നൽ വരുന്നു. സോ സിഗ്നൽ സെൻഡ് ബൈ സെൻട്രൽ നെർവസ് സിസ്റ്റം ത്രൂ മോട്ടോർ ന്യൂറോൺ. അങ്ങനെ സിഗ്നൽ വന്നാൽ നോക്കൂ, മോട്ടോർ ന്യൂറോണിൽ നിന്ന് നമ്മുടെ സ്കെലറ്റൽ മസിലിൻ്റെ അടുത്തേക്ക് ന്യൂറോ ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസ് റിലീസാകും. അങ്ങനെ റിലീസായി കഴിഞ്ഞാൽ നമ്മുടെ സ്കെലറ്റൽ മസിലിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് സ്കെലറ്റൽ മസിലിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക്, അതിനെ സാർക്കോപ്ലാസം എന്നാണ് വിളിക്കുക, ആ സാർക്കോപ്ലാസത്തിലേക്ക് കാൽഷ്യത്തിൻ്റെ റിലീസ് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ കാൽഷ്യം റിലീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ കാൽഷ്യം ട്രോപ്പോണിനിലേക്ക് പോയി ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്താൽ എന്താ? അൺമാസ്കിങ് സംഭവിക്കും. അങ്ങനെ അൺമാസ്കിങ് സംഭവിച്ചാൽ മയോസിന് ആ ആക്റ്റീവ് സൈറ്റുകളിലേക്ക്, അതിൻ്റെ ബൈൻഡിങ് സൈറ്റുകളിലേക്ക് ബൈൻഡ് ചെയ്യും. അപ്പോൾ എന്തുണ്ടാകും കുട്ടികളെ? അതിൻ്റെ ഫലമായിട്ട് ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാകും അല്ലേ? ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാവും. അങ്ങനെ മസിലിൻ്റെ കൺട്രാക്ഷൻ നടക്കും. നൗ കൺട്രാക്റ്റഡ് മസിൽ ബിക്കം ഷോർട്ടർ. വിച്ച് തിയറി എക്സ്പ്ലെയിൻ മസിൽ കൺട്രാക്ഷൻ? ഏത് തിയറിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? സ്ലൈഡിങ് ഫിലമെൻറ്റ് തിയറിയാണ് അല്ലേ? സ്ലൈഡിങ് ഫിലമെൻറ്റ് തിയറിയാണ്. ടു കൺട്രാക്റ്റൈൽ പ്രോട്ടീൻ ഇൻ മസിൽ. നമ്മുടെ മസിൽ സെല്ലിലെ 2 കൺട്രാക്ഷന് സഹായിക്കുന്ന പ്രോട്ടീൻ ആരാ? ദേ ആർ ആക്റ്റിൻ ആൻഡ് മയോസിൻ. ശരിയാണല്ലോ, ആക്റ്റിനും മയോസിനും. അടുത്ത ചാപ്റ്ററിലേക്ക് തീർന്നു. ഓക്കെ, 7:30 പോലും ആവില്ല, അതിന് മുന്നേ തീരും. നമ്മുടെ ബ്രെയിനിൻ്റെ ഭാഗങ്ങൾ നമുക്ക് ഏതൊക്കെ ഉണ്ട്? മിഡ് ബ്രെയിന്, ഹൈൻഡ് ബ്രെയിൻ അല്ലേ? മിഡ് ബ്രെയിന് ആൻഡ് ഹൈൻഡ് ബ്രെയിന്. ഫോർ ബ്രെയിനിൽ തലാമസ്, ഹൈപ്പോതലാമസ്, പിന്നെ ആരാ ഉള്ളത്? സെറിബ്രം. ഹൈൻഡ് ബ്രെയിനിലോ പോൺസ്, മെഡുല്ല, പിന്നെ ആരാ? സെറിബെല്ലം ആണല്ലോ. മിഡ് ബ്രെയിനിൽ എന്തൊക്കെയാണ്? സെറിബ്രൽ, അക്യൂഡക്റ്റും, കോർപ്പോറ, ക്വാഡ്രിജെമിനയും. നോ നെയിം ദ 3 ലേയേഴ്സ് ഓഫ് ക്രേനിയൽ മെനിഞ്ചസ് ദാറ്റ് പ്രൊട്ടക്റ്റ് ബ്രെയിൻ. അത് പഠിക്കാൻ ഞാൻ ഒരു കോഡ് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? വാട്ട് ഈസ് ദാറ്റ്? പാഡ് അല്ലേ? ഏറ്റവും ഉള്ള ലെയർ പി ആണ്, പയാമേറ്റർ. ഇത് പഠിച്ചോട്ടോ. പാഡ് എന്ന് പറയുന്ന കോഡ് ഓർത്താൽ മതി. ഏറ്റവും ഉള്ളിൽ പി വെച്ചിട്ടുള്ള ആൾ പയാമേറ്റർ. പാഡ് കണ്ടോ, ആ ബ്രെയിനിനെ പാഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആൾ അല്ലേ? അടുത്താണ് അരക്കനോയിഡ് മാറ്റർ. എന്താണ്? നടുവിലുള്ള ലെയറാണ് അരക്കനോയിഡ് മാറ്റർ. ഏറ്റവും പുറത്തുള്ള ലെയറിൻ്റെ പേരെന്താ? ഡ്യൂറാ മാറ്റർ. ഒന്ന് പറഞ്ഞേ, ഡ്യൂറാ മാറ്റർ. ക്ലിയർ അല്ലേ? പയ, അരക്കനോയിഡ് ആൻഡ് ഡ്യൂറ. നൗ നമ്മുടെ ഭാഗങ്ങളാണ് ന്യൂറോണിൻ്റെ. വാട്ട് ഈസ് ദിസ് ഗൈസ്? ദിസ് ഈസ് ന്യൂക്ലിയസ് അല്ലേ? ഇത് ന്യൂക്ലിയസ് ആണ്. ആൻഡ് വാട്ട് ഈസ് ദിസ്? ഇത് ഷ്വാൻ സെല്ലാണ്. വാട്ട് ഈസ് ദിസ്? സി ഈസ് ആക്ച്വലി മയലിൻ ഷീത്താണ്. വാട്ട് ഈസ് ഡി? ഡി ഈസ് സൈനാപ്റ്റിക് നോബാണ്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ന്യൂറോൺ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ആക്സോൺ ആൻഡ് ഡെൻഡ്രൈറ്റ്? ഓർമ്മയുണ്ടോ? യു ഹാവ് യൂണിപോളാർ,
you have bipolar, you have multipolar neurons. ശരിയല്ലേ? യൂണിപോളാർ, ബൈപോളാർ, മൾട്ടിപോളാർ അല്ലേ? യൂണിപോളാർ എവിടെയാ കാണുക? എംബ്രിയോയിലാണ് കാണുക. ബൈപോളാർ കണ്ണിൻ്റെ റെറ്റിനയിലാണ് കാണുക. മൾട്ടിപോളാർ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക? ഇറ്റ് ഈസ് സീൻ ഇൻ ദ ബ്രെയിൻ അല്ലെ? ബ്രെയിനിലാണ് കാണാൻ പറ്റുക. നൗ സ്ട്രക്ചർ വിച്ച് കണക്ട് ടു സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. രണ്ട് ഹെമിസ്ഫിയറുകളെ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറിൻ്റെ പേരെന്നാ മക്കളെ? ദറ്റ് ഈസ് കോർപ്പസ് കല്ലോസം അല്ലെ? 4 റൗണ്ടഡ് സ്വെല്ലിംഗ് ഇൻ ദ മിഡ് ബ്രെയിൻ, അതിനെ വിളിക്കുന്ന പേരെന്താ? കോർപ്പോറ ക്വാഡ്രിജെമിന ആണല്ലോ. കോർപ്പോറ ക്വാഡ്രിജെമിന എന്നാണ് വിളിക്കുക. സെറ്റല്ലേ? അടുത്തത് നമ്മുടെ ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തെ സെൻട്രൽ എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? സെൻട്രലിൽ ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്. പെരിഫറലിലോ സൊമാറ്റിക് ഉണ്ട്, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, ANS ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, NS സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക്. സെറ്റല്ലേ? സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക്. നൗ നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഇൻക്ലൂഡ് ജനറേഷൻ ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. റൈറ്റ് വേരിയസ് സ്റ്റേജസ് ഇൻ ദ ജനറേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. നമുക്ക് ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ജനറേഷനിലുള്ള സ്റ്റേജുകൾ ഓർമ്മയുണ്ടല്ലോ. ആദ്യം തന്നെ പോളറൈസ്ഡ് സ്റ്റേറ്റ് ഉണ്ടാകുന്നു, ആൻഡ് ദാറ്റ് ഈസ് ഡ്യൂ ടു K പ്ലസ് ഇഫ്ലക്സ്. പോളറൈസ്ഡ് സ്റ്റേറ്റ് ഉണ്ടാകുമ്പോൾ അവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ എന്ത് വിളിക്കുക? റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് പോളറൈസ്ഡ് മെംബ്രെയിൻ ഈസ് കോൾഡ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. ആ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ആര് സഹായിക്കുന്നു? സോഡിയം പൊട്ടാസ്യം പമ്പ് സഹായിക്കുന്നു ഫോർ മെയിൻ്റനൻസ്. അയാൾ എന്താ ചെയ്യുക? 2 പൊട്ടാസ്യം അയോണുകളെ ഉള്ളിലേക്കും 3 Na+ പുറത്തേക്കും വിട്ടുകൊണ്ടാണ് അവിടെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ സ്റ്റിമുലസ് അപ്ലൈഡ് എന്താണ്ടാവുക? Na+ ഇൻഫ്ലക്സ് ഉണ്ടാകും. അപ്പോൾ വാട്ട് ഹാപ്പൻസ്? ഡീപോളാറൈസേഷൻ സംഭവിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഡീപോളാറൈസേഷൻ സംഭവിക്കുന്നു. ഡീപോളാറൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് എന്ത് വിളിക്കുക? ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക. സെറ്റല്ലേ? Now observe the diagram and construct a flow chart to show the mechanism of transmission of nerve impulse. എന്തായിരുന്നു കുട്ടികളെ മെക്കാനിസം? നിങ്ങളുടെ പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺ, പ്രീ സൈനാപ്റ്റിക് ന്യൂറോൺ ഇതാ, പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺ ഇതാ. സോ വെൻ എ സ്റ്റിമുലസ് റീച്ചസ് ആക്സോൺ ടെർമിനൽ എന്താ ഉണ്ടാവുക കുട്ടികളെ? ഇതാരാൾ കുട്ടികളെ? ദിസ് ഈസ് ആരാ? synaptic vesicles. They move towards the synaptic cleft and they release the neurotransmitters into synaptic cleft അല്ലേ? ഇതല്ലേ synaptic cleft? ആ synaptic cleftലേക്ക് ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്യും. These neurotransmitter bind to their specific receptor പ്രസൻറ്റ് ഓൺ ദ പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺ. ദ റിസപ്റ്റർ അതിലേക്ക് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്താൽ ഇവിടെ എന്താണ്ടാവുക? ഇവിടെ അയോൺ ചാനൽ തുറക്കും. അതിലൂടെ എന്തുണ്ടാവും കുട്ടികളെ? അതിലൂടെ Na+ ഇൻഫ്ലക്സ് നടക്കും അല്ലേ? അതിലൂടെ Na+ ഇൻഫ്ലക്സ് നടക്കും, ഡീപോളാറൈസേഷൻ സംഭവിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അടുത്തത് എക്സ്പാൻഡ് ദ ഫോളോയിങ്. വാട്ട് ഈസ് ACTH ഗൈസ്? അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ. ഓർമ്മയുണ്ടല്ലോ? അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ. വാട്ട് ഈസ് FSH ഗൈസ്? ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. വാട്ട് ഈസ് TSH? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. വാട്ട് ഈസ് ADH? ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ശരിയല്ലേ? 2 മാർക്കിൻ്റെ ചോദ്യം. ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. വാട്ട് ആർ ദ പാർട്സ്? ഏതാ കുട്ടികളെ? ഹൈപ്പോ തലാമസ് ആണ്. ഡി ഏതാ മക്കളെ? പോർട്ടൽ സർക്കുലേഷൻ ആണല്ലേ? പോർട്ടൽ സർക്കുലേഷൻ. താഴോട്ട് വന്നാൽ ആ പോർട്ടൽ സർക്കുലേഷൻ കാണുന്ന ഭാഗമാണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. അതാണ് C എന്ന് മാർക്ക് ചെയ്തുള്ളത്. സോ ദിസ് ഈസ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ബാക്കിലുള്ള ഭാഗമാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അടുത്തത് ഫോളോയിങ് ആർ ദ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ടിഷ്യൂസ് അതർ ദാൻ എൻഡോക്രൈൻ ഗ്ലാൻഡ്. റൈറ്റ് ദ പാർട്ട് വേർ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് മെൻഷൻ ദ ഫംഗ്ഷൻ. Look, what is the function of gastrin? It acts on stomach and stimulate gastric activity. It stimulate gastric activity. അങ്ങനെ പറഞ്ഞാൽ സ്റ്റൊമക്കിൻ്റെ ആക്ടിവിറ്റിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സെക്രീറ്റിൻ? ഇറ്റ് ആക്ട് ഓൺ പാൻക്രിയാസ്. ഇയാൾ പാൻക്രിയാസിൽ പോയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് സ്റ്റിമുലേറ്റ് റിലീസ് ഓഫ് വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ് അയോൺ. നമ്മുടെ പാൻക്രിയാസിൽ നിന്ന് ബൈകാർബണേറ്റ് അയോണുകൾ ധാരാളമായിട്ട് ഇൻറ്റസ്റ്റൈനിലേക്ക് വരും. അതുപോലെ വാട്ടറും സെക്രീറ്റിന് ആക്ട് ചെയ്താൽ. ബട്ട് വെൻ കോളിസിസ്റ്റോക്കിനിൻ ഇറ്റ് ആക്ട് ഓൺ പാൻക്രിയാസ്. ഇയാളും പാൻക്രിയാസിൽ പോയിട്ട് ആക്ട് ചെയ്യും. പക്ഷെ ഇയാൾ പാൻക്രിയാസിൽ ആക്ട് ചെയ്താൽ പാൻക്രിയാസിൽ നിന്ന് എൻസൈമുകളുടെ റിലീസാണ് നടക്കുക. സോ കോളിസിസ്റ്റോക്കിനിൻ ആക്ട് ഓൺ പാൻക്രിയാസ് ആൻഡ് സ്റ്റിമുലേറ്റ് റിലീസ് ഓഫ് എൻസൈംസ് ഫ്രം പാൻക്രിയാസ്.
ആൻഡ് കോളിസിസ്റ്റോക്കൈൻ ഓൾസോ ആക്ട് ഓൺ ഗോൾ ബ്ലാഡർ. ഇയാൾ പോയിട്ട് ഗോൾ ബ്ലാഡറിലും ആക്ട് ചെയ്യും, പിത്തസഞ്ചിയിൽ ആക്ട് ചെയ്യും. അപ്പോൾ പിത്തസഞ്ചിയിൽ നിന്ന് ബൈൽ റിലീസാകും ആൻഡ് സ്റ്റിമുലേറ്റ് റിലീസ് ഓഫ് ബൈൽ ഫ്രം ഗോൾ ബ്ലാഡർ. ക്ലിയർ അല്ലേ? ഇനി വേറൊരാളുണ്ടല്ലോ, ഓർമ്മയുണ്ടോ? ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. ഇറ്റ് ഇൻഹിബിറ്റ് ഗ്യാസ്ട്രിക് ആക്ടിവിറ്റി. ഗ്യാസ്ട്രിന് സ്റ്റിമുലേഷൻ ആണ് ചെയ്തിരുന്നെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും? ഇൻഹിബിഷൻ. ഇറ്റ് ഇൻഹിബിറ്റ് ഗ്യാസ്ട്രിക് ആക്ടിവിറ്റി. ആര്? ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. അടുത്തത് CCKയുടെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. PTHൻ്റെ ഫംഗ്ഷൻ എന്താ? PTH ഉണ്ടാക്കുന്ന ആരാ? പാരാതൈറോയിഡ് ഗ്ലാൻഡ് ആണ്. ഇറ്റ് ഇൻക്രീസ് ബ്ലഡ് കാൽഷ്യം ലെവൽ. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ഹൈപ്പർ കാൽഷ്യമിക് ഹോർമോൺ ആണെന്ന് പറയാം. അതേ സമയത്ത് TCT തൈറോ കാൽഷിറ്റോണിൻ ആരുണ്ടാക്കുന്നത്? തൈറോയിഡ് ഗ്ലാൻഡ്. ഇറ്റ് ഡിക്രീസ് ബ്ലഡ് കാൽഷ്യം. അപ്പോൾ നമുക്ക് പറയാം ഹൈപ്പോ കാൽഷ്യമിക് ഹോർമോൺ ആണെന്ന് പറയാം. ഇനി നിങ്ങളുടെ ഹാർട്ട് ഉണ്ടാക്കുന്ന BP കുറക്കുന്ന ഹോർമോൺ ആരാ? ദാറ്റ് ഈസ് ANF അല്ലേ? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എറിത്രോപോയറ്റിൻ? ഇറ്റ് സ്റ്റിമുലേറ്റ് RBC ഫോർമേഷൻ. അതിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എറിത്രോപോയസിസ്. എന്താണ്? എറിത്രോപോയസിസ്. RBC ഫോർമേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ്. സോ ദിസ് എറിത്രോപോയറ്റിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ജെക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് ഓഫ് കിഡ്നി. നമ്മുടെ കിഡ്നിയിലെ ജെക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് തന്നെയാണ് എറിത്രോപോയറ്റിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഉണ്ടാക്കുന്നത്. സോ ദ ഡിസ്കഷൻ ഈസ് ഓവർ. ഓക്കെ, സോ മിന്നൽ പിന്നെ ആരാ ഇവിടെ ഉള്ള ആൾക്കാർ? ഓക്കെ, സോ ഗൈസ് ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും തന്നെ എക്സാം ഭയങ്കര എളുപ്പമാവട്ടെ. ഓക്കെ, എല്ലാവർക്കും എളുപ്പമാകാൻ വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നാളെ നമുക്ക് ഇന്നത്തെ എക്സാം കൂടെ കഴിഞ്ഞാൽ അടിച്ച് പൊളിക്കുക നിങ്ങൾക്ക് അല്ലേ? ഓക്കെ, സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫ്രം ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ലവ് യു ഓൾ. ഫ്രോഗ് ഇല്ലേ സാർ? ഫ്രോഗിന് പറയണോ? ഫ്രോഗ് നിങ്ങൾക്ക് അറിയില്ലേ? അതിലിപ്പോൾ PYK ഒന്നും ഇടാനില്ലല്ലോ. ഫ്രോഗിലിപ്പോൾ എന്താ? ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞു തന്നതല്ലേ. ഫ്രോഗിനകത്ത് ഞാൻ മിഞ്ഞാന്ന് എടുത്തൊരു 15 മിനിറ്റ് ക്ലാസ് ഉണ്ട്, പോയി കണ്ടോ. ഈസ്റ്റിവേഷൻ, ഹൈബർനേഷൻ, സമ്മർ സ്ലീപ്പ്, വിൻ്റർ സ്ലീപ്പ്, പിന്നെ അതുപോലെ മെയിലും പിന്നെ ക്യാമോഫ്ലേഷ് ഓർ മിമിക്രി. എന്താ? ഫ്രോഗിന് ബോഡി കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ? ദേ ക്യാൻ ചേഞ്ച് ബോഡി കളർ ടു ഹൈഡ് ഫ്രം എനിമീസ്. ദാറ്റ് ഈസ് കോൾഡ് ക്യാമോഫ്ലേഷ് ഓർ മിമിക്രി. ഓക്കെ, പിന്നെ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഫ്രോഗിൻ്റെ ഓരോ സിസ്റ്റങ്ങളാണ്. ഫ്രോഗിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ അസോസിയേറ്റഡ് ഗ്ലാൻഡ് ഏതൊക്കെയാണ്? ലിവർ, പാൻക്രിയാസ് മാത്രം. പിന്നെ മൗത്ത്, നമ്മളെപ്പോലെ തന്നെ ബക്കൽ ക്യാവിറ്റി, ഫാരിങ്സ്, അന്നനാളം, ഈസോഫാഗസ്, പിന്നെ സ്റ്റൊമക്ക് കഴിഞ്ഞാൽ ഇൻഡസ്റ്റൈന്, പിന്നെ റെക്റ്റം, ദാറ്റ് ഫൈനലി ഓപ്പൺ ടു ക്ലോയാക്ക. പിന്നെ ഫ്രോഗിൻ്റെ റെസ്പിറേഷൻ വെള്ളത്തിൽ ക്യൂട്ടേനിയസ് ഉണ്ട്. ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ആണ് വെള്ളത്തിൽ, ദാറ്റ് ഈസ് യൂസിങ് സ്കിൻ. കരയിലിരിക്കുമ്പോഴോ ദേ ക്യാൻ റെസ്പയർ യൂസിങ് respire using lungs, that is pulmonary respiration. They can even respire using their floor of buccal cavity, that is buccal respiration, and also skin, cutaneous. അപ്പോൾ മൂന്നും കരയിൽ നടക്കും, വെള്ളത്തിൽ ക്യൂട്ടേനിയസ് മാത്രം. ഈസ്റ്റിവേഷൻ്റെയും ഹൈബർനേഷൻ്റെയും സമയത്ത് ക്യൂട്ടേനിയസ് മാത്രം. പിന്നെ അവരുടെ കാർഡിയോ വാസ്കുലർ, അവരുടെ ഹാർട്ടിൻ്റെ സിസ്റ്റം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ ഉള്ളത്? 3 ചേമ്പേർഡ് ഹാർട്ടാണ്. ഓക്കെ, ദെൻ അവരുടെ റൈറ്റ് അട്രിയത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് സൈനസ് വിനോസസ് എന്ന് പറയുന്ന ഒരു അവയവുണ്ട്. അവരുടെ ഒരു കോമൺ വെൻട്രിക്കിൾ, ഒരു സിംഗിൾ വെൻട്രിക്കിളേ ഉള്ളൂ, അതിലേക്ക് കണക്ട് ചെയ്ത് കോണസ് ആർട്ടീരിയോസസ് ഉണ്ട്. അവരുടെ RBC ന്യൂക്ലിയേറ്റഡ് ആണ്, നമ്മളെ പോലെയല്ല, ന്യൂക്ലിയേറ്റഡ് RBC ആണ്. അവർക്ക് ബാക്കിയൊക്കെ ഏകദേശം സെയിം ആണ്. ഇനി അവരുടെ എൻഡോക്രൈൻ സിസ്റ്റം നമുക്കുള്ള എല്ലാ ഗ്ലാൻഡുകളും ഉണ്ട്. പിന്നെ അവർക്ക് വേറൊരു സാധനമുണ്ട്, റീനൽ പോർട്ടൽ സിസ്റ്റം. ഇറ്റ് ഈസ് സ്പെഷ്യൽ ബ്ലഡ് വെസൽ കണക്ഷൻ, സ്പെഷ്യൽ വീനസ് കണക്ഷൻ. എന്താണ് സ്പെഷ്യൽ വീനസ് കണക്ഷൻ? വെയിന് കൊണ്ടുള്ള കണക്ഷനാണ് ബിറ്റ്വീൻ കിഡ്നി ആൻഡ് ലോവർ പാർട്ട് ഓഫ് ബോഡി. കിഡ്നിയും ബോഡിയുടെ താഴ്ഭാഗവും, ബോഡിയുടെ അവരുടെ ലോവർ ലിംബും കിഡ്നിയും തമ്മിലുള്ളൊരു കണക്ഷനാണ് റീനൽ പോർട്ടൽ സിസ്റ്റം. ആൻഡ് ദേ ഹാവ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം വിച്ച് കണക്ട് ദെയർ ഇൻഡസ്റ്റൈൻ ആൻഡ് ലിവർ. അവരുടെ ഇൻഡസ്റ്റൈനെയും ലിവറിനെയും കണക്ട് ചെയ്യുന്ന ഒരു വീനസ് കണക്ഷൻ, വെയിന് കൊണ്ടുള്ള കണക്ഷനാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഇനി എൻഡോക്രൈൻ സിസ്റ്റം നമ്മളെപ്പോലെ തന്നെയാണ്. ന്യൂറൽ സിസ്റ്റം നോക്കിയാൽ ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിനിൽ നമ്മളെപ്പോലെ
തന്നെ സെറിബ്രൽ ഹെമിസ്ഫിയർ അവർക്കുണ്ട്. പിന്നെ അവർക്ക് ഡയൻസെഫലോൺ എന്ന് പറയുന്ന ഭാഗമുണ്ട്, നമുക്കുണ്ട്. നമ്മുടെ തലാമസിനെയും ഹൈപ്പോതലാമസിനെയും കൂടിയ ഡയൻസെഫലോൺ എന്ന് പറയുന്നത്. സോ ദേ ടു ഹാവ് ഡയൻസെഫലോൺ, സെറിബ്രം. പിന്നെ അതിൻ്റെ കൂടെ ദേ ഹാവ് ഒൽഫാക്ടറി ലോബ്സ്. എന്താ ഉള്ളത്? ഒൽഫാക്ടറി ലോബ്, സെറിബ്രം, ദറ്റ് ഈ സെറിബ്രൽ ഹെമിസ്ഫിയറുകൾ, ഡയൻസെഫലോൺ, ഇത് മൂന്നും കൂടിയ ഫോർ ബ്രെയിൻ. ദെൻ ദേ ഹാവ് മിഡ് ബ്രെയിൻ. അവരുടെ മിഡ് ബ്രെയിനിൽ 2 ഒപ്റ്റിക് ലോബാണുള്ളത്. എന്താ? പെയർ ഓഫ് ഒപ്റ്റിക് ലോബ്. അവർക്ക് പറഞ്ഞ ഒപ്റ്റിക് ലോബാണ് മിഡ് ബ്രെയിനിൽ. ദെൻ ഹൈൻഡ് ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്ങേറ്റ. പോൺസ് പറയേണ്ട, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്ങേറ്റ, ഇത് രണ്ടുമാണ് അവർക്കുള്ളത്. ഓക്കെ. സോ ഫ്രോഗിനെ കുത്തിപ്പോക്കുന്നവരല്ലേ, അത് കഴിഞ്ഞു. ദെൻ മെയിൽ റീപ്രൊഡക്റ്റീവ് ദെൻ ദെയർ എക്സ്ക്രീറ്ററി സിസ്റ്റം, ദേ ഹാവ് എ പെയർ ഓഫ് കിഡ്നീസ്. കിഡ്നിയിൽ നിന്ന് യുറീറ്റർ വരും, ദാറ്റ് കണക്റ്റഡ് ടു ക്ലോയാക്ക. ആ ക്ലോയാക്കയിലേക്ക് തന്നെ കണക്ട് ചെയ്തുകൊണ്ട് യൂറിനറി ബ്ലാഡറും കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? ബട്ട് ഇൻ മെയിൽസ് ദ യുറീറ്റർ ആക്ടസ് യൂറിനോ ജെനൈറ്റൽ ഡക്റ്റ്. കാരണം മെയിലിൽ സ്പേമും അതുപോലെ തന്നെ യൂറിനും ഈ ഒരൊറ്റ കുഴലിലൂടെ വരും. അപ്പോൾ ഇതിന് യൂറിനോ ജെനൈറ്റൽ ഡക്റ്റ് എന്നാണ് വിളിക്കുക അല്ലേ. നോ, മെയിലിൽ ദേ ഹാവ് എ പെയർ ഓഫ് യെല്ലോയിഷ് ഓവോയിഡ് ടെസ്റ്റിസ്, യെല്ലോ കളേർഡ് ഓവൽ ഷേപ്പ്ഡ് ടെസ്റ്റിസ് ഉണ്ട്, വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു അപ്പർ പാർട്ട് ഓഫ് കിഡ്നി. കിഡ്നിയുടെ മുകൾ ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആ ടെസ്റ്റിസിൽ നിന്ന് വാസ എഫറൻഷ്യ എന്ന് പറയുന്ന സാധനം വരും അല്ലേ. സോ ദേ ഹാവ് എ പെയർ ഓഫ് കിഡ്നീസ്. അവർക്കൊരു പെയർ ഓഫ് കിഡ്നി. ഇത് വർക്ക് ചെയ്യുന്നില്ല, ഇതിൻ്റെ വർക്ക് ഇതൊന്നോ, ഇത് വർക്ക് ചെയ്യാണ്ടായി, പേന വർക്ക് ചെയ്യാണ്ടായി, അപ്പോൾ ഒന്നും ചെയ്യാനില്ല. കിഡ്നി ഉണ്ട്, അതിന് മുകളിൽ ടെസ്റ്റിസ് ഉണ്ട് അല്ലേ, അതിലേക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ട്. ടെസ്റ്റിസിൽ നിന്ന് വാസ എഫറൻഷ്യ എന്ന് പറയുന്ന ട്യൂബ് വരും. അത് കിഡ്നിക്കുള്ളിലുള്ള ബിഡേഴ്സ് കനാലിലേക്ക് എത്തും. വാസ എഫറൻഷ്യ ബിഡേഴ്സ് കനാൽ. അത് പിന്നീട് യൂറിനോ ജെനൈറ്റൽ ഡക്റ്റിലൂടെ ക്ലോയാക്കയിലേക്ക് വരും. ഫീമെയിലാണെങ്കിലോ ദേ ഹാവ് പെയർ ഓഫ് ഓവറീസ്. അവിടെ നിന്ന് ഓവി ഡക്റ്റ് വന്നിട്ട് ക്ലോയാക്കയിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യും. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്, ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്. ദറ്റ് ഈസ് ലാർവൽ സ്റ്റേജിൻ്റെ ലാർവയെ ടാഡ്പോൾ എന്നാണ് വിളിക്കുക. ലാർവ അഡൽട്ട് ആകുന്ന പ്രോസസ്സിനെ മെറ്റമോർഫോസിസ് എന്നാണ് വിളിക്കുക. ഫ്രോഗിന് ഫ്രണ്ട്സ് ഓഫ് ഫാർമേഴ്സ് എന്ന് പറയുന്നത് കാരണം ദേ ഈറ്റ് ഇൻസെക്ട്സ് അല്ലേ, ദേ ഈറ്റ് ഇൻസെക്റ്റ് പെസ്റ്റ്, കീടങ്ങളെ. ഇൻസെക്റ്റ് പെസ്റ്റിനെ അവർ കൊല്ലും, അവർ കഴിക്കും, അവർ ഭക്ഷിക്കും. സോ ദേ ആർ ഫ്രണ്ട്സ് ഓഫ് ഫാർമേഴ്സ്. സോ ദേ പ്രൊട്ടക്റ്റ് ക്രോപ്സ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ അവർ ചെയ്യുന്ന വേറെ പരിപാടി എന്താ? അവർ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ദ മസ്കുലാർ ലെഗ്സ് ഓഫ് ഫ്രോഗ് ആർ എഡിബിൾ അല്ലേ. നല്ല ടേസ്റ്റിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യന്മാർ തിന്നുന്നുണ്ട്. ക്ലിയർ അല്ലേ? സാറ് പോയി ഉറങ്ങിക്കോ, ഇത്രയും എഫേർട്ട് എടുത്ത് നിന്നതല്ലേ. താങ്ക് യു. ഓക്കെ മിന്നല്ലേ. ഓക്കെ. സോ തീർന്ന് ഞാൻ ഉറങ്ങാൻ, ഞാൻ കുളിച്ച് എൻ്റെ ഉറക്കമൊക്കെ പോയി സത്യത്തിൽ. എന്നാലും ഞാൻ കുറച്ച് നേരം ഉറങ്ങും. എനിക്ക് 8 മണിക്ക് വേറെ പണിയുള്ളത്, ഹോസ്പിറ്റലിൽ പോകാണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഗൈസ് ബൈ. ഇനിയിപ്പോൾ ഒന്ന് പകൽ ഉറങ്ങാൻ പറ്റില്ല, ഉച്ച വരെ പണിയുണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാം. ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങണം. ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങാൻ പറ്റൂല. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഡോക്ടറെ കാണാൻ പോകാണ്ട്. അതും കഴിഞ്ഞൊരു 3 മണി 4 മണിക്കൊക്കെ ഉറങ്ങാൻ പറ്റുമെന്ന് കരുതുന്നു. ഓക്കെ. സോ ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. ഓക്കെ. അപ്പോൾ ഗൈസ് താങ്ക് യു, താങ്ക്സ് എ ലോട്ട്, ലവ് യു ഓൾ, ബൈ ടാ.